ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോളൂ. മ്യൂട്ടാണ്. ഹലോ, ഗുഡ് ഈവനിങ് എവ്രിവൺ. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല? ഷെമിമ വീഡിയോ മോഡിലൊക്കെ വന്നിട്ടുണ്ട്. പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നിങ്ങളെ പോലെ എന്നും നമ്മളെ ക്ലാസ്സിൽ പാർട്ടിസിപ്പന്റ് ആയി ഇരിക്കുന്ന ഒരാളാണ് മാഷാഅല്ലാഹ് സെഷൻ എടുക്കാൻ വന്നിട്ടില്ല എന്നൊരു സ്പെഷ്യാലിറ്റി ഇതിനുണ്ട്. അതൊരു വേറെ തന്നെ ഫീൽ ആണല്ലോ. നമ്മളിതേക്ക് സ്റ്റുഡന്റ് ആയി വന്ന് പിന്നീട് ഇവിടുത്തെ ക്ലാസ് എടുക്കുന്ന ആളാവുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എന്നും സെഷനിൽ കാണുന്നവർക്ക് നിങ്ങൾക്ക് ഒരു പരിചിത പേര് തന്നെ ആയിരിക്കും ഷെമിമ ഫൈസിൽ എന്നില്ല. ആളൊരു സൈക്കോളജി സ്റ്റുഡന്റ് ആണ്, ട്രെയിനർ ആണ്. മാഷാല്ല കുറെ സെഷനൊക്കെ എടുത്ത് ഇങ്ങനെ ഭയങ്കര വൈബ്രന്റ് ആയി കുറെ സോഷ്യൽ സർവീസും കമ്മ്യൂണിറ്റി സർവീസും ഒരുപാട് കാര്യങ്ങളുമായി ഒരുപാട് സ്വപ്നങ്ങളില്ല കുറെ മനുഷ്യരുടെ ലൈഫിലേക്ക് മാറ്റങ്ങൾ എത്തിക്കണം ആളെ ലൈഫ് കൊണ്ടും സെഷനോടും ഒക്കെ പ്രൂവ് ചെയ്ത് അടിപൊളിയായി പോകുന്ന ഒരാളാണ്. നിങ്ങൾക്കും നമുക്ക് ഫീഡ്ബാക്കിലൊക്കെ കുറെ വിസ്ഡംസും ഒക്കെ ഷെയർ ചെയ്യാനുള്ള ആളാണ്. അപ്പൊ ആ ഒരു എനർജി ഒരു ഓൾ സെഷനെ കൂടി തന്നെ നിങ്ങളിലേക്ക് പാസ് ചെയ്യും ഇൻഷാല്ല. ഷെമിമാമിന് സെഷൻ എടുക്കാൻ വേണ്ടി വെൽക്കം ചെയ്യാണ്. വെൽക്കം മാം. അസ്സലാമലൈക്കും. ഗുഡ് ഈവനിങ് എവ്രിവൺ. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? സുഖാണോ? ഹാപ്പി ആയിട്ടിരിക്കണോ? ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോ പലർക്കും പല ക്വസ്റ്റ്യൻസ് ആട്ടോ. എനിക്ക് പേഴ്സണലി കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നല്ലൊരു സബ്ജക്ട് ഞാൻ പറഞ്ഞിരുന്നു. സാർ അത് ഓക്കെ അടിച്ചു. നമ്മൾ ആ സബ്ജക്റ്റിനെ ഇന്ന് കൊടുക്കാന്ന് പറഞ്ഞതായിരുന്നു. അപ്പൊ ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമയം, നിങ്ങളുടെ വേണ്ടപ്പെട്ട സമയം എനിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിന് വേണ്ടി, നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതിൽ. അപ്പൊ ഇതിനു മുന്നേയും നമ്മുടെ സെക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള അതിന് മുന്നേ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാം, ചില ആളുകൾക്ക് എന്നെ അറിയാം. എന്നെ കൂടുതൽ പരിചയപ്പെടുത്തുന്നില്ല. ഇനി അറിയാത്തവരുണ്ട്. എന്റെ പേര് ഷമീമ തസ്ലി. ഞാനിവിടെ മലപ്പുറം കോട്ടക്കലാണ് വരുന്നത്. അപ്പൊ വളരണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇല്ലാത്ത മനുഷ്യരൊന്നും ഇല്ലാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും വേണ്ട ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. സോ എന്തായാലും നമുക്ക് മാനസിക ആരോഗ്യം അതല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ മാനസിക ഹെൽത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഹെൽത്തും വെൽത്തും കരിയർ ഒക്കെയാണ് നമ്മൾ കൂടുതൽ ദിവസങ്ങൾ കേൾക്കാറുള്ളത് അല്ലേ? പക്ഷെ ഒരു മനുഷ്യക്ക് ഹ്യൂമൻ ആയിട്ട് ആ മനുഷ്യന്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നതിന്റെ സ്ട്രോങ് വശങ്ങളുണ്ട്. ഒരുപാട് സ്ട്രോങ് വശങ്ങൾ വരുന്നുണ്ട്. അത് ഹാപ്പി ആയിട്ടും സാഡ് ആയിട്ടും ബാഡ് ആയിട്ടൊക്കെ നമ്മൾ മനുഷ്യന്മാരാണല്ലോ. തെറ്റുകൾ സ്വാഭാവികമാണ്. എല്ലാ മനുഷ്യന്മാരുടെ ലൈഫിലും എല്ലാം തികഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ റൺ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കേട്ടോ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. എന്തായാലും ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് അതിനുള്ള സമയം തരും. അപ്പോ പല രീതിയിൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ എല്ലാ മനുഷ്യരും. അത് ലേഡീസ് ആണെങ്കിലും ഓർ ബോയ്സ് ആണെങ്കിലും ഒക്കെ ഏതൊരു പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകാത്ത മനുഷ്യരൊന്നും ഈ ഭൂമിയിൽ ഇല്ല. ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇതൊക്കെ എന്റെ ലൈഫിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണല്ലോ, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ, ഞാൻ എങ്ങനെയാ ഇതിനൊക്കെ ഫേസ് ചെയ്യണ്ടേ, ഞാൻ എങ്ങനെയാ ഇതിനൊക്കെ ഓവർകം ചെയ്യണ്ടേ എന്നൊക്കെയാണ് പല മനുഷ്യരും ചോദിക്കാറുള്ളത്. അപ്പൊ നമ്മളെ ആണെങ്കിലും ഒരുപാട് പേര് പേഴ്സണലി വിളിക്കാറുണ്ട്. വിളിച്ചിട്ട് ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം എന്താ പറയും, ഞാൻ പറയുന്ന കാര്യം നിയമം ആരോടെങ്കിലും പറയും. എനിക്ക് ആദ്യം വരുന്ന ഒരു ക്വസ്റ്റ്യൻ അതാട്ടോ. അതല്ലാതെ അവർക്ക് ഹീലിംഗ് കിട്ടാന്നല്ല ഫസ്റ്റ് അവർ വിളിക്കാറ്. മാം, ഞാൻ പറയുന്ന കാര്യം മേം ആരോടും പറയരുത്, ഷെയർ ചെയ്യരുത് എന്നൊക്കെയാ പറയാറ്. അപ്പൊ എന്തായാലും നിങ്ങൾ ആദ്യൊരു കാര്യം മനസ്സിലാക്കുക. ഫസ്റ്റിന് ഞാനിത് പറയാനുള്ള റീസൺ, എനിക്കൊരാൾ വിളിക്കുമ്പോൾ അതല്ലെങ്കിൽ ഞാനൊരാൾക്ക് വിളിക്കുമ്പോൾ അവരുടെ ട്രസ്റ്റ് എന്ന് പറയുന്നതിന്റെ വേവ് ലെങ്ത് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരാളെ വിളിച്ചിട്ട് സർ അതല്ലെങ്കിൽ മാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രശ്നത്തിന് ഒരു അവരുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പലരെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതൊരിക്കലും നമ്മുടെ സെൽഫിനെ മനുഷ്യർക്കും അവരുടെ ബോഡിയിൽ ഒരു പവർ ഉണ്ട്. ബോഡി ലാംഗ്വേജ്, ഐ കോണ്ടാക്ട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മുടെ ബോഡിക്ക് ഒരു ഭാഷകളുണ്ട്. അത് കൈയിന്, കണ്ണിന്, നമ്മുടെ ഓരോ ഭാഗങ്ങളിലും, അവയവത്തിലെ ഓരോ ഭാഗങ്ങളിലും അത് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 25 ലക്ഷം അല്ലെ, 25 ലാക്കാണ് നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി വരുന്നത്. ഒരു മനുഷ്യന് നോർമലി ഒരു മനുഷ്യന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഞാൻ തളർന്നു പോയി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ചേർത്ത് പിടിക്കാൻ കൂടെ ഒരാളുണ്ടെങ്കിൽ അത് പാർട്ട്ണർ ആവാം, പാരന്റ്സ് ആവാം, നമ്മൾ ഒരു പരിചയമില്ലാതെ നമ്മുടെ ലൈഫിലേക്ക് കയറി വന്ന ചില ഫ്രണ്ട്സ് ആവാം, പിന്നീട് അത് അങ്ങോട്ട് നമുക്ക് ബെസ്റ്റ് വേർഷൻ ആയിട്ട് മാറിയിട്ടുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അവോയ്ഡ് ചെയ്ത് അലോൺ ആക്കിയിട്ട് കുറ്റങ്ങളൊക്കെ പറഞ്ഞ ചില ആളുകൾ നമ്മുടെ ലൈഫിൽ വരാറുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് അവരോട് അത് പറഞ്ഞു തിരുത്തിയിട്ട് നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കാറുണ്ട്. ശരിക്കും നമ്മുടെ ലൈഫിന്റെ ബ്യൂട്ടി എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ഒരു സൈക്കിള് റോഡിലൂടെ കുട്ടികൾ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അതിന്റെ ചക്രങ്ങൾ ഇങ്ങനെ കറങ്ങുന്നത്. എന്നാൽ ആ സൈക്കിളിന് നമ്മൾ കൊടുക്കുന്ന ശ്രദ്ധ നമുക്ക് ചിലപ്പോൾ കാറിനോ അതല്ലെങ്കിൽ മറ്റുള്ള ടൂ വീലർ വണ്ടികൾക്കൊന്നും കിട്ടാറില്ല. കാരണം നമ്മൾ കുഞ്ഞുനാളിലെ കണ്ടുപിടിക്കുന്ന ഒരു വാഹനമാണ് സൈക്കിൾ എന്ന് പറയുന്നത്. അത് ഓടിക്കാന് അത് പഠിക്കാനൊക്കെ പറ്റിയാൽ തന്നെ ചില ആളുകളൊക്കെ പറയാറുണ്ട് ഭയങ്കര ഇന്നും ഈ ഭാരം കൂടുതലുള്ള അല്ലെങ്കിൽ ബോഡി ഷേമിങ് കേട്ടുള്ള ഒരുപാട് ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യമാണ് സൈക്കിൾ ഓടിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലിങ്സ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ മാനസിക നില അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന കുറച്ച് ഇമാജിനേഷൻസ് ഉണ്ട്.
അതൊന്ന് ക്ലിയർ ആക്കാൻ നമുക്കൊന്ന്. അത് മാത്രമേ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. എന്താണ് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്നത്? ശരിക്കും നമ്മുടെ മനസ്സിന്റെ സ്ട്രോങ് ഗൈഡ് ആരാണ്? നമ്മൾ ശരിക്കും ഒരു ഗൈഡിനെ തെരഞ്ഞെടുക്കേണ്ടത്, നല്ലൊരു ഗൈഡ് നമ്മൾ കൂടെ ഉണ്ടെന്ന് പറയുന്നത് ഏതെല്ലാം സാഹചര്യത്തിലാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഞാൻ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ ഒരു ഏജ് ലിമിറ്റ് വെച്ചിട്ടല്ല പറയുന്നത്. സ്റ്റഡി ചെയ്യുന്നവര്, വർക്ക് ചെയ്യുന്നവര്, എല്ലാവർക്കും അതിന്റെ ടെൻഷൻ ഉണ്ട്. നല്ല ആൻസൈറ്റി അതല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ടെൻഷനൊക്കെ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. ഞാനിപ്പോ എന്ത് ചെയ്യും? എന്നെ കൂടി ചെയ്യാൻ പറ്റുമോ? എനിക്ക് പറ്റുന്ന കാര്യങ്ങളാണോ ഇത്? എന്തായാലും എനിക്ക് ചെയ്ത് നോക്കാം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുന്നതിന് മുന്നേ എപ്പോഴും നമ്മൾ ഫെയിൽ ആയിക്കൊണ്ടാണ് നമ്മുടെ മൈൻഡിനെ കൊണ്ടുപോകുന്നത്. അഫ്സർ ഇതിന് മുന്നേയുള്ള ക്ലാസ്സുകളിൽ പലപ്പോഴായിട്ട് നമ്മളൊക്കെ കേട്ടിരിക്കുന്ന സമയത്ത് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മൈൻഡിന് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള തോട്ടുകൾ കൊടുക്കണം. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നുന്നത് എവിടെ നിന്നാണോ അവിടെ നിന്ന് നമ്മളൊന്ന് ചെയ്ത് പഠിക്കണം. പല ടൂൾസുകളും സാർ ഇന്ന് ഈ മോർണിംഗിൽ വരെ സാർ നമുക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്യാൻ പഠിക്കുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട്, ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ ലൈഫിൽ ഇതൊക്കെ ചെയ്താല് എന്തെങ്കിലുമൊക്കെ ഒന്നിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും എന്നതിന്റെ ഏറ്റവും നല്ല ഒരു പോയിന്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ. കാരണം അസിസ്റ്റന്റ് ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്ത ഇങ്ങോട്ട് സാറിന്റെ ഒരു ഗ്രൂപ്പിൽ എനിക്ക്, അല്ലെങ്കിൽ സാറിന്റെ ഗ്രൂപ്പിന്റെ കൂടെ ഒരു ക്ലാസ്സിലെങ്കിലും എനിക്ക് പങ്കെടുക്കണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങോട്ട് ഞാനിന്ന് നമ്മളെ മെന്റലി അല്ലെങ്കിൽ നമ്മുടെ ഡിസ്റ്റർബ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കൽ പോലും അന്ന് മുതൽ ചിന്തിച്ചിട്ടില്ല എനിക്ക് പറ്റില്ല എന്നുള്ളത്. സാർ തരുന്ന ഓരോ ടൂൾസും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ എന്റെ സെൽഫിന് വേണ്ടി കുറച്ച് അവയർനെസ് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ള കാര്യമാണ്, നമ്മൾ എവിടെയാണ് വീക്ക് ആവുന്നത്. ചില ആളുകൾ പലപ്പോഴും പറയുന്ന കാര്യമാണ്, ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യൂ, അതല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടാൽ മറ്റുള്ളവർ എന്താ വിചാരിക്കാം, എന്റെ പറച്ചിൽ മറ്റുള്ളവർക്ക് ഇഷ്ടാവും, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. ശരിക്കും നമ്മുടെ ലൈഫിന്റെ ഒക്കെ പേർപ്പസ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് നിങ്ങൾക്ക്, നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം 3 കാര്യങ്ങൾ നമുക്ക് നിർബന്ധമാണ് അല്ലെ? നമ്മുടെ ക്രിയേറ്റീവ് നമുക്ക് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഊർജം എന്ന് പറയുന്നതിൽ വരുന്ന നമ്മുടെ ശ്വാസം, കഴിക്കുന്ന ഫുഡ്, വാട്ടർ. ഈ ഒരു മനുഷ്യൻ ഏറിപ്പോയാൽ 8 അതല്ലെങ്കിൽ 12 ദിവസം വരെ വെള്ളമില്ലാണ്ട് ജീവിക്കുള്ളൂ എന്നാ പറയണത്. അപ്പൊ ഒരു മനുഷ്യന്റെ കഴിവ് ശരിക്കും എന്താണ്? മൃഗങ്ങളെ പോലെയാണോ ഒരു മനുഷ്യൻ? ഒരിക്കലുമല്ല. കാരണം നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ ചെയ്യുന്നതും നമ്മൾ പറയുന്നതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ നല്ലതാണ് എന്ന് പറയുന്നിടത്ത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് കൊടുക്കുന്ന നെഗറ്റീവ് വെർഷനാണ്. ഇന്ന് ഒരുപാട് സൈക്കോളജിസ്റ്റും ഒരുപാട് സൈക്യാട്രിസ്റ്റ് ഒക്കെ നമ്മുടെ ഇടയിൽ ഒരുപാട് ക്ലിനിക്കിൽ വരുന്നുണ്ട്. അപ്പൊ പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് ഏതൊരു സൈക്കോളജിസ്റ്റിനെയാണ് നമ്മൾ പോയി കാണിക്കേണ്ടത്. ഞാനൊക്കെ സൈക്കോളജി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പല കേസുകൾ വരുമ്പോൾ ഞാനൊക്കെ ചിന്തിക്കാറുണ്ട് ഇതൊക്കെ എങ്ങനെയായിരിക്കും ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. പല കേസുകളാണ്, പല കാറ്റഗറിയാണ്, പല ഡിസിഷൻ ആണ്, പല ആളുകൾക്കും പല തോട്ട്സുകളാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാല് ഈ ഭൂമിയിലെ 18 കോടി മനുഷ്യർക്കും ഓരോ കാര്യങ്ങളിലും ഡ്രീംസ് ഉള്ളവരാണ്. ഈ ഡ്രീംസ് അല്ലെങ്കിൽ ഈ ലൈഫിൽ നമുക്ക് എങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ക്ഷമയോ മൈക്കൊന്നോ മ്യൂട്ട് ആയിട്ടുണ്ടെന്ന് വെച്ചു. കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ മൈൻഡിന് പവർ ആയിട്ടുള്ള കുറച്ച് തോട്ടുകൾ കൊടുക്കാൻ നമുക്ക് നോക്കാം. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങള് നമ്മൾ ലൈഫിൽ വരുമ്പോൾ പ്രശ്നങ്ങളാവാം, ഹാപ്പിനെസ് ആവാം, മറ്റെന്തെങ്കിലും കാര്യങ്ങളാവാം, നമ്മൾ ഇത് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാറുണ്ടോ? നിങ്ങൾ തന്നെ ചിന്തിക്കാം, നമ്മുടെ ലൈഫിൽ വരുന്ന ഏതൊരു സിറ്റുവേഷനെയും നമുക്ക് ട്രസ്റ്റ്ഫുൾ ആയിട്ട് ഒരാളോട് ഷെയർ ചെയ്യാൻ ലൈഫിൽ പറ്റുന്നുണ്ടോ? എങ്കിലും നമ്മൾ എത്രയോ ഭാഗ്യം ചെയ്ത ആളുകളാണ്. കാരണം നമ്മളെ കേട്ടിരിക്കാൻ ഒരാളുണ്ടായിരിക്കുക എന്നതാണ് ഈ യുഗത്തിൽ, അതല്ലെങ്കിൽ ഇപ്പോ 2K കിഡ്സിന്റെ കാലം എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് ഈ 2K കിഡ്സ് എന്നൊക്കെ നമ്മൾ വെറുതെ ഒരു സ്ട്രോൾ എന്ന് പറഞ്ഞു പോകുന്ന കാര്യമാണ്. അവരുടെ മൈൻഡിലും അവർക്ക് വേണ്ട ഡ്രീംസും നമ്മൾ വളർന്നു വന്ന സമയത്ത് ഒരു എഡോളസന്റ് ഏജിൽ ഒരു 12 മുതൽച്ചിട്ട് 20 വയസ്സ് 22 വയസ്സിനിടയിൽ നമുക്ക് ഈ ഒരു പേര് വന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അത് മാത്രം ചിന്തിച്ചാൽ മതി. ലൈഫിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഇത് എനിക്കുള്ള ഓപ്ഷൻ ആണ് എന്ന് പറഞ്ഞ് തെരഞ്ഞെടുക്കുന്നിടത്താണ് ഓരോ മനുഷ്യന്റെയും വിജയം. ഏതൊരു മനുഷ്യനാവാം, ഞാനാവാം, നിങ്ങളാവാം, പലർക്കും യുണീക്ക് എന്ന് പറയുന്ന അഫ്സറിന്റെ ഈ ഒരു പേരിന് നമുക്കറിയാം ഭയങ്കര ഡിഫറെന്റ് ആണ്. കാരണം ഈ നമുക്കൊക്കെ ഓരോ കഴിവുകളുണ്ട്. ഒന്നിനെയും നമ്മൾ തനിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, വേണ്ട സമയം കൊടുക്കുന്നില്ല, നമ്മൾ നമ്മെ വിശ്വസിക്കുന്നില്ല, നമ്മുടെ ഉള്ളിലെ ബ്യൂട്ടി ആയിട്ടുള്ള സ്പേസിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ കണ്ടുപിടിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ലൈഫ് നമുക്ക് എങ്ങനെയാ ബ്യൂട്ടി ആയിട്ട് ഓവർകം ചെയ്യാൻ, അതല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് നമുക്ക് ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക? നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഒരു സമയം വരെ നിങ്ങളും ഞാനൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഡൗൺ ആവാണ്. അതിനുള്ള കാരണം എന്തായി? നിങ്ങൾ സ്നേഹിച്ചവരാണോ? നിങ്ങളെ വിശ്വസിക്കുന്നവരാണോ? നിങ്ങൾ ചേർത്ത് പിടിക്കുന്നവരാണോ? അതല്ലേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അംഗീകാരം കിട്ടുന്ന സമയം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതാണോ? ഒരു മനുഷ്യൻ നിങ്ങളെ പരിഹസിക്കും, കുറ്റപ്പെടുത്തും, കളിയാക്കും, എല്ലാം ചെയ്യും. മറ്റൊരു മനുഷ്യന്റെ കൊക്കേഷനിലേക്ക് അത് കയറുന്ന സമയത്ത് സ്വന്തം മൈൻഡിലേക്ക് അതിങ്ങനെ പിന്നെയും ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ അതിന് നെഗറ്റീവ് തോട്ട് എന്നാ പറയാം.
കാരണം ഏതൊരു മനുഷ്യനും നമുക്ക് നമ്മുടെ മേലിൽ മുദ്ര കുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മേൽ കൈ ചൂണ്ടി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയാം. ഇന്ന് മുതൽച്ചെങ്കിലും നമ്മളത് ശീലിക്കുന്നത് നല്ലതാട്ടോ. നമ്മുടെ ലൈഫിൽ നമ്മളൊന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക, ഈ കാര്യങ്ങൾ എനിക്ക് സക്സസ് ആവോ, എനിക്കൊന്ന് വർക്ക്ഔട്ട് ആയിട്ട് വരും ഇതെന്നൊക്കെ നമ്മൾ നോക്കുന്നത് നല്ലതാണ്. ഓരോ മനുഷ്യരുടെയും എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത്രത്തോളം നമ്മളൊന്നും കേട്ടാൽ ചിലപ്പോ കരഞ്ഞു പോകും മാത്രമല്ല, നമ്മൾ ഭയങ്കര സ്റ്റക്കായി പോകും. സ്റ്റക്കാവുന്നിടുന്ന ചില മനുഷ്യന്മാരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത്രയും ഹെവി ആയിട്ട് മുന്നോട്ടേക്ക് പാസ് ചെയ്ത് ബുദ്ധിമുട്ടുകളില്ല, പ്രയാസങ്ങളില്ല, ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്, പാരന്റ്സിന്റെ നല്ല രീതിയിലുള്ള സ്നേഹം കിട്ടുന്നുണ്ട്, ഒരു അൺകണ്ടീഷണൽ ക്ലോസ് അല്ലെ അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയും. ഇതൊക്കെ കിട്ടിയിട്ടും ചില മക്കള് നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് പറയുന്ന കാര്യമാണ്, നമ്മൾ പോലും നെട്ടിത്തെരിച്ചു പോകുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് ഈ കാലത്ത് ജീവിച്ചു പോകുന്ന ഓരോ പെണ്ണും ആണും ഞാനും നിങ്ങളും അടക്കം ചെന്നുപെടുന്ന ചില ചതിക്കുഴികൾ. ഇതിനെല്ലാം നമ്മുടെ കാരണം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ നന്ദിയില്ലാതെ ആവുകയാണ്. നമ്മുടെ മൈൻഡിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്, എനിക്ക് കിട്ടുന്നത് എനിക്കുള്ളതാണ്, ഞാൻ അതിന് അർഹതപ്പെട്ട ഒരാളാണ്, എന്റെ ലൈഫ് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കണോ, ഭർത്താവിന് വേണ്ടി ജീവിക്കണോ, ഫാമിലിക്ക് വേണ്ടി ജീവിക്കണോ, മകൾക്ക് വേണ്ടി ജീവിക്കണോ എന്നൊക്കെ അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി ജീവിക്കണോ നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങൾ ഒരു 70 വയസ്സ് 75 വയസ്സ് വരെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ആയുസുള്ള കാലം അതുവരെ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത്? എനിക്ക് വേണ്ടിയിട്ടാണോ? ഇന്ന് ക്ലാസ് എടുക്കുന്ന എനിക്കല്ല, ഇതിനു മുന്നേ ഈ ഒരു ക്ലാസ് ഇങ്ങനെ എത്തിച്ചു തന്നിരിക്കുന്ന അഫ്സൽ സാറിന് വേണ്ടിയിട്ടല്ല, അതല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആവുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടല്ല. നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടിയിട്ടാണ്. ഓരോ അറിവുകളും ചെറുതല്ല, ഓരോ അറിവുകളും വലുതാണ്. മെന്റൽ ഷോക്ക് എന്നൊക്കെ പറയുന്ന നമ്മൾ മെന്റലി ഷോക്കായിട്ട് നമ്മുടെ ഹെൽത്തിനെയും നമ്മുടെ മൈൻഡിൽ ഇരിക്കുന്ന തോട്ടുകളെയും ക്ലിയർ ചെയ്യാൻ പറ്റാണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ചില മനുഷ്യരുണ്ട്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ കൊച്ചു കേരളത്തില് സൈക്യാട്രിസ്റ്റ് പില്ല് അതല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ട് എന്തെങ്കിലും ടൂൾസുകൾ യൂസ് ചെയ്യാത്ത ആളുകൾ വളരെ കുറവാണ്. ശാന്തമായി സ്വന്തം ഫാമിലിയെ, സ്വന്തം കരിയറിനെ, സ്വന്തം ജോലിയെ, സ്വന്തം ഫ്രണ്ട്സിനെ, സ്വന്തം സൊസൈറ്റിയൊക്കെ സ്നേഹിച്ചിട്ട് നന്നായിട്ട് ഗ്രോ ചെയ്ത് വരുന്ന ആളുകൾ വളരെ കുറവാണ്. മെന്റലി ചെറിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഒരാൾക്കും സക്സസ് ആവാൻ പറ്റില്ല. ഒരാൾക്കും സക്സസ് ആവാൻ പറ്റില്ല. ഞാനടക്കം ആർക്കും പറ്റില്ല എന്നതാട്ടോ എന്റെ വിശ്വാസം. നിങ്ങൾക്ക് ലാസ്റ്റിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അറിയിക്കാം. ജീവിതം എന്ന് പറയുന്നത് ഒരു പുഴുവിനെ പോലെയാണ്. നമ്മൾ വായിച്ചിട്ടുണ്ട് പല പുസ്തകങ്ങളും. ഒരു പൂമ്പാറ്റ പതിയെ ഒരു പുഴുവായിട്ട്, ചെറിയൊരു എഗ്ഗായി, പിന്നീട് ഒരു ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു ചെറിയ പുഴുവായിട്ട് ഇങ്ങനെ ഭൂമിയിലൂടെ അല്ലെങ്കിൽ ഇലയിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തട്ടും. കാരണം നമുക്ക് ഈ പുഴു എന്ന് പറഞ്ഞ സംഭവം കാണുന്നത് ഭയങ്കര അറപ്പാണ്. പക്ഷെ പിന്നെ ഈ പുഴുവാണ് നല്ല ഭംഗിയുള്ള പല കളറുകളിൽ ഈ ഭൂമിയിൽ നമ്മുടെ തോട്ടങ്ങളിലും ചെടികളിലും ഗാർഡൻസിലൊക്കെ പാറി പറക്കുന്ന പൂമ്പാറ്റയായിട്ട് മാറുന്നത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഇതിനൊക്കെയല്ലേ നമ്മൾ എപ്പോഴും എലോണാക്കുന്നത്. നമ്മുടെ ഭൂമിക്ക്, നമ്മുടെ അന്തരീക്ഷത്തിന്, നമ്മുടെ യൂണിവേഴ്സിന്റെ ഭംഗി നൽകുന്ന ഒരുപാട് ജീവനുള്ള സാധനങ്ങൾ ക്രിയേറ്റർ ഭൂമിയിൽ തന്നിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ഓരോ മനുഷ്യരും. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചിന്തകളിൽ എങ്ങനെയാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ടത് നമുക്ക് നോക്കാം. ഒരാളെ നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അവിടെ സ്റ്റക്കായി പോകാണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ ഭൂമിയിലേക്ക് ക്രിയേറ്റർ വിട്ടപ്പോൾ നിങ്ങളുടെ ഉള്ളില് നിങ്ങളുടെ നല്ല കുഞ്ഞു സ്പേസ് ആയി കിടക്കും നിങ്ങളുടെ ഹാർട്ടിന്റെ ഭാഗത്ത് ഒരു വിത്ത് മൂപ്പര് തരും. നമ്മുടെ ക്രിയേറ്റർ നമുക്ക് വേണ്ടിയിട്ട് ചെറിയൊരു വിത്ത് തരും. അത് നമ്മളോട് സംരക്ഷിക്കാനും സൂക്ഷിക്കാനും അതിന് വേണ്ടിയുള്ള വെള്ളവും വളമൊക്കെ കൊടുക്കാനും അത് നട്ട് വളർത്തിയിട്ട് ഈ ഭൂമിയിലുള്ള നല്ല മനുഷ്യർക്ക് ഹെൽപ്പ് ആവുന്ന രീതിയിൽ അതിനെ യൂസ് ചെയ്യാനാണ് ഓരോ മനുഷ്യന്റെ ബോഡിയും നമ്മൾ കാണപ്പെടുന്ന, നമ്മൾ കളിയാക്കുന്ന, നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്ന നിറം കൊണ്ടും ശരീരം കൊണ്ടും തടി കൊണ്ടും പല കാര്യങ്ങൾ കൊണ്ടും നമ്മൾ മാറ്റി നിർത്തുന്ന ഒരു മനുഷ്യന്റെ സ്കില്ല്. ഒരിക്കലും നമ്മുടെ പഠിച്ചവർക്ക് അതല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടത് നമ്മുടെ ഈ ഭംഗിയുള്ള ശരീരമല്ല. അതില് മൂപ്പര് തന്നിരിക്കുന്ന ഒരു ഭാഗം, നമ്മുടെ ക്രിയേറ്റർ നമുക്ക് തന്നിരിക്കുന്ന സുന്ദരമായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. നമ്മുടെ വീട് പോലെ, നമ്മുടെ വാഹനങ്ങൾ പോലെ, നമ്മുടെ വേണ്ടപ്പെട്ട ഫാമിലിയെ പോലെയൊക്കെ കുഞ്ഞു സ്പേസ്, നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്ന ഭാഗം. അവിടേക്ക് മാത്രമേ എല്ലാവരും നോക്കൂ. അതിനുള്ളിൽ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്നുണ്ടോ? അതിനുള്ളിൽ നിങ്ങൾക്ക് ഒരാൾ ഡീപ്പായിട്ട് ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ടോ? അതിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാവരോടും ശക്തിയോട് കൂടി സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഏതൊരു അവസ്ഥയിലും തളർന്നു പോവാണ്ട് നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഞാൻ പറയും, നിങ്ങളൊരു പവർ ആയിട്ടുള്ള നല്ല തോട്ട്സ് കൊണ്ട് നടക്കുന്ന നല്ല ശക്തിയുള്ള ഒരു പെൺകുട്ടി അതല്ലെങ്കിൽ ഒരു ആൺകുട്ടിയാണ്. ലൈഫ് കളറാണ്, എന്റെ ലൈഫ് അടിപൊളിയാണ് എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു ടെൻഷനും ഇല്ലാതെ, ഒരു ബുദ്ധിമുട്ടുകളും ഒരു പ്രയാസങ്ങളും ഇല്ലാണ്ട് നമ്മൾ എങ്ങനെയാണ് വളരുക? കുഞ്ഞുകുട്ടിയായിരിക്കെ നടക്കാൻ നമുക്കറിയില്ല. പാരന്റ്സ് എടുത്ത് നമ്മളെ അവരുടെ കൈയിനുള്ളിനിടയിൽ നമ്മൾ പറയും ഹീറ്റ് ചൂട് എന്നൊക്കെ പറയും, അത് തട്ടിച്ചിട്ട് നമ്മളെ വളർത്തും. നമുക്ക് ആ സമയത്ത് വേണ്ടത് മിൽക്ക് മാത്രമാണ്. ആ ഒരു മിൽക്കിലാണ് നമ്മൾ വളരില്ല. കുറച്ച് അങ്ങോട്ടേക്ക് കഴിഞ്ഞാല് കുറുക്കുകളായിട്ടും ചില കുറുക്ക് പൊടികളൊക്കെ ആയിട്ട് നമുക്ക് ഭക്ഷണമായിട്ട് തരും. പക്ഷെ ഇതിനൊക്കെ മുന്നേ നമ്മുടെ ക്രിയേറ്റർ നമുക്ക് തന്നിരിക്കുന്ന ഒരു സംഭവമാണ് ഒരു ഉമ്മയുടെ യൂട്രസിൽ കിടക്കുകയാണെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന വായു. എത്രത്തോളം നല്ലൊരു സംഭവമാണ്. നിങ്ങൾ ഓർത്ത് നോക്കിയിട്ടുണ്ടോ ഏതെങ്കിലും സമയത്ത് നമുക്ക് തന്നിരിക്കുന്ന സ്കില്ലുകള്?
ഒരു മനുഷ്യർക്ക് നോസ് ഉണ്ട്, വായുണ്ട്, കണ്ണുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന നല്ല രീതിയിലല്ല. ഒരിക്കലും നിങ്ങളുടെ ഫേസ് നിങ്ങൾ ഭൂമിയിലേക്ക് നിങ്ങൾ ഇറങ്ങുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നല്ല രീതിയിലല്ലാണ്ട് പുറത്തേക്ക് ചിരിക്കാൻ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല. ചിരിക്കുന്നത് ഡീപ്പായിട്ട് ഹൃദയം കൊണ്ട് തുറന്ന് ഈ ഹൃദയം തുറന്ന് ചിരിക്കുക എന്നൊക്കെ പറയാറുണ്ട്. ആ രീതിയിലാണെങ്കിൽ ഞാനും നിങ്ങളൊക്കെ ഒരുപോലെയാണ്. ഏതൊരു മനുഷ്യനെയും ആ സാഹചര്യം മനസ്സിലാക്കിയിട്ട് നല്ലൊരു തോട്ട് നമ്മുടെ മൈൻഡിൽ കൊണ്ടുവന്നിട്ട് ഞാനല്ലേ എന്നെ സഹായിക്കാൻ പടച്ചവന്റെ രൂപത്തിൽ മറ്റൊരാൾ വരും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ ഒരു മനുഷ്യനായിട്ട് നമുക്ക് ജീവിച്ചിട്ടുണ്ട്. ഫാമിലിക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പല പെൺകുട്ടികളും പറയുന്ന പരാതി, ഒരുപാട് കാലം ഹസ്ബൻഡിനെ നോക്കി, ഒരുപാട് കാലം അവരുടെ വീട്ടുകാരെ നോക്കി, കുറെ കാലം കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചു. ഞാൻ ചോദിക്കുകയാണ്, ഇതിനിടയിൽ എപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ സ്ട്രോങ് ആയിട്ട് നിർത്തിയിട്ടുള്ളത്? എന്നെ കൊണ്ട് പറ്റും, വീട്ടിൽ കുക്ക് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും, വീട് ക്ലീൻ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും. കാരണം അതിന് ബാക്കിൽ നിങ്ങൾക്കൊരു മോട്ടീവ് ഉണ്ട്. മോൾ അങ്ങനെ ചെയ്താലേ മോള് പവർ ആവുള്ളൂ. ഒരു ആൺകുട്ടിക്ക് വേണ്ട മോട്ടീവ് ഉണ്ട്. നീ ജോലിക്ക് പോകണം, നീ കുടുംബം നോക്കണം, ഇനി ഏജ് വരെ നീ പഠിച്ചോ, നീ കളിച്ചോ, നീ സഞ്ചരിച്ചോ, നീ യാത്രകൾ പോയിക്കോ. അത് കഴിഞ്ഞാൽ നീ നിന്റെ ലൈഫിലേക്ക് മാത്രം നോക്കിയാൽ പോരാ. ഒരു പെൺകുട്ടിയെ നോക്കണം, ഒരു ഫാമിലി വളർത്തണം, നിന്റെ മക്കളെ നോക്കണം, പാരന്റ്സിനെ നോക്കണം. ഇങ്ങനെ ഒരുപാട് 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 വലിയ വലിയ സ്റ്റെപ്പുകളാണ് 20 വയസ്സ് കഴിഞ്ഞ ഒരാണും ഒരു പെണ്ണും പഠിച്ചോണ്ടും കയറിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നമ്മൾ എടുക്കുന്ന ഒരു ബാഡ് ഡിസിഷൻ എന്ന് പറയുന്നത് ഓവർ തിങ്ക് ചെയ്ത് അതിന് നമുക്കൊരു സൊല്യൂഷൻ കിട്ടാണ്ടാകുമ്പോൾ തുറന്ന ഒരാളോട് സംസാരിക്കാൻ പറ്റാതെ നമ്മൾ അതിനെടുക്കുന്ന ഒരു തീരുമാനമാണ് സൂയിസൈഡ്. അതല്ലെങ്കിൽ ജീവിതം വേണ്ട, എനിക്ക് മടുത്തു, ഞാൻ എനിക്ക് കഴിയുന്നത് പോലെ ചെയ്യും. പല രീതിയിലുള്ള മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നമ്മുടെ പേര് വിളിച്ചിട്ടല്ല നമ്മൾ പോകുന്നത്. അതിനെ നമുക്ക് വിധി എന്ന് പഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഒരിക്കലും വിശ്വസിക്കുന്ന ഒരാളല്ല. ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ജീവിച്ചേ പറ്റും. കാരണം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ എന്റെയൊക്കെ കൈകളിലാണ്. ഒരിക്കലും അത് സൊസൈറ്റിയോട് ചോദിച്ച് മറ്റുള്ളവരോട് ചോദിച്ചിട്ടല്ല ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, നമ്മൾ പലപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാറുണ്ട്. അത് എവിടെയാണെന്നല്ലോ, ഈ പറയുന്ന നമ്മുടെ കൊമേഴ്ഷ്യലിൽ വരുന്ന ചിന്തകൾക്കാണ്. ഞാൻ എന്റെ ഭാഗത്ത് ഓക്കെയാണോ? ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടോ? നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ പാരന്റ്സ്, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ സൊസൈറ്റി, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാലം വരണം എന്നുണ്ട്. വീട്ടിനുള്ളിലിരിക്കുന്ന നിങ്ങൾക്ക് ആ വീടിനെ ബ്യൂട്ടിയാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ സ്കില്ലിലൂടെയാണ്. അതൊരു ജോലിയായിട്ട് ഒരു ഹൗസ് വൈഫ് ആയിട്ടുള്ളവരാണെങ്കിൽ പോലും ഭംഗി വരുത്തേണ്ടത് നമ്മുടെ തോട്ടുകളിലാണ്. അവരെ ഹാപ്പി ആക്കേണ്ടത് നമ്മുടെ കടമയാണ്, ഒരിക്കലും അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് വേണ്ടി നമ്മൾ ജീവിച്ചാല്, നമുക്ക് വേണ്ടി ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ സൈലൻസ് ആയിട്ട് ഇരുന്നിട്ട് നമ്മുടെ തോട്ടിലേക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഞാൻ ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണ്, ഞാൻ നല്ല കൂളായിട്ട് ഓരോ ദിവസവും നല്ല രീതിയിൽ പോകുന്നുണ്ട്, എനിക്ക് ക്രിയേറ്റർ എനിക്ക് തന്നിരിക്കുന്നത് ഒരുപാട് നല്ല ബ്യൂട്ടിയുള്ള ലൈഫിലേക്ക് പോകുന്ന വഴികളാണ്, ഞാൻ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. പക്ഷെ എന്റെ കയ്യിൽ അത് കെട്ടിപ്പിടിച്ചിരുന്നാല് അത് എനിക്ക് ഒരാളിലേക്ക് എത്തിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്ന കാര്യം ഒരാളെങ്കിലും എന്റെ ലൈഫിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് അത് നോക്കിയിട്ടുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടി അവർ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അവിടെ മുതൽച്ചിട്ട് ആ ഒരാളുടെ ലൈഫ് മാറുകയാണ്. ലൈഫ് ചേഞ്ച് ചെയ്യണമെന്ന് പലർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റണില്ല, എനിക്ക് എന്നും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പലരും പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങളെ കേട്ടിരിക്കാൻ മറ്റൊരു വ്യക്തിയില്ല എന്നതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളും പറയുന്ന പരാതി. നിങ്ങളെ കേട്ടിരിക്കേണ്ടത് ആദ്യം നിങ്ങളാ. ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, ഒരു 3 സെക്കൻഡ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൊടുക്കാം. ഒരുപാട് സമയം നമ്മൾ ചെലവഴിക്കുന്നില്ലേ? 8 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങണം എന്ന് നമ്മളോട് എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കറക്റ്റ് 8 മണിക്കൂർ നമ്മൾ ഉറങ്ങുക എന്നുള്ളത്. പക്ഷേ നമ്മുടെ മൈൻഡും ബോഡിയൊക്കെ ഓക്കെ ആയിട്ട് റിലാക്സ് ആയിട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ 5 മണിക്കൂർ ഉറങ്ങിയാൽ മതി, അല്ലെങ്കിൽ 6 മണിക്കൂർ ഉറങ്ങിയാൽ മതി. അതും റിലാക്സ് ഡീപ്പ് എന്ന് തന്നെയാ പറയാം. ഡീപ്പായിട്ട് നമ്മൾ ഭയങ്കര ഡീപ്പായിട്ട് ആ ഒരു സ്ലീപ്പിലേക്ക് പോകുന്ന സമയത്താണ് ആ ഒരു സ്ലീപ്പിങ്ങിനെ നമുക്ക് ഭയങ്കര ബ്യൂട്ടി ആക്കാൻ പറ്റുക. പക്ഷെ എവിടെയാണ് നമ്മൾ 8 മണിക്കൂർ ഉറങ്ങിയിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഉറങ്ങിയിട്ടും ശരീരത്തിന് ഭയങ്കര ക്ഷീണം വരിക, കഴിച്ച ഭക്ഷണം എത്ര കഴിച്ചാലും വിശപ്പ് തീരാത്ത അവസ്ഥ, അതല്ലെങ്കിൽ തീരെ ഭക്ഷണത്തിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ, കഴിക്കാൻ തോന്നാത്തൊരവസ്ഥ. നല്ലോണം പഠിക്കുന്ന ഒരാളായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ സ്റ്റക്കാണ്, എനിക്കൊന്നും പഠിക്കാൻ തോന്നുന്നില്ല. ഞാനൊരു ഫാമിലി ലവറാണ്, പക്ഷെ ഇപ്പൊ എനിക്ക് ഫാമിലി കാണുന്നത് ഭയങ്കര വെറുപ്പാണ്. എനിക്ക് എന്റെ ഹസ്ബൻഡിന് ഭയങ്കര വിശ്വാസമായിരുന്നു, ഈ അടുത്ത് എനിക്ക് എന്റെ ഹസ്ബൻഡിനോട് ഭയങ്കര ഒരുതരം വെറുപ്പും സംശയവും ഒക്കെ ഉണ്ട്. എനിക്ക് എന്റെ മക്കളുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എനിക്ക് വേണ്ടിയിട്ട് ഒരു ഗൈഡിനെ എനിക്ക് തരാൻ സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് ഇന്ന് പെണ്ണിനും ആണിനും ഉള്ള ഒരു പരാതി. എന്നെ കേട്ടിരിക്കാൻ നല്ലൊരു ഭാര്യയില്ല, അല്ലെങ്കിൽ എന്നെ കേട്ടിരിക്കാൻ നല്ലൊരു ഫാമിലി ഇല്ല, ഒരു പാരന്റ്സ് ഇല്ല, എന്നെ കേട്ടിരിക്കാൻ നല്ലൊരു ഭർത്താവില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ആണിനോടും പെണ്ണിനോടും സ്റ്റഡി ചെയ്യുന്ന പിള്ളേരോടും എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ തന്നെ നിങ്ങളെ കേട്ടിരിക്കുക. ഒരു 3 സെക്കൻഡ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എടുക്കുന്ന തീരുമാനം മുന്നോട്ടേക്ക് വളർത്താൻ പറ്റുമോ? നിങ്ങൾക്കതിന് ഇനി ഒരു ഫെയിലിംഗ് വന്നാൽ തന്നെ എങ്ങനെ നിങ്ങൾ അതിൽ ഗ്രോ ചെയ്ത് മുന്നോട്ടേക്ക് കുതിക്കും, റൺ ചെയ്യാൻ പറ്റും? മറ്റുള്ളവരുടെ ഇടയിൽ പോസിറ്റീവായിട്ട് ജീവിക്കാതെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്ന് പോസിറ്റീവായിട്ട് ജീവിക്കും? മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിന് പകരം ഞാൻ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് കൊടുക്കാനുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനുണ്ട്. ചോദിക്കാം, നമ്മുടെ മുന്നിൽ പ്രശ്നങ്ങൾ പറഞ്ഞു വരുന്ന ഓരോ വ്യക്തിയോടും ചോദിക്കാം,
നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്? നിങ്ങളുടെ പ്രശ്നം എന്താണ്? ചിലപ്പോൾ പൊട്ടിക്കരയും, ചിലപ്പോൾ ഭയങ്കരമായിട്ട് നമ്മളോട് ഈഗോ കാണിക്കും. അതിന് പ്രധാനപ്പെട്ട 3 പോയിന്റ്സ് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. എപ്പോഴും സൂയിസൈഡ് ടെൻഡൻസി, ഇനി വേണ്ട ജീവിതം അടുത്തു എന്നൊരു തോന്നല്. അതുപോലെ ഭക്ഷണത്തിനോട് വല്ലാത്തൊരു അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന രീതി, അതല്ലെങ്കിൽ ഭക്ഷണം വേണ്ടാത്ത അവസ്ഥ. അതുപോലെ തന്നെ ഏത് സമയത്തും ഉറക്കം, നമുക്ക് ഞാൻ ഉറങ്ങുന്നത് കറക്റ്റ് അല്ല, എനിക്ക് ഉറക്കം നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്, പക്ഷെ എനിക്ക് ക്ഷീണം തീരുന്നില്ല. ഞാൻ ആദ്യത്തെ പോലെയൊന്നുമല്ല, ഫുൾ നെഗറ്റീവ് തോട്ടുകൾ വരികയാണ്. എനിക്ക് പുറത്ത് പോകുമ്പോൾ മറ്റുള്ളവരെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാണ്, അവരെന്നെ കുറിച്ച് എന്തോ പറയുന്നുണ്ട്, അതെന്തായിരിക്കും? ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വലിയൊരു സംഭവം തന്നെ നമ്മൾ നമ്മുടെ കയ്യിൽ കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു സമയം കഴിഞ്ഞ് ഇതിനൊക്കെ ഒരു ലിമിറ്റേ ഉള്ളൂ. എന്ത് സാധനത്തിനും എക്സ്പയറി ഡേറ്റ് ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ എക്സ്പയറി ഡേറ്റ് ഇല്ലാത്ത എന്തെങ്കിലും സാധനം നമ്മുടെ ഈ കേരളത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കാണുന്ന ഏതെങ്കിലും സ്ഥലത്ത് ഈ മനുഷ്യനായ എനിക്കും നിങ്ങൾക്കും എക്സ്പയറി ഡേറ്റ് ഇല്ലേ? ഒരു സമയം കഴിഞ്ഞാൽ നമ്മളും പോവില്ലേ? പോവില്ലേ? നമ്മൾ ഇരുന്ന് പോവില്ല, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു സാധനം ഈ ഭൂമിയിൽ നിന്ന് പോവില്ല. അങ്ങനെയുള്ള നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കുറച്ച് സമയം നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റിച്ച് പെട്ടുപോയി, നമുക്കൊന്നിനും പറ്റുന്നില്ല, നമ്മൾ എന്തൊക്കെയോ പ്രശ്നങ്ങളിലാണ്, ഞാൻ എന്തൊക്കെയോ ഏഹ് ഇനിയും എന്തൊക്കെയോ എനിക്ക് ബുദ്ധിമുട്ടുകൾ വരാനുണ്ട്, ചെയ്യുന്ന എന്ത് കാര്യങ്ങളും എനിക്ക് ശരിയായ കാര്യങ്ങളല്ല എന്ന് പറഞ്ഞ് ബാക്ക് അടിക്കുന്ന അവസ്ഥ. പലപ്പോഴും നമ്മളത് കാണുന്ന ഒരു കാര്യം കൂടെയാണ് അല്ലെ. നമ്മൾ നമുക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്, നമ്മുടെ സർക്കിളിലെ ആളുകൾക്ക്, നമ്മുടെ ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ടാണ്. അവരെന്താ വിചാരിക്കുക? അവരിടയിൽ ബ്യൂട്ടിയുള്ള പെൺകുട്ടി ഒരാൺകുട്ടി, അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് ആൺകുട്ടി പെൺകുട്ടി ആവട്ടെ, ഇതിന്റെ ഉള്ളിലെ വിഷമം ആരെയും അറിയിക്കണ്ട. ഈ സിംറ്റംസുകളിൽ ഞാൻ കാണുന്ന അധികം കാര്യങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്: അമിതമായിട്ട് കരയുക, നന്നായിട്ട് ദേഷ്യം പിടിക്കാം, ഒരു ആൾക്കൂട്ടത്തിനിടയിലാവാം, പാരന്റ്സിനോടാവാം, അത്രയും സ്നേഹിക്കുന്നവരോടൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ദേഷ്യം വരുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കുന്ന സമയത്ത് ആരെങ്കിലും നല്ല മോട്ടിവേഷൻ തരുമ്പോൾ, നല്ലത് പറഞ്ഞു തരുന്ന സമയത്ത് അതൊക്കെ എറിഞ്ഞു പൊട്ടിക്കുന്ന അവസ്ഥ, വീട്ടിലിരിക്കുന്ന സംഭവങ്ങൾ എറിഞ്ഞു പൊട്ടിക്കുന്ന അവസ്ഥ, ഇതൊക്കെ നിങ്ങളുടെ ബോഡിയിൽ, നിങ്ങളുടെ മൈൻഡ് ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇന്ത്യയില് ദിവസം ഒന്ന് മെഡിറ്റേഷന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടുപിടിക്കാം. ആ മെഡിറ്റേഷനിൽ നിങ്ങൾക്ക് വേണ്ട പോസിറ്റീവായുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാം. നമ്മൾ ഇന്ന് ഒരു മൈൻഡിന്റെ ഉല്ലാസം, നമ്മൾ അതിനെ അല്ലെങ്കിൽ നമ്മൾ അതിനെ ഭയങ്കര ഹാപ്പി ആയിട്ട് കൊണ്ടുപോകുന്ന സമയത്തല്ലോ. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ എന്റെ ലൈഫ് എന്നും ഭയങ്കര ബ്യൂട്ടി ആയിട്ടാണ് കൊണ്ടുപോകാറുണ്ട്. അതിനൊക്കെയുള്ള റീസൺ എന്ന് പറയുന്നത് അവർ അതിന് എക്സ്പേർട്ട് ആയിട്ട് പഠിക്കാൻ തയ്യാറായുള്ളതാണ്. അവരുടെ ലൈഫിനെ അവർ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. കണ്ടും കേട്ടും അറിഞ്ഞും പഠിച്ചും എക്സ്പീരിയൻസ് ചെയ്തും അവരവരുടെ ലൈഫിനെ ഓരോ ദിവസവും പഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻക്കാണ് എല്ലാ ദിവസവും എല്ലാ സമയത്തും ഒരുപോലെയല്ല എന്നുണ്ടെങ്കിലും പ്രശ്നങ്ങളൊക്കെ എല്ലാവരുടെ ലൈഫിൽ വരും. ആ ഒരു സമയത്തെ, ഈ സമയവും കടന്നു പോകും എന്ന് പറയുന്നുണ്ടല്ലേ, അതുപോലെ ആ സമയത്തിനെ നമുക്ക് കടത്തി ഓവർകം ചെയ്യാൻ പറ്റുക. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ചെറിയ കുട്ടിയാണെങ്കിലും പഠിക്കുന്നവരാണെങ്കിലൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം ഒന്നാണ്: ലൈഫ് ഒന്നേ ഉള്ളൂ. ഈ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചാലേ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ വിശ്വസിക്കുന്ന, നിങ്ങളെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ കാണാൻ പറ്റുള്ളൂ. ഞാൻ എന്നെ തന്നെ കുറ്റം പറഞ്ഞ് ഭൂമിയിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടി മോട്ടിവേഷൻ ചെയ്തു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി സൈക്കോളജിക്കൽ ക്ലാസ് ഒക്കെ കൊടുത്താലേ എന്നെ മനസ്സിലാക്കാൻ ആരും ഉണ്ടാവില്ല. അവരാദ്യം പറയും അവൾ ഓക്കെ അല്ല, എന്നിട്ടല്ലേ അവൾ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത്. അവളുടെ മൈൻഡിൽ കുറെ പ്രശ്നങ്ങളുണ്ട്, എന്നിട്ടല്ലേ അവൾ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എന്റെ കാര്യം തന്നെ ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ ഒരുപാട് ദിവസങ്ങളായിട്ട് കുറെ മുന്നേ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു, നല്ല വീഡിയോസ് ചെയ്യണം, എനിക്കൊരു കുറച്ച് വീഡിയോസ് ഒക്കെ ആയിട്ട് ഇൻസ്റ്റയിൽ വരണം, ഒരു അറിയപ്പെടുന്ന ആളൊക്കെ ആയിട്ട് പെട്ടെന്ന് മാറണം. പക്ഷെ പിന്നീട് ഒരു സമയം മുതൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, എന്റെ ഉള്ളിൽ കുറെ ട്രോമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒരാളോടെങ്കിലും എനിക്കൊന്ന് പറയണം, പറഞ്ഞിട്ട് എന്റെ ഉള്ളിലെ ട്രോമാസ് ഇല്ലാണ്ടാക്കിയിട്ട് അവർ തരുന്ന കാര്യങ്ങളും കൂടെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം എനിക്ക് എന്റെ ലൈഫിലേക്ക് പോകാൻ. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ആളാണ്, എനിക്ക് അതിലേക്ക് വഴി തന്ന ഒരു ഗൈഡാണ് അഫ്സൽ സാർ കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. കരഞ്ഞ് 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 ഞാൻ ഇല്ലാണ്ടായ ദിവസങ്ങളിൽ അഫ്സൽ സാർക്കും അതുപോലെ മാമിനും അറിയാം. ഞാൻ അത്രയും ഓഫായുള്ള ദിവസങ്ങൾ അവർക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം. ഞാൻ അവരുടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അഫ്സൽ സാർ നേരിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിന് ക്ലാസ് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അത് നിങ്ങളുടെ മൈൻഡിനെ കുറിച്ചിട്ടും നിങ്ങളുടെ ബോഡിയെ കുറിച്ചിട്ടും നിങ്ങളുടെ കരിയറിനെ കുറിച്ചിട്ടൊക്കെ ആണെന്നുള്ളത്. പക്ഷേ ജോലിയും വീടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നേടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സാറ് എന്നും ഓരോ ടൂൾസ് നമുക്ക് അപ്ഡേഷൻ തരാറുണ്ട്. ഇത് ചെയ്യണട്ടോ, ചെയ്തവര് പേര് തരണട്ടോ എന്ന് പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ ചിന്തിക്കാം, ഈ പേര് കൊടുക്കുന്ന നമ്മളെ ഇതൊരു ദിവസം സാറ് ചോദിച്ചില്ലെങ്കിൽ അവിടെ സ്റ്റക്ക് ആകുന്നുണ്ടോ? നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ? സാറ് പറയാതെ തന്നെ ഒരു കുറച്ച് ദിവസം നിങ്ങൾക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? ഇതാണ് നമ്മുടെ മൈൻഡ്. ആർക്കു വേണ്ടി ജീവിക്കാം, ആരുടെക്കോ വാക്കിന് വേണ്ടി ജീവിക്കാം. നമുക്ക് ഇങ്ങോട്ട് പെർഫെക്ഷൻ ആയിട്ട് ബ്യൂട്ടി ആയിട്ട് ഒരു ടിപ്സ് തരുന്ന ആളെ നമുക്ക് ഇഷ്ടമല്ല. കാരണം അവര് മോട്ടീവ് ചെയ്യാണ്. അവർ വല്ലാണ്ട് അവർക്ക് കിട്ടുന്ന സമയമൊക്കെ നമ്മളെ മോട്ടീവ് ചെയ്തിട്ട് അവർക്ക് എന്താ കാര്യം? പലരെയും നെഗറ്റീവ് അടിക്കാറുണ്ട്. ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു ക്ലാസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ ഞാൻ ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട് റബ്ബിനോട്. കാരണം എനിക്ക് ഇങ്ങനെ ഒരു സെക്ഷൻ കിട്ടിയതിൽ ഞാൻ എത്രത്തോളം നന്ദിയുള്ള ഒരു എന്റെ ക്രിയേറ്ററോട് എങ്ങനെ നന്ദി കാണിക്കണം എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഏത് രീതി കാണിക്കണം എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഈ ഒരു ക്ലാസ് എനിക്ക് അത്രത്തോളം വലുതാണ്. സാറ് തരുന്ന ഈ ഒരു സമയം, സാർ എനിക്ക് വേണ്ടി നിങ്ങൾ എന്നെ കേട്ടിരിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് പോലും ഞാൻ അതിന് ഒരുപാട് 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 താങ്ക്സ് പറയുന്നുണ്ട്.
നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചാൽ മാത്രം പോരാ എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ട്രോമാസിനെ നമ്മൾ പല സമയങ്ങളും അടിവരയിട്ടിട്ട് മാറ്റിയെടുത്ത് പറ്റും, തള്ളിക്കളഞ്ഞേ പറ്റും. ഒരു സമയം കഴിഞ്ഞാൽ അതിന് ഡേറ്റ് ഇല്ല, ഒഴിവാക്കിയേ പറ്റും. കാരണം ആർക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ സെൽഫിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. നിങ്ങൾ നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളൊരു ഡയറി എഴുതുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, ഞാൻ അവിടെ പറയും നിങ്ങൾ നല്ലൊരു സൂപ്പർ വുമൺ ആണ്, സൂപ്പർ ലേഡിയാണ്, നിങ്ങൾ പവറുള്ള ഒരു ആൺകുട്ടിയാണ് എന്നൊക്കെ ഞാൻ പറയും. ഉഷിലുള്ള ആൺകുട്ടി എന്നൊക്കെ പറയും നിങ്ങളെ മലപ്പുറത്തുകാര്. വേറെ അങ്ങോട്ടേക്ക് എന്താ പറയുന്നത് എനിക്കറിയില്ല. അങ്ങനെയൊക്കെയാണെന്ന് പറയും. ഓരോ കാര്യങ്ങളിലും പല 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 സിറ്റുവേഷൻ നമുക്ക് പല രീതിയിലാണ് ഓവർകം ചെയ്യാത്ത സിറ്റുവേഷൻ വരാറുണ്ട്. ഫൈനാൻഷ്യലി സ്ട്രോങ്, ഭയങ്കര ടൈറ്റ് ആവുന്ന ആളുകളാണ് പലപ്പോഴും സൂയിസൈഡിനെ കുറിച്ചൊക്കെ ചിന്തിക്കാറ്. അതല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഫ്ലോപ്പ് ആവുന്ന ആളുകൾ. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് എത്ര വലിയ മേജറായുള്ള ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് എന്തോ നല്ലതിന് വേണ്ടിയിട്ടാണ്. പഠിച്ചവൻ മറ്റെന്തോ ഒരു റൂട്ട് നിങ്ങൾക്ക് തുറന്നു തരികയാണ്, നീ അതിലൂടെ ഒന്ന് പാസ് ചെയ്യും. കുറച്ചു കാലം നീ ഒന്ന് വിഷമിക്കേ, നിന്റെ ലൈഫിനെ കുറിച്ച് നീ പഠിക്കേ. നീ ചെയ്തത് ഓക്കെ അല്ല, നീ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഓക്കെ അല്ല, നീ കുറെ കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് റബ്ബ് നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്ന സമയത്ത് നമ്മൾ അപ്പോഴും റബ്ബിനോട് എന്താ പറയാറ്? എന്തിനാ റബ്ബെ നീ എനിക്ക് ഇങ്ങനെ ഒരു ജന്മം തന്നെ? നീ എന്തിനാ ഈ ഭൂമിയിൽ എന്നെ ഇട്ടിരിക്കുന്നത്? എന്തിനാ ഇത്രയും വലിയൊരു ടാസ്ക് ആയിട്ടുള്ള ജീവിതം എനിക്ക് തന്നില്ല? എന്റെ കൂട്ടുകാര്, എന്റെ ഫ്രണ്ട്സ്, അവർക്കൊക്കെ നല്ല ഫാമിലി ഉണ്ട്, നല്ല കാശുണ്ട് കയ്യില്, നല്ല ഹാപ്പി ലൈഫാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങളെ കൂടെ ഇരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് അത്രയും ഹാപ്പിയിൽ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഫാമിലിയിലുള്ളവരോടോ, അടുത്തറിയുന്നവരോടോ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോടോ, ആരോടെങ്കിലും? നമ്മുടെ മെന്റൽ ഹെൽത്തിന് നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത്, അത് രാവിലെ എണീക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മോർണിംഗ് നമ്മൾ കാണുന്ന ഒരു വൈബുണ്ട്, മോർണിംഗ് കിട്ടുന്ന നമുക്കൊരു വൈബുണ്ട്, അതിനെ നമ്മൾ പോസിറ്റീവാക്കി എടുക്കാം. നൈറ്റിൽ കിടക്കുന്ന സമയത്തും ഓരോ കാര്യങ്ങളോടും നമ്മൾ നന്ദി പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പകയും പോസിറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ഇനി അത് ലൈഫിലേക്ക് തിരിച്ച് പിടിക്കാത്ത രൂപത്തിലേക്ക് നമ്മൾ നല്ലൊരു സ്ലീപ്പിംഗ് ടൈമിലേക്ക് പോവാം. അതുപോലെ ഫുഡിന്റെ കാര്യങ്ങളാവാം, നമ്മുടെ മറ്റെന്തെങ്കിലും ഫൈനാൻഷ്യൽ കാര്യങ്ങളോ, നമ്മുടെ ബോഡി വീക്ക് ആവുന്ന മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കാം, ഞാനിപ്പോ പോകുന്നത് എന്റെ ട്രാക്കിൽ എവിടെയോ ഒന്നും കൂടെ ഉഷാറാവാൻ വേണ്ടിയിട്ടാണ്, ഒന്നുകൂടെ എനിക്ക് നല്ല രീതിയിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറഞ്ഞ കാലത്ത് സമയത്ത് ഈ കുറഞ്ഞ ലൈഫിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് സമയത്ത് നമ്മൾ ഹാപ്പി ആവാൻ തയ്യാറല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഇടയിലോ, ഫ്രണ്ട്സിന്റെ ഇടയിലോ, കോളേജിലൊക്കെ നമ്മൾ ഹാപ്പി ആയിട്ട് വല്ല യൂണിയന്റെ കൂടെ ക്ലാസ് കൊടുക്കുന്നവരായിട്ട്, അതല്ലെങ്കിൽ നമ്മൾ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളെന്ന് ഉറപ്പ് വരുത്തിയിട്ട് എന്താ കാര്യമുള്ളത്? ലൈഫ് എന്ന് പറയുന്നത് ഒരു സമയം വരെ നല്ല ഭംഗിയാണ്, ഒരു സമയം കഴിഞ്ഞാൽ ലൈഫിന് ഭംഗിയില്ല. കാരണം നമുക്കൊരു സമയമുണ്ട്, ആ സമയത്ത് നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ നിറവേറ്റണം. ആ ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റ് കൊടുക്കണം. ഈ റെസ്റ്റ് കൊടുക്കേണ്ട സമയത്തിനാണ് നമ്മൾ ഇപ്പോൾ റൺ ചെയ്യുന്നത്. വാക്കുകൾ കൊണ്ടും പഠനങ്ങൾ കൊണ്ടും നമ്മളെ ലൈഫിൽ വരുന്ന പല കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്തുകൊണ്ടും പോസിറ്റീവ് വശങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ടും നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുക. അതെന്താന്ന് വെച്ചാല് ഓരോ പാഠങ്ങളാണ്. മൈൻഡ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന സാഹചര്യം. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാണ്, ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളൊക്കെ ചേർത്ത് പിടിക്കാൻ ഇവിടെ എല്ലാവരും ഉണ്ട്, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. നിങ്ങളുടെ ചെറിയ കാര്യങ്ങൾക്ക് ഞങ്ങളെ മെസ്സേജ് ആക്കാം. ഇനി വലിയൊരു കാര്യമാണ് നിങ്ങൾ പൊട്ടി ആർത്തുല്ലസിച്ച് കരയുക, അല്ല സോറി, നിങ്ങൾ ഭയങ്കര അമിതമായിട്ട് കരയുക, അതുപോലെ റൂം എന്നില്ല, വീടെന്നില്ല, പുറമേ എന്നില്ല, സൊസൈറ്റി എന്നില്ല, ഫ്രണ്ട്സ് എന്നില്ല, അവരുടെ ഇടയിൽ ഭയങ്കര മോശമായിട്ട് പെരുമാറുക. അവർ തന്നെ നമ്മളോട് ഇങ്ങോട്ടേക്ക് പറയും, പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ, ആളാകെ മാറിപ്പോയല്ലോ എന്നൊക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക നമ്മുടെ ബിഹേവിയർ, അതിപ്പോ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകൾ, നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ആളുകൾക്കൊക്കെ നമ്മൾ അവരുടെ ഒരു ഇമ്പോർട്ടന്റ് ഘടകമായിട്ട് മാറണം. നമ്മുടെ പേര് അവരുടെ ലൈഫിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അവർക്ക് ചെയ്തേ പറ്റും. കാരണം നമ്മളോട് വിശ്വാസം കൊണ്ട് മാത്രമാണ് അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു തരുമെന്ന് ചോദിക്കുന്നത്. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലേണ്ടതാണ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ആളുകൾ. എന്ന് RC ക്ലിനിക്കൽ സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ക്ലിനിക്കലി സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ള RC സർട്ടിഫിക്കറ്റോട് കൂടിയിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അവർക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നമ്മുടെ മൈൻഡിൽ വരുന്ന തോട്ടുകൾ ക്ലിയർ ആവുന്നില്ല, എത്ര നിങ്ങൾ ശ്രമിച്ചിട്ടും നിങ്ങൾക്കൊന്നും മറക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഫൊർഗീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന് ഒരു രീതിയിലും നിങ്ങൾക്ക് പോസിറ്റീവ് ആവാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അതിന് ഞങ്ങൾ സൈക്കോളജിയിൽ മറ്റൊരു ടേംസ് യൂസ് ചെയ്യാറുണ്ട്. എപ്പോഴും തെറാപ്പി സെക്ഷൻ എന്ന് പറയും. ആ ഒരു തെറാപ്പി നമ്മൾ കൊടുക്കുന്നത്, സൈക്കോളജിക്കൽ തെറാപ്പികൾ നമ്മൾ കൊടുക്കുന്നത് അവരുടെ മെന്റലി അവർ ചിന്തിക്കുന്ന പല കാര്യങ്ങൾക്കും ഹീലിംഗ് കൊടുക്കുകയാണ്. അവർ പല കാര്യങ്ങളും പ്രിപ്പയർഡ് ആക്കി എടുക്കുകയാണ്, പുതിയ ലൈഫ് അവരിലേക്ക് കൊടുക്കുകയാണ്. അതിനും ഈ പറഞ്ഞ RC ഉള്ള സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് ഇന്ന് അത് ഈസി ആയിട്ട് ചെയ്തു തരാൻ പറ്റും. ഇനി അവിടെയും കഴിഞ്ഞ് നമുക്ക് ഇതിലൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, എനിക്കിതൊന്നും ഒരു സൊല്യൂഷൻ ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല, എനിക്ക് ഇതിലും കൂടുതൽ ഹെൽപ്പ് വേണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അപ്പോഴാണ് നിങ്ങൾ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോകേണ്ടത്. നമ്മൾ ഓരോരുത്തരും യുണീക്കാണ്, നമ്മുടെ ഓരോരുത്തരുടെ കയ്യിൽ ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്, ഒരുപാട്
റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമ്മൾ ചെയ്യുന്ന ഒരുപാട് റെസ്പെക്റ്റുള്ള കാര്യങ്ങളുണ്ട്, ക്വാളിറ്റി ടൈം ഉണ്ട്, ക്വാളിറ്റി ലവ് ഉണ്ട്, നമ്മൾ നമുക്ക് കൊടുക്കേണ്ട അവയർനെസ് കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൊടുത്തിട്ടും പോസിറ്റീവായുള്ള വലിയ വലിയ സ്റ്റേജുകളിൽ എത്തി നിൽക്കുന്ന ആളുകളോട് ചോദിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവർ ചെയ്യുന്ന അവരുടെ ലൈഫിലെ പ്രധാനപ്പെട്ട കാര്യമാണ് അവർ അവരെ തന്നെ വിശ്വസിക്കേണ്ടത്. സെൽഫ് ലവ് എന്നൊക്കെ പറയും, സെൽഫ് ട്രസ്റ്റ് എന്നൊക്കെ പറയും. അതിന് നമ്മൾ അങ്ങോട്ടേക്ക് എത്തണമെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം നമ്മൾ പഠിച്ചെടുക്കണം. കാരണം ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കിയാലല്ലേ എനിക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതിനൊരു സൈക്കോളജിസ്റ്റ് ആവണ്ട, ഒരു സൈക്യാട്രിസ്റ്റ് ആവണ്ട, ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആവണ്ട. നിങ്ങളുടെ ഫാമിലിയെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടോ? നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ പറ്റിയ ഒരു ഗൈഡാണ്. നിങ്ങളുടെ ഫാമിലി നിങ്ങൾ പറഞ്ഞത് അനുസരിക്കുന്നുണ്ടോ? ചെറിയ ഏജിൽ തന്നെ നിങ്ങളുടെ ഫാമിലിയുടെ സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് കൊടുക്കേണ്ട സപ്പോർട്ട് എന്ന് പറയുന്ന ബാക്ക് ബോൺ നിങ്ങളാണോ? അവിടെ നിങ്ങൾ സെക്സ് ആവാണ്. ലൈഫ് കുറഞ്ഞ കാലേ ഉള്ളൂ. ഞാൻ ഇതിനു മുന്നേ ആവർത്തിച്ചു, ലൈഫ് കുറഞ്ഞ കാലേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ചിരിക്കുന്നത് ഉള്ളിൽ തട്ടിയുള്ള ചിരിയാണെങ്കിൽ ഓരോ മനുഷ്യരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ ഭൂമിയിൽ ചതിക്കുന്നവരും അതുപോലെ തന്നെ ഒറ്റപ്പെടുന്നവരും എലോണാക്കുന്നവരും ട്രസ്റ്റ് ഇല്ലാത്ത ലൈഫിലൂടെ കടന്നു പോകുന്നവരൊക്കെ ക്രിയേറ്ററോട് നന്ദിയില്ലാത്തവരാണ്. നമ്മുടെ സൃഷ്ടാവിനോട്, നമ്മുടെ ദൈവത്തിനോട് നന്ദിയില്ലാത്തവരാണ്. ദൈവത്തെ ഓർക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തെ പേടിക്കുന്നുണ്ടെങ്കിൽ, ഭയഭക്തി ഉണ്ടെങ്കിൽ, സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ സംഭവമൊക്കെ നമ്മുടെ എവിടെയെങ്കിലും ഇംപ്ലിമെന്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇനി അതിൽ ഒരു എക്സ്പീരിയൻസ്, ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്യാം. കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ വരെയൊക്കെ ഞാൻ ഭയങ്കര പേടിയുള്ള ആളായിരുന്നു. എന്റെ ലൈഫിൽ ഞാൻ വിശ്വസിച്ചിരുന്ന, ഞാൻ പഠിച്ചിരുന്ന, എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകന്റെ കയ്യിൽ നിന്ന് അത്രയും വലുതായിട്ട്, അത്രയും മോശമായിട്ടുള്ള ഒരു കാര്യം എന്റെ ലൈഫിലേക്ക് വന്നത് മുതൽ ഞാൻ സ്റ്റോപ്പായി. നന്നായിട്ട് റീഡ് ചെയ്യുന്നു, നന്നായിട്ട് റൈറ്റ് ചെയ്യുന്നു, നന്നായിട്ട് വരക്കുമായിരുന്നു, ഒരു മെഹന്തി ആർട്ടിസ്റ്റ് ആയിരുന്നു, അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിരുന്നു, നന്നായിട്ട് അന്നേ ഞാൻ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് എന്ന് എല്ലാവരും പറയുമ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്തായിരുന്നു. എനിക്കതിലുള്ള കഴിവൊന്നുമില്ലെന്ന് ഞാൻ പലപ്പോഴും പറയായിരുന്നു. ഇന്ന് കുഞ്ഞു കുട്ടികളുടെ ഒരു ഗൈഡാണ് ഞാൻ. സൈക്കോളജി കഷ്ടം നോക്കുകയാണെങ്കിൽ പാരന്റ്സ് എന്ന് പറയുന്ന ആളുകളുടെ ഒരു ഗൈഡാണ് ഞാൻ. അതിന് എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പലരുടെയും പോസിറ്റീവായുള്ള മെസ്സേജുകളും പലരുടെയും ചേർത്ത് പിടിക്കൽ അവരുടെ കൂടെ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത ഒരു എഫേർട്ട് ഉണ്ട്. എവിടെയും എത്താൻ പറ്റില്ല എന്ന് എന്നോട് പറഞ്ഞിരുന്ന ആളുകളാണ് ഇന്ന് എന്റെ കൂടെ ഇരിക്കുന്നത്. എന്റെ ഈ ക്ലാസ്സുകൾ കേൾക്കുന്നതിൽ പല ആളുകളും, അതല്ലെങ്കിൽ എന്റെ ഫാമിലി തന്നെ ഒരുപാട് ആളുകൾ ജോയിൻ ആയിട്ടുണ്ട്. അവര് ശരിക്കും ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് വണ്ടർ അടിച്ചു പോയ സാഹചര്യം അഫ്സറിന്റെ സെക്കൻഡ് സെക്ഷനിൽ നിന്നാണ്. അന്ന് മുതൽ ഞാൻ എന്റെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തി. അഫ്സർ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. അവിടെ ഒരു തസ്നിമ ഉണ്ടായിരുന്നു, മെഡിറ്റേഷൻ കോച്ച്. അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് നല്ല പോസിറ്റീവുള്ള റിപ്ലൈസ് കിട്ടി. ഞാൻ അങ്ങോട്ട് ജീവിക്കാൻ ആരംഭിച്ചു. എന്റെ കയ്യിലുള്ള പുസ്തകത്തില് എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ എഴുതി പിടിപ്പിക്കാൻ പഠിപ്പിച്ചു. ഒരു ഹാപ്പിനെസ് ജാർ എന്റെ കയ്യിലുണ്ട്, ഒരു ചെറിയ ബക്കറ്റ്. നമ്മുടെ ടു ഡു ലിസ്റ്റ് പോലെ തന്നെ എന്റെ ഹാപ്പിനെസ് ജാറിൽ ഞാൻ എന്റെ ഓരോ ദിവസത്തെയും എനിക്ക് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ അതിൽ എഴുതി വെക്കും. എന്നിട്ട് ഞാൻ എന്റെ ഹാപ്പിനെസ് സ്റ്റാറിൽ ഒന്ന് ബോക്സ് ചെയ്ത് വെക്കും. വല്ലാണ്ട് നെഗറ്റീവ് വരുന്ന സമയത്ത് ഞാൻ അതിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കും. നിങ്ങളൊന്നും കരുതുന്ന പോലെ ഭയങ്കര അടിപൊളിയുള്ള ലൈഫൊന്നും അല്ല ഞങ്ങളുടെ ആരുടേതും. എനിക്ക് ഒരുപാട് അസുഖങ്ങൾ വന്നിട്ട് ഞാൻ അഫ്സറിന്റെ ഒക്കെ ലൈഫ് പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇതേ സാഹചര്യത്തിലൂടെ പോയൊരു പെൺകുട്ടിയെ ഞാൻ. പില്ല് കഴിച്ചിട്ടും എന്റെ ഫാമിലിയുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം ഇന്നും ജീവിച്ചിട്ട് ഇവരുടെ വരെ എത്തിയൊരു പെൺകുട്ടിയാണ് ഞാൻ. കാരണം പല അസുഖങ്ങളും പല രീതിയിലും പിടിക്കപ്പെട്ട പെൺകുട്ടിയാണ്. അതിനൊക്കെ ഒരൊറ്റ കാരണം ഉണ്ടായിരുന്നു, എന്റെ ട്രോമ. എന്റെ ഉള്ളിൽ ചൈൽഡ്ഹുഡിൽ കയറി അല്ലെങ്കിൽ എന്റെ എഡോളസൻ സമയത്ത് എന്റെ മൈൻഡിൽ കയറി ട്രോമ. ഒരാൾക്കും ഇന്നേ ഇതുവരെ അത് പുറത്തെത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ യുണീക് ഫെസ്റ്റ് ആണ്. അന്ന് അവിടെ വ്യക്തി മാമും അഫ്സറും ഒരേപോലെ എന്നെ ചേർത്ത് പിടിച്ചു. ഒരിക്കൽ പോലും ഞാൻ കാണാത്ത മനുഷ്യരായിരിക്കും ചിലപ്പോൾ എന്റെ പോസിറ്റീവ് വശം എന്നിലേക്ക് എത്തിച്ചു തരിക. എന്റെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടി ജീവിക്കണം. സൈക്കോതെറാപ്പി എന്ന് പറയുന്നത് പലർക്കും നമുക്ക് അറിയേണ്ട കാര്യമാണ്. നമ്മുടെ മൈൻഡിനെ ഹീലിംഗ് ചെയ്യുന്ന സംഭവമാണ്. നമ്മുടെ മൈൻഡ് ഹീലാക്കുന്ന ഒരു കാര്യമാണ്. അത് എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചവരൊക്കെ ഞാൻ ജോയിൻ ചെയ്യുന്ന ഒരുപാട് സെക്ഷൻസ് ആണ് നമുക്ക് സൈക്കോതെറാപ്പി തരുന്നത്. അപ്പൊ അതുപോലെ തന്നെ സൈക്കോതെറാപ്പി ചെയ്യുന്ന ആളുകൾക്ക് അറിയാം എന്താണ് ഈ സൈക്കോതെറാപ്പി, സൈക്കോളജിക്കൽ വെർഷൻ എന്താണ്, അതിന്റെ ടേംസുകൾ എന്തൊക്കെയാണ്, എന്തെല്ലാം സിംറ്റംസുകളാണ് എന്നൊക്കെ അറിയാം. പക്ഷെ ആരും സൈക്കോളജി അല്ലെങ്കിൽ ഒരു സൈക്കോ ആണ് എന്നല്ല പറഞ്ഞുകൊണ്ട് കേട്ടോ, ഒരാളും സൈക്കോ ആണ് എന്നല്ല പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒക്കെ ഈ ഒരു തലയുടെ ഉള്ളിൽ ആവശ്യത്തിൽ കൂടുതൽ നെഗറ്റീവായുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണ്. ഒരു മനുഷ്യർക്ക് എന്തെങ്കിലും നല്ലത് വന്നാൽ അവനിൽ കൂടുതൽ വേണം എന്ന് ആഗ്രഹിച്ചു പോകുന്ന നമുക്ക് എന്റെ ഈ ഒരു ബോഡി അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ദൈവം എനിക്ക് അല്ലെങ്കിൽ പടച്ചിൽ തന്നിട്ടുണ്ട്, അത് ഞാൻ എങ്ങനെ യൂസ് ചെയ്യണം, ഞാൻ ആർക്ക് വേണ്ടി അത് യൂസ് ചെയ്യണം, ഞാൻ എപ്പോ എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഹാപ്പി ആവണം, ഞാൻ എവിടെ മുതൽ എനിക്ക് ജീവിച്ചു തുടങ്ങണം എന്ന് നിങ്ങളെ മൈൻഡിൽ കയറുന്നുണ്ടോ അവിടെ മുതൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാണെങ്കിലും ജേർണലിംഗ് ആണെങ്കിലും നിങ്ങളുടെ മറ്റെന്ത് പോസിറ്റീവായുള്ള തോട്ട്സുകളാണെങ്കിലും നിങ്ങൾ എഴുതി വെക്കുന്നതും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ
നിങ്ങൾക്ക് ഒരു പ്ലസ് പോയിന്റ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഇറങ്ങണം. പറയാനും ക്ലാസ് തരാനും പഠിപ്പിക്കാനും കൂടെ ഇരിക്കാനൊക്കെ ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത്. ഒരാളും ഒരാളെയും കേട്ടിരിക്കുന്നില്ല എന്ന് തോന്നൽ നിങ്ങൾ മാറ്റണം. നിങ്ങളെയൊക്കെ കേട്ടിരിക്കാൻ, നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളും ഒരുപാട് ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. അവരെ ചേർത്ത് പിടിക്കാം. നിങ്ങളുടെ സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് പറയാം. നിങ്ങൾക്ക് സൊല്യൂഷൻ വേണമെങ്കിൽ അവരോട് ചോദിക്കാം. ഞാനും നിങ്ങളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഈ ഒരു കുഞ്ഞു കാലയളവില് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിനിടയിൽ എത്ര നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് നിങ്ങൾക്കറിയോ? ഒരു ദിവസം നല്ല ഫുഡ് നിങ്ങൾ കഴിക്കുന്നുണ്ടോ? അവിടെ നിങ്ങൾ ഹാപ്പി അല്ലേ? കുറച്ച് വെള്ളം നിങ്ങൾ കുടിക്കാൻ കിട്ടുന്നുണ്ടോ? അവിടെ നിങ്ങൾ ഹാപ്പി അല്ലേ? ഒരു വീട് നിങ്ങൾക്ക് കിടക്കാൻ ഉള്ളതുണ്ടോ? വീട്ടിലുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വീടുണ്ടോ? നിങ്ങൾ കിടക്കുന്ന വീട്ടിൽ നിങ്ങൾക്ക് റെസ്റ്റ് കിട്ടുന്നുണ്ടോ? സമാധാനത്തോടുകൂടി കിടക്കാൻ പറ്റുന്നുണ്ടോ? അവിടെ നിങ്ങൾ ഹാപ്പി അല്ലേ? പിന്നെ നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കണം? നമ്മൾ ആരെയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്? നിങ്ങൾ ഫൈനാൻഷ്യലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രീഡം വേണം, എനിക്ക് കാശ് കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്റേതായിട്ടുള്ള കാശ് വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ സ്കിൽ എന്താണെന്ന് കണ്ടുപിടിക്കാം. മെന്റലി ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാം. അവൾ അങ്ങനെ പോകുന്നുണ്ട്, ഇവളിങ്ങനെ പോകുന്നുണ്ട്, അവൾക്ക് അത് പറ്റുന്നുണ്ട്, ഇവൾക്ക് ഇത് പറ്റുന്നുണ്ട്, എനിക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? ഈ ക്വസ്റ്റ്യൻ നിർത്തി വെക്കാം. എനിക്ക് എന്താ പറ്റാത്തത് എന്ന് നിങ്ങൾ തനിയെ നിങ്ങളോടൊന്ന് ക്വസ്റ്റ്യൻ മാർക്ക്, ഒരു ചെറിയ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കാം. ഒരു നോട്ട് പുസ്തകത്തിൽ ഒന്ന് എഴുതി നോക്കാം, എന്നെ കൊണ്ട് പറ്റാത്തത് എന്താണ്? സംസാരിക്കാൻ പറ്റുന്നില്ലേ? മറ്റൊരാളെ കേട്ടിരിക്കാൻ പറ്റുന്നില്ലേ? ഒരാൾക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നില്ലേ? എനിക്ക് ഡീപ്പായിട്ട് ചിരിക്കാൻ പറ്റുന്നില്ലേ? മറ്റൊരാളുടെ കാര്യം എനിക്ക് നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് അതിനൊരു സൊല്യൂഷൻ ഞാൻ കൊടുക്കുന്നുണ്ടോ? ഒരുപാട് പേരുടെ ഇടയിൽ ഈ ഷമീമ എന്ന പേര് ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പേരുടെ ഇടയിൽ അഫ്സൽ എന്നുള്ള അഫ്സലിന്റെ പേര് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലേക്കൊക്കെ ഞാൻ എത്തിയിട്ടുള്ളത് എന്റെ ജീവിതം കൊണ്ടാണ്. സാർ എത്തിയിട്ടുള്ള സാറുടെ ഒരുപാട് എഫേർട്ടുകൾ കൊണ്ടാണ്. പഠനം നിങ്ങൾക്ക് കൊണ്ടുപോകാം, ലൈഫ് നിങ്ങൾ കൊണ്ടുപോകാം, നല്ലൊരു പാരന്റ് ആയിട്ട് നിങ്ങൾക്ക് യാത്ര തുടങ്ങാം. വിദേശത്തുള്ളവരാവാം, നാട്ടിലുള്ളവരാവാം, നല്ലൊരു ആൺകുട്ടിയായിട്ട് നല്ല ജോലിയോട് കൂടി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഓരോ സമയവും നിങ്ങൾക്ക് നല്ല ബ്യൂട്ടി ടൈം ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഓരോ കാര്യങ്ങളും അതിനൊരു ബ്യൂട്ടി സ്റ്റാക്ക് നിങ്ങൾക്ക് മാറ്റാം. പക്ഷെ അത് ഒരു മോഡലിംഗ് ആക്കി നിങ്ങളുടെ ലൈഫിലേക്ക് പ്രൊഫഷൻ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് നല്ല സ്ട്രോങ് ആയിരിക്കണം. എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ലൈഫ് നിങ്ങളുടെ ഉള്ളിൽ വേണം. ഏതൊരു സാഹചര്യത്തെയും മറികടക്കാനുള്ള, ഓവർകം ചെയ്യാനുള്ള മെത്തേഡ്സുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അപ്പുറത്തൊരു വലിയ വീടുണ്ട്. ആ വീട്ടില് ഒരുപാട് വണ്ടികളും ഒരുപാട് വാഹനങ്ങളും, ആ വീട്ടിലുള്ളവർക്ക് നല്ല സുഖമുള്ള ലൈഫാണ്. നമ്മൾ കാണുന്നവര് പുറത്തേക്ക് നമ്മൾ ഇങ്ങനെ ഗസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ഇങ്ങനെ കമ്പയർ ചെയ്യണം. അവരുടെ വീട് നോക്കി, അവരുടെ ലൈഫ് നോക്കി, അവരുടെ എല്ലാ സുഖ സൗകര്യങ്ങളും നോക്കി. നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? നമ്മളും പഠിച്ചതിനോട് പറയുന്നില്ലേ, ചോദിക്കുന്നില്ലേ, എന്താ അവര് തരാത്തെ? അപ്പൊ നിങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്, എനിക്ക് അതൊക്കെ ഒറ്റയടിക്ക് കിട്ടിയാൽ ഞാൻ എല്ലാവരെയും പെട്ടെന്ന് മനസ്സിലാക്കൂ, ചേർത്ത് പിടിക്കോ? അതോ ഇപ്പോഴുള്ള ഫ്രണ്ട്സിൽ നിന്ന് ഞാൻ വൈകിട്ട് വേറെ ഫ്രണ്ട്സിലേക്ക് പോകുമോ? എന്റെ ഫാമിലി ഞാൻ എലോൺ ആക്കുമോ? എന്റെ വീട്ടിൽ പ്രായം ചെന്നിരിക്കുന്ന പാരന്റ്സിനെ അപ്പൊ എനിക്ക് നോക്കാനൊരു ബുദ്ധിമുട്ട് വരുമോ? എനിക്ക് ഈ മോഡൽ പോരാതെ മദ്യം മറന്ന് ഞാൻ ജീവിക്കും. എന്റെ ഇപ്പോഴുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കുറ്റം പറയും. പടച്ചോൻ തന്നെ പറയുന്നുണ്ടല്ലേ, പല ചരിത്രങ്ങളിലും നബിയുടെയും അല്ലെങ്കിൽ മറ്റു ഒരുപാട് ആശയങ്ങൾ വരുന്നുണ്ട്. എല്ലാവരുടെയും രാമായണം ആവാം, ക്രിസ്ത്യൻസിന്റെ ബൈബിൾ ആവാം, മുസ്ലിംസിന്റെ ഖുർആൻ ആവാം, ഇതൊക്കെ വരുന്നുണ്ട്. ഒരു മനുഷ്യൻ മനുഷ്യനായിരിക്കുന്നത് അവരെ ക്രിയേറ്റ് അല്ലെങ്കിൽ അവരെ ഭൂമിയിലേക്ക് ഇട്ടിരിക്കുന്ന ആളോട് എല്ലാം ചോദിക്കാൻ അവരോട് കടപ്പെട്ടിരിക്കുന്ന സമയത്താണെന്ന്. നമ്മുടെ ലൈഫിൽ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നല്ല, ഭൂമിയിൽ വന്നതിന് ശേഷമല്ല. എന്ന് മുതൽച്ചാണോ നമ്മൾ കറക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടി ജീവിക്കാൻ പഠിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സെൽഫിനെ നമുക്ക് വേണ്ടി നമ്മൾ ഒരു നല്ല രീതിയിൽ നല്ല സ്ട്രക്ചർ ഇട്ടുകൊണ്ട് നല്ലോണം ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് മറ്റുള്ളവർക്കിടയിൽ അവരുടെ സൊല്യൂഷൻസ്, പ്രശ്നങ്ങൾക്ക് പോലും സൊല്യൂഷൻ കൊടുക്കാൻ നമ്മൾ എന്ന് മുതൽച്ചാണോ മുക്തിയോ അല്ലെങ്കിൽ നമുക്കൊരു മുക്തി കിട്ടുന്നത്? നമ്മളെല്ലാം എല്ലാ കാര്യങ്ങളും ലൈഫിൽ ഏറ്റെടുത്ത് പ്രശ്നങ്ങളൊക്കെ വന്ന് അതൊക്കെ സോൾവ് ചെയ്ത് എന്നാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം, ദാ ഈ കൂളാവും, കേട്ടിരിക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ, ഞങ്ങളൊക്കെ ഇന്ന പ്രശ്നങ്ങൾ കഴിഞ്ഞ് വന്നവരാണ്, ഇന്ന രീതിയിലൂടെ സഞ്ചരിച്ചവരാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമ്മൾ ഒന്നിനും തയ്യാറാവാണ്ട് മറ്റുള്ളവരോട് നീ നന്നാവും, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളോട് നീ അങ്ങനെ ആയ പോരാ, നീ ഇവളെ പോലെ ആവണം, നീ അവളെ പോലെ ആവണം, അവർ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ, അവർ ഇന്ന സ്കൂളുകളിലാണല്ലോ എന്നൊക്കെ നമ്മുടെ ഹസ്ബൻഡ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന സമയത്തും അവരുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾക്ക് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുന്ന സമയത്തും നമ്മുടെ മക്കളെ മനസ്സിലാവാതെ പോകുന്ന സമയത്തൊക്കെ ഓരോ ആണും ഓരോ പെണ്ണും ചോദിക്കുക, അവനോട് തന്നെ ചോദിക്കുക, നിങ്ങളുടെ ഉള്ളില് അഹങ്കാരം എന്ന് പറയുന്ന സംഭവം, അതല്ലെങ്കിൽ സംശയം എന്ന് പറയുന്ന സംഭവം മുള പൊട്ടുന്നുണ്ടോ എന്നുള്ളത് അതൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. പലപ്പോഴായിട്ട്, ഒരു സമയത്തല്ല, പലപ്പോഴായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. കാരണം നമ്മുടെയൊക്കെ ഈ ജീവിതത്തില് പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നാ നമ്മുടെ തൊട്ട്. എനിക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, എനിക്ക് പോസിറ്റീവായുള്ള ഒരു കാര്യങ്ങളും ഇല്ല, ഞാൻ പോസിറ്റീവായിട്ട് ജീവിക്കില്ല, എന്നെ കൊണ്ട് അതിന് പറ്റണില്ല എന്നൊക്കെ പറയാറുണ്ട് ഇല്ലേ? ഞാനും പറയാറുണ്ട്, ഞാനും പറഞ്ഞിരുന്നു, ഇന്ന് പറയാറില്ല കേട്ടോ. പക്ഷെ ഇന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഈ ഒരു സമയം മുതൽച്ചിട്ട് നിങ്ങൾ നിർത്തിവെക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാം, നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങാം. വയസ്സ് എത്രയാവട്ടെ, നമ്മുടെ ജീവിതത്തിലേക്ക് നല്ലത് സംഭവിക്കാൻ ഏജ് ലിമിറ്റ് ഇല്ല. ഒരു ഗൈഡ് ശരിക്കും നമ്മുടെ ലൈഫിൽ വേണം എന്നില്ല. നല്ലൊരു ഗൈഡ് എന്ന് പറയുന്നത് നമ്മുടെ പാരന്റ്സ് ആണ്.
ഇനി അവര് കുറച്ച് ഹോൾഡ് ആണെന്നുണ്ടെങ്കിൽ അവര് നല്ല പാഷനറ്റ് അല്ലെങ്കിൽ കുറച്ച് നല്ല ഒഫീഷ്യൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ നമ്മൾ പറയല്ലോ ഒരാളുടെ ഇടയിൽ കുറച്ച് ഹൈപ്പിട്ട് ഭയങ്കര ഹൈപ്പിട്ട് സംസാരിക്കാന്നൊക്കെ പറയും. ചില ആളുകൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്, എന്നെ കൊണ്ട് അത് പറ്റാറുണ്ട്. ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്ന 2-3 ആളുകൾ എന്റെ ഫ്രണ്ട്സ് ആണ്. അവർക്കറിയാം കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ 41 സ്റ്റേജുകളാണ് ഞാൻ കവർ ചെയ്തത്. ഇപ്പൊ ലാസ്റ്റ് ഞാൻ കവർ ചെയ്തത് നമ്മുടെ കാസർഗോഡ് വരുന്ന ന്യൂഡിയ കോളേജാണ്. ഞാൻ അഫസറോട് പറഞ്ഞിരുന്നു. അവിടെയൊക്കെ പോയപ്പോഴും എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്താണെന്നറിയോ? അവരൊക്കെ എന്നോട് പറഞ്ഞത് ഇത് നിങ്ങൾക്ക് ഒന്നും ഇല്ലേലും നന്നായിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ, നിങ്ങൾ പിന്നെ എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ നോക്ക് ഒരാളുടെ അപ്രിസിയേഷൻ ആണ്. പക്ഷെ ഞാൻ അപ്പൊ അവരോട് പറഞ്ഞെന്നോ, എനിക്കത് അറിയാം, എനിക്ക് സംസാരിക്കാൻ സ്കിൽ ഉണ്ടെന്ന് എനിക്ക് അറിയാം. പക്ഷെ ഞാൻ സ്റ്റെക്കായ ഒരു സമയം ഉണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ ഓവർകം ചെയ്ത് ഇവിടം വരെ എത്തണ്ടേ. അപ്പോഴും എനിക്ക് ക്വസ്റ്റ്യൻസ് ആ, എന്തുകൊണ്ട് നിങ്ങൾ വീഡിയോ എടുക്കുന്നില്ല, നിങ്ങൾ റീൽസ് എടുക്കുന്നില്ല, നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നില്ല? അന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ട് സമയമുണ്ട്. എന്റെ ഉള്ളിലെ കാര്യങ്ങൾ എനിക്ക് ഒരാളോടെങ്കിലും ഷെയർ ചെയ്തിട്ട് എന്നാണോ ഞാൻ തളരാണ്ട് മുന്നോട്ടേക്ക് യാത്രക്ക് തയ്യാറാവുന്നത്, എന്റെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ തരാൻ പറ്റുന്ന നല്ലൊരു ഗൈഡ് എന്നാണോ എന്റെ ലൈഫിൽ വരുന്നത്, അന്ന് മുതൽ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു. അത് ഞാൻ എന്റെ വാ തുറന്ന് ഒരു അതല്ലെങ്കിൽ ഒരു ക്ലാസ് ഇപ്പൊ ഇരിക്കുന്ന നമ്മുടെ മാജിദി യൂണിക്നെസ്സസ് എന്ന് പറയുന്ന അഫ്സൽ സാറിന്റെ 2ാമത്തെ പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞു വരാം, സാർ ഇന്ന് മുതൽ ഞാൻ എനിക്ക് ജീവിക്കും. സാർ എനിക്ക് എന്റെ ഉള്ളിലുള്ള ട്രോമയെ ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട്. മരണം എന്നത് എന്താണെന്ന് ശരിക്കും അനുഭവിച്ച കുട്ടിയാണ് ഞാൻ. അതിന്റെ ഓരോ പെയിനും നമ്മുടെ ഓരോ ഞരമ്പുകൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ഒരു വേദനയില്ലേ, അതുപോലെ എന്റെ ലൈഫിൽ നീറി 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 ഇല്ലാതായ പെൺകുട്ടിയെ ഞാൻ. എനിക്ക് വേണ്ടി ജീവിതം എനിക്ക് വേണ്ടാന്ന് തോന്നിയ പെൺകുട്ടിയെ ഞാൻ. പക്ഷെ ഒരു സമയത്ത് ഇപ്പോ അഫ്സൽ സാറായിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടായിട്ട് ഞാൻ ജീവിക്കുന്നില്ല, ഞാൻ എന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത്? എന്റെ മോൾക്കൊരു സൂപ്പർ മമ്മി ആവണമെങ്കിൽ അല്ലെങ്കിൽ സൂപ്പർ ഉമ്മയാവണമെങ്കിൽ, എന്റെ ഹസ്ബൻഡ് നല്ലൊരു ഭാര്യ ആവണമെങ്കിൽ, അവരുടെ ഫാമിലിക്ക് നല്ലൊരു സപ്പോർട്ടുള്ള ഒരു മരുമോളാണെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കണം. എന്നിലെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ എന്റെ ഉള്ളിലെ വിഷമങ്ങൾ എന്തുകൊണ്ട് ഒരു മനുഷ്യൻ ചോദിക്കുന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് എനിക്കുണ്ടായിരുന്നു. അത് ചോദിക്കാൻ ഇന്നിലേക്ക് എത്തിയ ഒരാളാണ് മിസ്സസ് സാർ. അതിനുശേഷം അൽഹംദുലില്ലാ ഞാൻ ഇപ്പൊ ഇതാ ഈ ഒരു സ്റ്റേജിൽ നിൽക്കാം. ലാസ്റ്റ് ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്റ്റേജാണ് സാറിന്റെ യൂണിക്നെസ് ഫെസ്റ്റിൽ അല്ലെങ്കിൽ സാറിന്റെ ഈ ഒരു പ്രോഗ്രാമിൽ മറ്റുള്ളവർക്ക് ക്ലാസ് കൊടുക്കാനുള്ള ഒരു സീറ്റ് എനിക്ക് കിട്ടിയിരിക്കുകയാണ്. മരുമകൾ എന്നുള്ള പേര്, മകൾ എന്നുള്ള പേര്, കഴിവ് കിട്ട ഒരു പേരക്കുട്ടി എന്നുള്ള പേര്, ഞങ്ങളുടെ മലപ്പുറം നാട്ടിലേക്ക് മലപ്പുറം ജില്ലയിലേക്ക് പറയുന്ന പേരുകൾ അതൊക്കെ കേട്ടോ. അതല്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ സമയം, 10th കഴിഞ്ഞതിന് ശേഷം വെറും പൊട്ടിയാണ് എന്ന് പറഞ്ഞ സമയമൊക്കെ എന്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. ആ ഞാൻ തന്നെ ഈ പറഞ്ഞ ആളുകൾക്ക് അവരുടെ ഫാമിലി പ്രശ്നങ്ങള്, മക്കളുടെ വളർച്ചയിൽ വരുന്ന പ്രശ്നങ്ങള്, മക്കള് സബ്സ്റ്റൻസ് യൂസേജ് കൂടിയിട്ടുള്ള പ്രശ്നങ്ങള്, ഇതൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കുമ്പോൾ എനിക്കൊന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും എന്റെ കയ്യിലില്ല. പക്ഷെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ ചോദിക്കും എന്തിനാണ് അങ്ങനെ ചെയ്തത്. അതല്ലെങ്കിൽ എന്റെ ഒരു വോയിസ് മോഡുലേഷൻ ഉണ്ട്, അവർക്ക് കൊടുക്കുന്ന ഒരു വോയിസ് മോഡുലേഷൻ ഒരു വേവ് ലെങ്ത് ഒക്കെ ഉണ്ട്. അതിൽ ഞാൻ സംസാരിക്കുമ്പോൾ അവർ 1-2 സിറ്റിങ്ങിന് വന്നാൽ 3-ാമത്തതിൽ അവരെ ഹാപ്പിയാണ്. അത് ശരിക്കും ഞാനൊരു സൈക്കോളജിസ്റ്റ് ആവാൻ അതിലേക്ക് എത്തിയിട്ടൊന്നുമല്ല. ഒരു മനുഷ്യനെ മനസ്സിലാക്കാനുള്ള നല്ല ഒരു കഴിവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവിടെ മതി നമുക്ക്. അത് മതി നമുക്ക് ജീവിക്കാൻ. അത് ഏതൊരു മനുഷ്യനാവട്ടെ. ഒരുപാട് എഡ്യൂക്കേഷണൽ മനുഷ്യർ ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട്, അവരുടെ ബിഹേവിയർ ഓക്കെ അല്ലാന്ന് പറഞ്ഞിട്ട്. സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ 1, 2, 3, 4 സർട്ടിഫിക്കറ്റ് ആയിരിക്കില്ല, ഒരുപാട് സർട്ടിഫിക്കറ്റും 2-3 ഡിഗ്രി ചെയ്തവരും PG ചെയ്തവരൊക്കെ ആയിരിക്കും. അപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം? ഞാൻ ഒരാളുടെ ഇടയിൽ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് സംസാരിക്കില്ല, എനിക്കൊരു ഓപ്പൺ മൈൻഡ് അല്ല. ഞാൻ ആരോടും ചിരിക്കില്ല, കളിക്കില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞു, അത് എന്റെ ഭാര്യയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു അവർ ഒഴിവാക്കി. അല്ലെങ്കിൽ പാരന്റ്സ് ഇപ്പോഴാണ് ആ കുറ്റങ്ങൾ വരുന്നത്. ഒരാണ് അല്ലെങ്കിൽ ഒരു പെണ്ണ് മനസ്സിലാക്കുന്നത് അവളുടെ എഡ്യൂക്കേഷൻ പേർപ്പസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ടൈമും കഴിഞ്ഞ് ജോലി കിട്ടി ഒരു അറിയപ്പെടുന്ന സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ നാട്ടിൽ നല്ലൊരു ജോലിക്ക് കയറിയതിനു ശേഷം വരികയാണ്, ഒരു സിറ്റിങ്ങിന് വരികയാണ്. എന്താ അവരുടെ പരാതി? ഞാനായിട്ട് ജീവിക്കുന്നില്ല, എനിക്കൊന്ന് സംസാരിക്കാൻ വയ്യ, എനിക്ക് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല, എനിക്ക് ജീവിതത്തിൽ തന്നെ ഒന്നിനും ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവർ സംസാരിക്കാൻ ഇരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലൊക്കെ നോക്കി സംസാരിക്കാം. നമ്മുടെ കണ്ണിലേക്ക് അവർ ഐ കോണ്ടാക്ട് തീരെ കിട്ടില്ല, ബോഡി ലാംഗ്വേജ് ഓക്കെ ആയിരിക്കില്ല, ഫോണിൽ നോക്കി സംസാരിക്കാം, കൈ കെട്ടി സംസാരിക്കാം. അതുപോലെ തന്നെ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാം, നിന്നുകൊണ്ട് വെള്ളം കുടിക്കാം. ഇതെല്ലാം നമ്മുടെ ബോഡിക്ക് അത്രത്തോളം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൈക്കോളജിയിൽ അതിന് വേണ്ട രീതിയിൽ തന്നെ പഠനം നടത്തുന്നുണ്ട്. അതൊന്നും വേണ്ട, ഖുർആനിൽ നല്ല വൃത്തിയിൽ പറയുന്നുണ്ട് ഒരു മനുഷ്യനെ എവിടെ എങ്ങനെയായിട്ടിരിക്കണം, കിടക്കുന്ന ബെഡിൽ വരെ നമ്മൾ എങ്ങനെ കിടക്കണം എന്നുള്ളത്. നമ്മുടെ അഹങ്കാരത്തിന്റെ ഒരു ഗണിത പോലും പുറത്തേക്ക് വരാണ്ട് ഞാൻ എവിടെ എത്തിയിട്ടില്ല എന്ന് പറയുന്നതാണ് ലൈഫിൽ മരണം വരെ നമുക്ക് നല്ലത്. കാരണം നമ്മൾ എവിടെ എത്തുന്നില്ല, നമ്മൾ പോകുന്ന ഒരാളെ ഭൂമിന്റെ അടിത്തട്ടിലേക്ക് പോകുന്ന സമയത്ത് കൈ പിടിച്ചിട്ട് നീ കയറി വേണം, എന്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നത് ഒരു ത്രില്ലാണ്.
കുറഞ്ഞ കാലം കൊണ്ട് നമുക്കത് പറ്റും. ഈ ഗ്രൂപ്പിൽ തന്നെ അതിൽ സാർ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിലും തരാറുണ്ട്, അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നുള്ള ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ സാർ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് കേട്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്ക് പേരിരിക്കുന്ന ഒരു പുസ്തകം തന്നെയുണ്ട്. ഞാൻ അതിൽ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതെന്താ പറയുക, ആ മനുഷ്യൻ എന്നോട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ്. ഷിമ മാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്ക്, സക്സസ് ആയാലോ. ഇത് എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞോളൂ. ഇൻഷാല്ല നെക്സ്റ്റ് പ്രോഗ്രാമിന് സാറിന്റെ പേരിൽ ഞാനൊരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ പോവാണ്. അത് ഞാൻ ഇപ്പൊ ഇവിടെ ഓപ്പൺ ആക്കാനുള്ള കാരണം, ചെയ്ത വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു, പുസ്തകം ആയിട്ടുണ്ട്. ഞാൻ സാറോട് ക്ലാസ്സിലാണ് ഇപ്പൊ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് പറഞ്ഞു സാർ, ഞാൻ ഒരു സർപ്രൈസ് സാർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇൻഷാല്ല നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് പരിചയപ്പെടുത്താം. സാറിന് വേണ്ടി മാത്രം ഞാൻ മാറ്റി വെച്ചൊരു പുസ്തകമാണത്. കാരണം തളർന്നു പോയ എഴാൻ ഭൂമിയിൽ നിന്നും, അല്ലെങ്കിൽ ഈ മണ്ണിനടിയിൽ നിന്ന് എന്നെ വലിച്ചു കൊണ്ടുവന്ന ഈ നാനോടിക്ക് ഭൂമിയിൽ നമ്മൾ പുറത്തേക്ക് വരുന്ന പോലെ എനിക്കൊരു വഴി തന്നിട്ട് എനിക്ക് ജീവിതം തന്ന മനുഷ്യനാണ് അഫ്സൽ. എനിക്കൊരു ഹസ്ബൻഡ് ഉണ്ട്, ഒരു നല്ല സുന്ദരിയായ മകളുണ്ട്, നല്ലൊരു വലിയ ഫാമിലി ഉണ്ട്. പക്ഷെ എങ്ങനെ പോരായ്മകൾ കാണിച്ചു തന്നെ, എങ്ങനെ കുറ്റങ്ങളും കുറവുകളും മാറ്റിവെക്കാൻ പറഞ്ഞ് നീ അതിലേക്ക് ഫോക്കസ് ചെയ്യില്ല എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് എത്തിച്ച മനുഷ്യക്ക് ഒരു ചെറിയ സമ്മാനം എന്നെ കൊണ്ട് എന്റെ ബുദ്ധിയിലെ ദിവസം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ ഭയങ്കര കൈകളെ കുട്ടിയെ വേണം. അപ്പൊ നെക്സ്റ്റ് പ്രോഗ്രാമിന് ഞാനത് പബ്ലിഷ് ചെയ്യാൻ പോവാണ്. പേരും കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, നമുക്ക് അപ്പൊ വീഡിയോയിൽ കാണാം. എന്തായാലും നിങ്ങളോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, മൈൻഡിനെ ഡിസ്റ്റർബ് ആക്കാണ്ടിരിക്കാം. എത്ര വലിയ പ്രശ്നങ്ങൾ വരുമ്പോഴും ഒരാളെ കാണേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ പോലുള്ളവരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതല്ല നിങ്ങൾക്ക് തന്നെ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ, പെൺകുട്ടികൾ ഈ ഇൻസ്റ്റാ വീഡിയോയിലൊക്കെ ഞാൻ പലപ്പോഴും കാണാറുണ്ട്, തലയിണ കുത്തിപ്പിടിച്ച് കരയാറുണ്ട്, ബാത്റൂമിൽ കയറി കരയാറുണ്ട്, ആരോടും പറയാതെ കരയാറുണ്ട് എന്നൊക്കെയുള്ള കുറെ പോയിന്റ്സുകളൊക്കെ. ഞാനതൊക്കെ എന്റെ ലൈഫിൽ പൊരുതി 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 അവിടെ തോറ്റു പോയിട്ടാണ് ഞാൻ ലാസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ഒരു ബെഡ്റൂമിൽ കയറി തനിച്ചിരുന്ന് കാരണം നമുക്ക് വല്ലാണ്ട് റിലാക്സ് ഒന്നും കിട്ടില്ല. പിന്നെയും നമ്മുടെ ബോഡിയിലേക്ക് അത് വരും. ആ സ്റ്റേജ് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് നമ്മുടെ ബോഡിയിലേക്ക് വരും. നമ്മൾ ശരിക്കും ഭൂമിയിലെ ഒരു മിഷ്യനാണ്. അപ്പൊ ചെയ്തതിനെ കുറിച്ച് ഓർക്കാണ്ട് ഇനി അങ്ങോട്ടേക്ക് എനിക്ക് എങ്ങനെ പ്ലസ് ആയിട്ട് ചെയ്യാൻ പറ്റും, എനിക്ക് എങ്ങനെ ഭയങ്കര നല്ല ഹാപ്പി ആയിട്ട് എന്റെ ലൈഫ് ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ, എന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന കാര്യങ്ങൾ പുറത്തേക്ക് മറ്റുള്ളവരുടെ ഇടയിൽ എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അത് അവരുടെ സക്സസിനും എന്റെ സക്സസിനും എങ്ങനെ കാരണക്കാരായി മാറ്റിയെടുക്കാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ കുറഞ്ഞ സമയം ചിന്തിച്ചാൽ മതി. ഒരു ഷോപ്പിൽ പോകുമ്പോൾ ഷോപ്പിങ്ങിന് നമുക്ക് വല്ലാണ്ട് സമയം വേണ്ടിയില്ലേ? കാരണം ഇഷ്ടപ്പെട്ടത് എടുക്കാൻ, അതിന് ബില്ല് ചെയ്യാൻ, അത് എടുത്തല്ലേ ഇങ്ങനെ ഭംഗിയുണ്ട് നോക്കാൻ, അത് നമുക്ക് സെർച്ച് ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ ചെന്നാല് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒരു ഇവന്റിന് പോവാണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ തനിയെ നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ആരുടെങ്കിലും കാര്യങ്ങളും സമ്മതം വേണം. ഇത്ര ചിന്തിച്ചാൽ മതി. ലൈഫ് ഇത്രയേ ഉള്ളൂ. കുറഞ്ഞ സമയത്തിന് സ്റ്റക്ക് ആവാണ്ട് നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാം. എന്നാണോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുന്നത് അന്ന് മുതൽ നിങ്ങൾക്ക് സെക്സ് ആവാൻ പറ്റുള്ളൂ. ഈ സൂയിസൈഡ് ടെൻഡൻസി, അതല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് വേണ്ട സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ള പരാതി, എന്നെ ആരും ചേർത്ത് പിടിക്കുന്നില്ല എന്ന പരാതി, എന്നെ എല്ലാവരും അവഗണിക്കുകയാണ്, മാറ്റി നിർത്തണം എന്നുള്ള തോട്ട്, എനിക്ക് ആരും എന്നില്ല പറയുന്ന തോട്ട്, അങ്ങനെയുള്ള മനുഷ്യരും അങ്ങനെയുള്ള ആളുകളും ഇത് കേൾക്കുന്നവരും ഇപ്പൊ ഉള്ളവരും ആരുണ്ടെങ്കിലും ഞാൻ അവരോട് പറയുന്നു, എന്നാൽ കഴിയുന്ന രൂപത്തിൽ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും. ഏതൊരു പ്രശ്നത്തിനും നിങ്ങൾക്ക് സൊല്യൂഷൻ തരാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കാരണം എല്ലാ മനുഷ്യരും വളരുന്നത് ചെറുതായിട്ടാണ്. എല്ലാ മനുഷ്യരും പഠിക്കുന്നത് പാഠങ്ങളാണ്. ഓരോ തെറ്റുകളും നമുക്കൊരു പാഠങ്ങളാണ്. ഇനി ചെയ്യരുത്, ഇങ്ങനെ പെട്ടുപോയാൽ, ഇനിയും അങ്ങനെ പെട്ടുപോയാൽ ഞാൻ എന്ത് ചെയ്യും? ആരും ഇല്ലാണ്ടായി പോയി. ഒരു മനുഷ്യനെ പോലും വേദനിപ്പിക്കാതെ ജീവിക്കാൻ നമുക്ക് പറ്റുമോ? വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവരോട് മാപ്പ് ചോദിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റുമോ? ഇനി നിങ്ങൾ നേരിട്ട് മാപ്പ് ചോദിക്കണ്ട, നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഗത്ത് നിങ്ങൾ കൈവച്ചിട്ട് ആ മനുഷ്യനെ ജസ്റ്റ് ഇമാജിൻ ചെയ്തിട്ട് ആ മനുഷ്യനോട് ഒരു 10 പ്രാവശ്യം സോറി പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. നിങ്ങളെ കൊണ്ട് പറ്റും. അത് തന്നെയാണ് ഫൊർഗീവ്നെസ് എന്നൊക്കെ പറയുന്നത്. അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ചെയ്തോ. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ട്രോമയെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എഴുതാം. എഴുതിയിട്ട് നിങ്ങൾ അത് കത്തിച്ച് കളയാൻ തയ്യാറാണോ? നിങ്ങൾ അങ്ങനെ ചെയ്തോ. ഒരുപാട് സൊല്യൂഷൻ ഉണ്ട്. ഇതൊക്കെ ചെറിയ ടിപ്സ് മാത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് മറക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതിനൊക്കെ തന്നെയാണ് നമ്മൾ ഓരോ മനുഷ്യരും ഒന്ന് തയ്യാറാവുക, ഒന്ന് മുന്നോട്ടേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത്. അതിന് നമ്മൾ മാത്രമേ ഉള്ളൂ. കുറേ കാര്യങ്ങൾ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു ചാരിറ്റി ആയിട്ട് എടുത്തിട്ട് നമ്മുടെ ലൈഫ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ നമുക്കൊരു ചാരിറ്റി ആക്കി കൂടെ? മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി ഞാൻ എനിക്ക് വേണ്ടി നന്നാവുന്നു, ആ ഒരു നിയതി നിങ്ങൾ കൊടുത്തൂടെ? ആ ഒരു ബോധം നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവന്നൂടെ? നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. നിങ്ങളുടെ ടൈം നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. നിങ്ങളുടെ ഓരോ ഉള്ളിൽ വരുന്ന ഓരോ തോട്ടുകളും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ക്ലാരിറ്റി ലൈഫ് കിട്ടും. ഇതൊക്കെ പോരെ ഒരു മനുഷ്യർക്ക്? ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫൈനാൻഷ്യലി, അതല്ലെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡന്റ് ആണ് ഞാൻ എന്ന് പറയാനുള്ള ഒരു രീതിയിലേക്കുള്ള വളർച്ച, നമ്മുടെ ഗ്രോത്ത്, നമ്മുടെ വീട്, നമ്മൾ സ്വപ്നം കണ്ട വാഹനങ്ങള്, നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ.
നല്ല റിലേഷൻഷിപ്പ് ആണെന്നത് എന്റെ ഹസ്ബൻഡ് എല്ലാറ്റിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് പഠിക്കാൻ മടിയാണ്, എനിക്ക് പബ്ലിക്കിന്റെ ഇടയിൽ ഇറങ്ങാൻ മടിയാണ്. ഇങ്ങനെ പറയുന്നവരുണ്ട്. നേരെ ഓപ്പോസിറ്റ്, ഞാൻ എല്ലാം ചെയ്തിട്ടും എന്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കുന്നില്ല, എന്റെ ഫാമിലി എന്നെ മനസ്സിലാക്കുന്നില്ല, എന്റെ ബ്രദേഴ്സ്, എന്റെ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ സൊസൈറ്റി എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ ഫെയിൽ ആവാണ്, ഞാൻ തോറ്റുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് പറ്റുന്നില്ല. ഇങ്ങനെ പറയുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ മാറ്റി പറയാം. ഇന്ന് മുതൽ നിങ്ങൾ മാറ്റി പറയാം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾക്കും പറ്റില്ല. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന അത്രയും ശക്തിയുള്ള പവറുള്ള തോട്ട് ഏതാണോ അതിന് നിങ്ങൾ കൂടുതൽ പവർ കൊടുത്തോണ്ടിരിക്കുക. ഓരോ ദിവസവും പവർ കൊടുത്തോണ്ടിരിക്കുക. അത് എഴുതിയിട്ടോ വരച്ചിട്ടോ നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ടോ നിങ്ങൾ ഒരു കുറച്ച് സമയം നിങ്ങൾക്ക് ഫീൽ കിട്ടാൻ, നിങ്ങളെ മൈൻഡ് റിലീഫ്, നിങ്ങളുടെ മൈൻഡിനെ കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയല്ലോ ചെതല് പിടിച്ചെടുക്കുന്ന നമ്മുടെ മൈൻഡിനെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് കിട്ടും. ഒരു കാര്യത്തിന് നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടെന്ന് നമ്മളായാൽ മതി. നമ്മൾ എന്തിനാ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നത്? അപ്പൊ നമ്മളായിട്ട് ജീവിച്ചത്. അപ്പൊ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പടച്ചോൻ തന്നിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കും. അത് ഓരോ മനുഷ്യനും യുണീക്കായിട്ട് തന്നിരിക്കുന്നതാണ് ആ പ്രശ്നങ്ങൾ. അപ്പൊ എന്റെ മുഖത്തൊരു മറിവുണ്ട്, നിങ്ങളുടെ മുഖത്ത് അതില്ല. അത് എന്താണെന്നോ? എന്നെ തിരിച്ചറിയാനാ, എന്റെ ഐഡന്റിറ്റി അതാണ്. ഞാൻ ഹിജാബ് റോൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഹിജാബ് റോൾ ചെയ്യുന്നില്ല. അതെന്താണ്? അത് നിങ്ങളുടെ ബ്യൂട്ടിയാണ്, നിങ്ങളുടെ പാഷൻ എന്നൊക്കെ മറ്റുള്ളവർ പറയുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ഒരു വശം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഐഡന്റിറ്റിയാണ്. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ജീവിക്കാം, ഞാൻ എനിക്ക് വേണ്ട രീതിയിൽ ജീവിക്കാം. ബട്ട് ഒരു രീതിയിലും അത് മറ്റുള്ളവർക്ക് വേദനിപ്പിക്കുന്ന കാര്യങ്ങളാവരുത്. ഒരു രീതിയിലും അത് മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുകയോ അവരെ ഓവർ തിങ്ക് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ പേര് ഷെമീമ എന്ന് പറയുന്ന പേര് ഈ ഗ്രൂപ്പിലുള്ള ഒരാളുടെ മൈൻഡിലും നല്ലതല്ലാത്ത രീതിയിൽ കിടക്കരുത്. അത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. നമുക്ക് വേണ്ടി നമ്മൾ അതേ ചെയ്യേണ്ടതുള്ളൂ. പിന്നെ ബാക്കി പറയേണ്ട കാര്യങ്ങൾ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ അതിനോട് കണക്ട് ചെയ്യണം. നമ്മൾ പഠിച്ചുകൊണ്ട് പറയാം, ദൈവത്തോട് ചോദിക്കാം. ആർത്തി മൂത്തല്ല ചോദിക്കേണ്ടത്. ഞാൻ ഓക്കെയാണ്, ഓക്കെ ആയിട്ടുണ്ട്, എന്നെ കൊണ്ട് പറ്റും, കൂടെ നിൽക്കണേ, അത്ര മതി. അത്ര ചെയ്താൽ മതി. നിങ്ങൾ എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നുണ്ട്, എനിക്കൊരാളെയും വേദനിപ്പിക്കാതെ ജീവിക്കാൻ പറ്റണം, അതിനു വേണ്ടി കൂടെ നിൽക്കുക റബ്ബേ. ആ ഒരു ക്വസ്റ്റ്യൻ മതി. എത്രയോ ബ്യൂട്ടി അല്ലേ നമ്മുടെയൊക്കെ ലൈഫ്. ഒരുപാട് കോൺസെപ്റ്റുകൾ നമുക്ക് അവിടേക്ക് നമുക്കത് റിമൂവ് ചെയ്തിട്ട് ഓരോ രീതിയിലും നമുക്ക് പ്ലാനിങ് ഇല്ലാണ്ട് നമ്മുടെ ലൈഫിൽ പല പ്ലാനിങ്ങും കൊണ്ടുവരാൻ പഠിപ്പിക്കുന്നത് സാഹചര്യങ്ങളാണ്, ഓരോ സമ്മർദ്ദങ്ങളാണ്, ഓരോ ആൻസൈറ്റിയും ഓരോ കാര്യങ്ങളാണ്. പലരും പറയും ഡിപ്രഷനാണ്. ഡിപ്രഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് മാസങ്ങൾ വർഷങ്ങളൊക്കെ എടുക്കും. അതുകൊണ്ട് ഡിപ്രഷൻ എന്നുള്ള പേരുകളൊന്നും ആരും പറഞ്ഞു പോകരുത്. ടെൻഷനും ആൻസൈറ്റി ഒക്കെ നിങ്ങൾക്ക് പറയാം. ഒരു കാര്യം ഒരു കാലയളവ് വരെ നമുക്ക് അതൊക്കെ നിയന്ത്രിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. പക്ഷെ ഡിപ്രഷൻ എന്ന് പറയുന്നത് അനുഭവിച്ചവർക്ക് അറിയാം, ചെറിയ കാര്യമൊന്നുമല്ല. ട്രോമ എന്താന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയുന്നതാണ്. എന്റെ ഉള്ളിൽ കിടന്ന് പുകഞ്ഞ് കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ സഹിച്ചിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്ത അതേ അധ്യാപകന്റെ മുന്നിൽ പോയിട്ട് ഞാൻ ക്ലാസ് കൊടുക്കുകയാണ്. 400ഓളം സ്റ്റുഡൻസിന്റെ പാരന്റ്സിന്, 400ഓളം കുട്ടികളുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കും അവരുടെ എക്സാമിന്റെ റിസൾട്ടിലാണ് ഞാൻ ക്ലാസ് കൊടുക്കുകയാണ്. അന്ന് അതേ സ്റ്റേജിൽ കാര്യം വന്നിട്ട് എന്റെ അധ്യാപകൻ വന്ന് പറയാണ്, അന്ന് ഇവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല സാർ, അല്ലെങ്കിൽ അവിടെയുള്ള ഇന്നെ പഠിപ്പിക്കുന്ന മറ്റുള്ള സാർമാരോട് പറയാണ് അവളുടെ ഭാഗത്ത് ഒരു തെറ്റില്ല, തെറ്റ് ചെയ്തുള്ള ഞാനാണ് അവളെ മോശം രീതിയിൽ ബിഹേവ് ചെയ്തതും, അല്ലെങ്കിൽ എന്റെ കയ്യിലാണ് ഒരുപാട് മോശം കാര്യങ്ങൾ വന്നു പോയത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. ഞാൻ അതിന് വെയിറ്റ് ചെയ്യേണ്ടി വന്നത് 8 വർഷം. ഫുട്ബോൾ കളിക്കും, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ഷൂട്ട് സ്പോർട്സിൽ പങ്കെടുത്തിരുന്നു. ഒപ്പനയിൽ ഞാൻ 1 മുതൽച്ചിട്ട് 10 വരെ മണവാട്ടിയായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് കുറെ എന്താ പറയാ, നമ്മൾ പറയില്ലേ നേരത്തെ ഞാൻ പറഞ്ഞ ഹൈപ്പ്, എന്നെ കൊണ്ട് പറ്റിയെങ്കിൽ ഞാൻ അങ്ങ് ചാടിക്കറിഞ്ഞു. അതുകൊണ്ട് ഫ്രണ്ട്സിന്റെ ഇടയിൽ കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു പേര് എനിക്കുണ്ടായിരുന്നു. ആ അധ്യാപകന് കാരണം എനിക്ക് അത് നഷ്ടപ്പെട്ടു. കഴിഞ്ഞ 8 വർഷമായിട്ട് എനിക്ക് മാരേജ് വേണ്ട, എനിക്ക് ഒന്നും വേണ്ട. ആ ഒരു മാരേജിന് ശേഷം, ലാസ്റ്റ് മാരേജിന് ശേഷം ഒന്നും വേണ്ടെന്ന് പറഞ്ഞ പാരന്റ്സിന്റെ ഇടയിൽ നിന്ന് ഇന്ന് ഹാപ്പി ആയിട്ട് എന്റെ പാരന്റ്സിനെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യാം. ഉമ്മ നിങ്ങൾ അത് ചെയ്യും, ഉമ്മ നിങ്ങൾ ഇത് ചെയ്യും, ഉമ്മ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, നിങ്ങൾ ഇതിലേക്ക് കൂടെ നിൽക്കാൻ ഞാനുണ്ട്. ഇപ്പൊ ടെൻഷൻ ആവണ്ട കേട്ടോ, ഉമ്മ ടെൻഷൻ ആവണ്ട കേട്ടോ. അവര് ടെൻഷൻ ആവുന്ന സമയത്ത് ഈ ഷെമീമെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ട്രോമയുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു പാഠമുണ്ട്. ഞാൻ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഞാൻ തന്നെയുള്ളൂ, വേറെ ആരും ഇല്ല. വേറെ ആർക്കും എന്റെ അവസ്ഥ പടക്കം കൊടുക്കില്ല. കാരണം ഇതൊക്കെ എന്നിലെ പാഠങ്ങളാണ്. മൈൻഡിലേക്ക് പല കാര്യങ്ങളും കയറ്റി വെക്കുന്ന സമയത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എലോൺ ആക്കിയവരും കുറ്റപ്പെടുത്തിയവരൊക്കെ തിരിച്ച് അതേപോലെ ഇങ്ങോട്ട് വരാൻ നമ്മളായാൽ മതി. നമുക്ക് വേണ്ടി ജീവിച്ചാൽ മതി. കുട്ടികൾക്ക് നിങ്ങൾ ജീവിക്കണ്ട, പാരന്റ്സ് നിങ്ങൾ ജീവിക്കണ്ട, ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കൃത്യമായ ഒരു പ്ലാനിങ് ഷെഡ്യൂൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് നല്ലൊരു ഷെഡ്യൂൾ ആക്കിയിട്ട് നിങ്ങളുടെ മനസ്സിൽ പോസിറ്റീവുള്ള കാര്യം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി. അവിടെ മുതൽ നിങ്ങളെ സ്നേഹിക്കാൻ എത്ര വെറുത്തവരുണ്ടാവും. എനിക്ക് നഷ്ടപ്പെട്ട എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇന്ന് ഇതിൽ കയറിയിട്ടുണ്ട്. അതെന്താന്ന് പറയുക, എല്ലാവരും ഇല്ല, കുറച്ച് പേര്. അവർക്കറിയാം ഞാൻ ഈ സ്റ്റോറി ഇവിടെ പറയുന്നത്. അവർക്കറിയാം എന്റെ ഒരു അഡോളസന്റ് ഏജിൽ സംഭവിച്ച ഇൻസിഡന്റ് ഞാൻ ഇവിടെ പറയുന്നത്. കാരണം ഇതിനു മുന്നേ ഉള്ള അബ്സസറിന്റെ വീഡിയോസിൽ അവർ കണ്ടിട്ടുണ്ട്.
അവർക്ക് ഇന്ന് പേടിയാണ് ഞാൻ അവരെ മാറ്റി നിർത്തുന്നത്. അവരിന്ന് എന്നോട് ചോദിക്കാണ്, ഷെമീമ നീ ഞങ്ങളെ കൈവിടരുന്നിട്ടുള്ളത്. ഒന്ന് ചിന്തിച്ച് നോക്കാം, എത്രത്തോളം നല്ലൊരു സാഹചര്യത്തിൽ ഞാൻ ഇപ്പൊ എത്തി നിൽക്കുന്നത്. ഞാൻ ശരിക്കും നന്ദി പറയേണ്ടത് പടച്ചനോടോ അല്ലാതെ വേറെ ആരോടാണ്? എന്റെ പാരന്റ്സിനോടോ, എന്റെ മോളോടോ, എന്റെ ഹസ്ബൻഡിനോടോ, ആരോടെങ്കിലാണോ? ഏത് സാഹചര്യം വരുമ്പോഴും എന്റെ മുന്നിലിരിക്കുന്നവർക്ക് ഞാൻ ഗൈഡ് കൊടുക്കാം. സാറില്ല, നീ കടന്നു പോട്ടെ, ഇതിനും വരുന്നത് നമുക്ക് വരും, നമുക്ക് നോക്കാം, നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാത്തിനും നമുക്ക് ഓവർകം ചെയ്യണം. നമ്മളൊന്ന് ചിരിക്കാൻ പഠിച്ചാൽ മതി. നമ്മുടെ ഏറ്റവും നല്ല ബെസ്റ്റ് മെഡിസിൻ ആണ് ഡീപ്പായിട്ട് ചിരിക്കാൻ പറ്റുന്നത്. അത് ഹൃദയത്തെ തട്ടിയുള്ള ചിരിയാണെങ്കിൽ ഒരാൾക്കും നമ്മൾ തോൽപ്പിക്കാൻ പറ്റില്ല. പിന്നീന്ന് കുറ്റം പറയാനും കളിയാക്കാനൊക്കെ ഒരുപാട് പേരാണ്. അവർക്ക് അവരുടെ വഴി, നമുക്ക് നമ്മുടെ വഴി. എന്തെല്ലാം കാര്യങ്ങൾ ദിവസം ചെയ്യാണ്ട്, എന്തെല്ലാം കാര്യങ്ങളൊക്കെ ദിവസം ഫോക്കസ് ചെയ്യാണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ഏത് ജോലിയുള്ളവരാണെന്ന് വീട്ടിലിരിക്കുന്നവരാണ് നമുക്ക് ചെയ്തു തീർക്കാണ്ട്. അതിനിടയിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കും. അവിടെ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും. മാത്രമല്ല, അതിനോട് കണക്ട് ആയിട്ട് വരുന്ന ഞാൻ ഒരു കാര്യങ്ങൾ പറയുന്നത് മാനസിക ഉല്ലാസം. ഞാൻ ഇതിൽ പ്രത്യേകം എടുത്ത് പറയുന്നത് നമ്മുടെ 2 സബ്ജക്റ്റ് ആണ് ഇന്ന് പറഞ്ഞിരുന്നത്, മാനസികാരോഗ്യവും മാനസിക ഉല്ലാസം. അതിൽ വരുന്ന ഒരു കാര്യമാണ് പ്രൊഫസർ എപ്പോഴും എന്നിലേക്ക് തരുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ നമ്മൾ ചെയ്യാണ്ടിരുന്ന നന്ദികയുടെ ലക്ഷ്മീമ എന്നോട് ചോദിക്കാറുണ്ട് സാർ. ഇപ്പൊ ഞാൻ ചിന്തിക്കും, ഞാൻ അതിന് ഉത്തരം ഇതുവരെ കൊടുത്തില്ല. ഞാൻ ചിന്തിക്കും, ശരിയല്ലേ, ഞാൻ ചെയ്യുന്ന നന്ദികേടല്ലേ? അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് എഴുതാൻ അറിയോ? നിങ്ങൾക്ക് വായിക്കാൻ അറിയോ? നിങ്ങൾക്ക് ജീവിക്കാൻ അറിയോ? നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ ഇനി സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ഓരോ ദിവസവും നിങ്ങൾക്ക് മൈൻഡിൽ വെക്കാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കാൻ ശീലിപ്പിക്കാം. ഓരോ ദിവസവും അത് രാവിലെ എണീറ്റ് നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി കുറച്ച് സമയം എക്സസൈസോ യോഗയോ മെഡിറ്റേഷനോ എന്തെങ്കിലും ഒന്ന് ചെയ്യാം. ഇതൊക്കെ പഠിക്കാൻ നമ്മുടെ കയ്യിൽ ഫോൺ തന്നെ ഒരുപാട് 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 വലുതാണ്. കാരണം നമുക്ക് അതിന് ഫീസൊന്നും ഇല്ല. അതിൽ ഒരു മാസം നെറ്റ് ഉണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. അതുപോലെ തന്നെ ഒരു മാസത്തില് 1-2 പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കാം. ഞാനൊക്കെ ഒരു മാസത്തിൽ ഇപ്പൊ 13 പുസ്തകം വായിച്ചു തീർക്കുന്നുണ്ട്. 12-13 ഒരു മാസത്തില്. അത് വലിയ കട്ടിയുള്ള പുസ്തകങ്ങളൊന്നും അല്ല കേട്ടോ, എനിക്ക് കണക്റ്റഡ് ആവുന്ന കുഞ്ഞു പുസ്തകങ്ങൾ. ഇപ്പൊ ഇന്ന് ഞാൻ വായിച്ച് അവസാനിപ്പിച്ച പുസ്തകം ഉണ്ടായിരുന്നു, ക്യാൻസർ വാർഡിലെ സിരി എന്ന് പറയുന്ന ഒരു പുസ്തകം. നിങ്ങളൊക്കെ വായിച്ചിട്ടൊന്നും എനിക്കറിയില്ല. ഒരു സിനിമാ നടന്റെ ചരിത്രം അതിൽ വരുന്നത്, ഇന്നസെന്റിന്റെ ചരിത്രം അതിൽ വരുന്നത്, ക്യാൻസർ വാർഡിലെ സിരി എന്നുള്ള പുസ്തകം. അടിപൊളി, നമ്മൾ വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. നമ്മുടെ മാനസിക നില തെറ്റുന്ന സമയത്ത് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട പുസ്തകമാണ്. അത്രയും ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നമുക്ക് തരുന്നുണ്ട്. അദ്ദേഹത്തിന് ചികിത്സിക്കുന്ന ഡോക്ടർ പോലും അവസാനം ആ ക്യാൻസർ വാർഡിൽ അദ്ദേഹത്തിന്റെ കൂടെ വരികയാണ്. അദ്ദേഹം വെടുപ്പും വൃത്തിയില്ലാത്ത സമയത്ത് കിടന്നിരുന്ന ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ ലൈഫിലേക്ക് വരികയാണ്, അതേ അസുഖം ബാധിച്ചിട്ട്. അദ്ദേഹത്തെ മാറ്റി നിർത്തി വരികയാണ്. അപ്പോഴേക്കും അദ്ദേഹം ഈ ഒരു അസുഖത്തിൽ നിന്ന് മുക്തി നേടി അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുകയാണ്. എങ്ങനെയുണ്ട്? നിങ്ങൾ ചിന്തിച്ചോക്കെ. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളെ കൊണ്ട് ഒന്നും പറ്റില്ല, ഞാൻ എവിടെ ചെന്നാലും തോൽവിയാണെന്ന് പറയുന്നവര് ഒരു കാര്യം ചിന്തിക്കാം, എന്താ നിങ്ങളെ കൊണ്ട് പറ്റാത്തതുള്ളത്? എനിക്ക് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾ ചോദിക്കാനുള്ളൂ. നിങ്ങൾ എവിടെയാ തോറ്റുപോയിട്ടത്? ആരുടെയല്ലേ നിങ്ങൾ തോറ്റുപോയിട്ടത്? നിങ്ങൾ ആരെയാ പേടിക്കുന്നത്? എല്ലാവരെയും പേടിക്കണം, പക്ഷെ ഒരു ലിമിറ്റ് കഴിഞ്ഞ് നിങ്ങൾ ആരും പേടിക്കരുത്, പഠിച്ചവനല്ലാണ്ട്. എല്ലാവർക്കും വേണ്ടി ജീവിക്കണം. ആദ്യം നിങ്ങൾക്ക് നിങ്ങളൊരു ഗൈഡായി മാറാം. അതിനുശേഷം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ റീഡിങ്ങും റൈറ്റിംഗും നിങ്ങൾ ഒന്ന് ശീലാക്കി എടുക്കാം. അത് നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഓർത്തിരിക്കാനും നെഗറ്റീവ് മൈൻഡുകൾ വരുമ്പോൾ ഈ ഹാപ്പിനെസ് ആയിട്ട് നമ്മൾ എഴുതി വെക്കുന്ന കാര്യങ്ങൾ എടുത്ത് വായിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാനത് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതിയൊരു കാര്യമായിരുന്നു, എനിക്കൊരു വാഹനം വേണം. അതുപോലെ തന്നെ ഞാൻ കുറച്ചെങ്കിലും എനിക്ക് അറിയുന്ന കുറച്ച് 10 പേരുടെ ഇടയിലെങ്കിലും എനിക്കൊരു പബ്ലിക്കിന്റെ ഇടയിൽ സ്പീച്ച് ചെയ്യാൻ പറ്റുന്നു. അൽഹംദുലില്ലാ, ഞാൻ പറഞ്ഞല്ലോ 40-43 സ്റ്റെപ്പ് ഇപ്പൊ ഞാൻ കവർ ചെയ്തു. അതൊന്നും അറിയില്ലായിരുന്നു വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യണമെന്നുള്ളത്. അതിനോട് അത്ര ത്രിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ കൂടെ അതിന് പോകുന്നവർക്ക് എല്ലാവർക്കും, തെളിവെടുക്കാൻ നമുക്ക് ഒരുപാട് പേരുള്ളതുകൊണ്ട് അത് വിശ്വസിപ്പിക്കാനോ അതല്ലെങ്കിൽ എനിക്കത് കാണിച്ചു തരാനും ഒരുപാട് കാരണങ്ങളുണ്ട്. എന്നെ അതിലേക്ക് എത്തിച്ചിട്ടുള്ളതും ഈ അടുത്ത കാലത്ത് ഒരു അക്കാഡമിയിലെ സാറാണ്. അതും കൂടെ ഇവിടെ ഞാൻ പറയാണ്. എന്നെ സൈക്കോളജി ഫസ്റ്റ് ആയിട്ട് തെരഞ്ഞെടുക്കുന്നത് എന്റെ ഈ സ്കില്ല് കണ്ടുകൊണ്ട് എന്നെ അതിലേക്ക് ഓപ്ഷൻസ് ആയിട്ട് വലിച്ചിരുന്ന സാറുണ്ടായിരുന്നു. നിയാസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന രാമനാട്ടുകർ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു അധ്യാപകൻ. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പബ്ലിഷ് ചെയ്യണമെന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവർക്കത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പോ ആ ഒരു സാറാണ് എന്നെ ഇതുവരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുള്ളത്. ഞാൻ ഓരോ സമയങ്ങളിൽ പോകുമ്പോൾ ചില ദിവസം ക്ലാസ്സിന് പോകുമ്പോൾ എന്നെ നന്നായിട്ട് വായ്പ പറയും. പക്ഷെ ഞാൻ ഇന്ന് തിരിഞ്ഞ് ബാക്കിലേക്ക് സാറടുത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് സാർ അപ്രീഷിയേറ്റ് ചെയ്യാൻ നോക്കുന്നത് തോന്നുന്നേ. ഇന്ന് ഞാൻ പഠിക്കുന്ന സ്ഥാപനത്തിലുള്ള മാം ആണെങ്കിലും എന്നോട് പറയാറുണ്ട്, ഷെമീമ നീ നിന്റെ സ്ട്രൈറ്റിൽ പോവാ, നീ ഇങ്ങനെ വളഞ്ഞിട്ട് പോകരുതോ. കാരണം അവരെ നോക്കി ഇവരെ നോക്കി മറ്റുള്ളവരെ നോക്കി വരുമ്പോൾ നിന്റെ സമയമാണ് പോകുന്നത്, ഈ നിന്റെ സമയം കളയരുത്. എന്നോട് എപ്പോഴും ഓർമ്മപ്പെടുന്ന ഒരു കാര്യമാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, ഒരുപാട് പോസിറ്റീവുള്ള കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇല്ലേ? നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. മറ്റുള്ളവരെ നോക്കി 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 നമ്മൾ എത്തുമ്പോഴേക്കും വഴി സ്ട്രൈറ്റ് ആൻഡ് പാത്ത്, സ്ട്രൈറ്റിലൂടെ നിങ്ങൾ പോവാം, അതിലൂടെ നിങ്ങൾ നടക്കാൻ പഠിക്കാം.
ഓവർ സ്പീഡിൽ തന്നെ നിങ്ങൾ പോവാം. തട്ടാനും മുട്ടാനും വീഴാനും ഫെയിൽ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ബട്ട് അത് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു സ്റ്റേജിലേക്ക് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ കേട്ട് 9 മണിയായി. നമ്മൾ ചെറിയൊരു മെഡിറ്റേഷൻ കൂടെ പറഞ്ഞിരുന്നു. അതും കൂടെ കഴിഞ്ഞാൽ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എല്ലാവരും ഓക്കെ ആണോ? മാം എല്ലാവരും ഓക്കെ ആണോ എന്ന് ചോദിക്കും. ഹലോ. അപ്പൊ ആ ഒരു വൈബ്രേഷനിൽ മെഡിറ്റേഷനിൽ ഒരു സെറ്റ് അല്ല, ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണം. സെറ്റ് ആണ് മാം, എല്ലാവരും കമന്റ് ബോക്സിൽ അറിയിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോ ക്യാമറ ഓൺ ആക്കി ഇരിക്കുന്നത് തന്നെയാ കേട്ടോ എനിക്കിഷ്ടം. ക്യാമറ ഓഫ് ചെയ്യണമെന്നില്ല. കാരണം നമുക്ക് മെഡിറ്റേഷന്റെ വൈബ്രേഷൻ കിട്ടണമെങ്കിൽ ക്യാമറ ഓൺ ആക്കി ഇരിക്കുമ്പോൾ എനിക്കൊരു അത് കിട്ടുള്ളൂ, നിങ്ങൾക്കും ഒരു അത് കിട്ടുള്ളൂ. അപ്പൊ ക്യാമറ ഓൺ ആക്കിയിട്ട് തന്നെ മാക്സിമം ഇരിക്കാൻ ശ്രമിക്കാം. ക്യാമറ ഓൺ ആക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എല്ലാവർക്കും? മ്യൂസിക് ഇടണോ? ആ, മ്യൂസിക് ജസ്റ്റ് ലൈറ്റ് ആയിട്ട് ചെറുതായിട്ടൊന്ന് കൊടുത്താൽ. ഓക്കെ, നിങ്ങൾ ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങളുടെ ബോഡി റിലാക്സ് ആയിട്ട് ഇരിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇരിക്കാൻ കംഫർട്ട് ആ പാകത്തിന് നിങ്ങൾ ഇരിക്കാം. ബോഡിയെ റിലാക്സ് ആയിട്ട് അതിന്റെ വഴിക്ക് വിടാം. എല്ലാവരും ഫോൺ എവിടെയെങ്കിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ സെറ്റ് ചെയ്തോളൂ. എന്നിട്ട് റിലാക്സ് ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. മൈൻഡിലൊന്നുമില്ല, ശൂന്യമായിട്ട് കിടക്കുന്ന ഹൃദയം. നമ്മുടെ വെള്ള പേപ്പറിലേക്ക് നോക്കിയ പോലെ എവിടെയും ഒരു കുത്തോ കോമയോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ അതിലേക്ക് കടക്കാൻ പോകണം. അപ്പൊ എല്ലാവരും ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്, ഒന്ന് കണ്ണടച്ചോളൂ. എന്നിട്ട് നന്നായിട്ട് ബ്രീത്ത് എടുത്തോളൂ. കണ്ണെടുക്കുക, നന്നായിട്ടൊരു ബ്രീത്ത് എടുക്കുക. ഒന്ന് ബ്രീത്ത് ഹോൾഡ് ചെയ്യാം, നന്നായിട്ടൊന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യാം. വീണ്ടും ഒന്നും കൂടെ ബ്രീത്ത് നന്നായിട്ട് അത് ശക്തിയിൽ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന ശക്തിയിൽ എടുത്തോളൂ കേട്ടോ. നന്നായിട്ട് ബ്രീത്ത് എടുക്കുക, ഒന്ന് ഹോൾഡ് ചെയ്യാം, ബ്രീത്ത് ഔട്ട് ചെയ്യാം. ഇനി ഞാൻ പറയുന്നതിലേക്ക് മാത്രം കണ്ണു തുറക്കേണ്ട, ആരും കണ്ണു തുറക്കണ്ട. ഞാൻ പറയുന്നതിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്തിട്ട് നിങ്ങൾ ഇരിക്കാം. കൈ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 2 കൈകൾ, പല ആളുകളും മുസ്ലിംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ദുആ ചെയ്യാൻ കൈ ഇരിക്കുന്ന ഒരു ഇതറിയാം, ആ രീതി. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ 2 കൈകൾ ഇങ്ങനെ പിടിക്കാം. അതല്ലെങ്കിൽ 2 വിരലുകൾ, നമ്മുടെ തണ്ടവിരലോ അല്ലെങ്കിൽ ചെറുവിരലോ നന്നായിട്ട് ചേർന്നിരിക്കുന്ന രൂപത്തിൽ ഇരുത്താം. നമ്മുടെ ഹൃദയത്തെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണെന്ന് ഇമാജിൻ ചെയ്യാം. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ചേർത്ത് പിടിക്കുക 2 കൈകളും. ശേഷം നന്നായിട്ട് ഒന്നുകൂടെ ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് ഹോൾഡ് ചെയ്ത് ഒഴിവാക്കിക്കോട്ടോ, ബ്രീത്ത് ഔട്ട് ചെയ്തോളൂ. ഞാൻ പറയുന്നതിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ കൊടുക്കുക. ഇനി ഇതുവരെ ഞാൻ എന്റെ ലൈഫിൽ എടുത്തിരിക്കുന്ന ഓരോ തീരുമാനങ്ങളും എന്നിലെ ഫ്യൂച്ചറിനെ, എന്നിലെ നല്ലതായ കാര്യങ്ങളെ എനിക്ക് ഉറപ്പുവരുത്താനും കണ്ടുപിടിക്കാനും അതുമായിട്ട് മുന്നോട്ടേക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പല സമയങ്ങളിലും ഞാൻ തളർന്നു പോകുമ്പോൾ, ഞാൻ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന സമയത്ത് ഇതുവരെ മനസ്സിലാക്കാത്തൊരു കാര്യമായിരുന്നു ഞാൻ ജീവിക്കുന്നതും ഞാൻ ഈ കഷ്ടപ്പെടുന്നതും എല്ലാം എനിക്ക് വേണ്ടിയിട്ടാണെന്ന്. മറ്റുള്ളവർക്ക് നന്ദി കെട്ട മനുഷ്യനാകാതെ ഞാൻ എന്റെ ഹൃദയത്തിലെ, അതല്ലെങ്കിൽ എന്റെ ശരീരത്തിൽ കിടക്കുന്ന ഓരോ അവയവങ്ങളെയും എന്നിലുള്ള മനുഷ്യർക്ക് ബ്യൂട്ടി ആയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനും അവരെ മനസ്സിലാക്കാനും അവരുടെ സന്തോഷങ്ങൾക്ക് കൂട്ട നിൽക്കാനും എന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന എനർജിയെ അവർക്ക് വേണ്ടി മാറ്റിവെക്കാനും തയ്യാറാവുന്നുണ്ട്. ജീവിതത്തില് ഞാൻ തോറ്റുപോയൊരു സമയം ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് വെറുക്കുന്ന മുഖങ്ങൾ, എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയ മനുഷ്യർ, ഞാൻ ഇന്നും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ, എന്നെ ഇന്നും മനുഷ്യനല്ലാത്ത സ്റ്റേജിലേക്ക് എത്തിപ്പിക്കുന്ന മനുഷ്യർ, ഞാൻ ആരെന്നില്ലാതെ ഈ ഭൂമിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഈ ജീവിതം വേണ്ടെന്ന് തോന്നിയിട്ടുള്ള എനിക്ക് വേണ്ടി ജീവിക്കാൻ പറ്റണം എന്ന ഒരു വഴിയിലേക്ക് ഞാൻ കടക്കണം. ഒഴിവാക്കിയിട്ടുള്ള ഒരുപാട് മനുഷ്യരുടെ ഇടയിലേക്ക് അവരെ സ്നേഹിക്കുന്ന, അവരെ എത്ര
എന്നെ എലോൺ ആക്കിയാലും അവർക്ക് വേണ്ടി ജീവിക്കുന്ന, എനിക്ക് വേണ്ടി ജീവിക്കുന്ന എന്റെ യുണീക്കിനെ ഞാൻ എന്റെ ഒരു പ്രൊഫഷൻ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്ന മനുഷ്യനായിട്ട് ഇനി മുതൽ ജീവിക്കും. ഓരോ ദിവസവും ഞാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ, ഞാൻ എടുക്കുന്ന ഒരുപാട് ജോലികള്, ഞാൻ വിശ്വസിച്ചിട്ടും എന്നെ മനസ്സിലാക്കാതെ പോയ ഒരുപാട് മനുഷ്യര്, അവരുടെ എല്ലാം ഇടയില് സ്ട്രോങ് മൈൻഡോട് കൂടി ഞാൻ ജീവിക്കും. ആർക്കു വേണ്ടിയും എന്റെ ലൈഫ് മാറ്റിവെക്കാനോ തോൽവി എന്ന് പറയുന്ന 4 അക്ഷരത്തിന് പിറകെ എന്റെ ലൈഫ് ഞാൻ വിട്ടുകൊടുക്കാനോ തയ്യാറല്ല. ഉള്ളിൽ നിന്നും എനിക്ക് എന്റെ ദൈവം, എന്റെ ക്രിയേറ്റർ തന്നിരിക്കുന്ന നിറമാർന്ന പുഞ്ചിരിയുള്ള ആ ഭംഗിയുള്ള ചിരിക്ക് പല രീതിയിലുള്ള ഭാഗങ്ങളുണ്ടായിരുന്നെന്ന് മനസ്സിലാക്കി പോയി. എന്റെ ശക്തി എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ജീവിതത്തിന്റെ ഓരോ സമയവും ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്നെ വിശ്വസിച്ചവര്, എന്റെ കൂടെ നിന്നവര്, എന്നെ ഒറ്റപ്പെടുത്തിയവര്, എന്നെ മനസ്സിലാക്കാതെ പോയവര്, എന്റെ വളർച്ചയെ ഒരുപാട് ഇടിവുകൾ തന്ന മനുഷ്യര്, ഞാൻ ഇന്നും സ്വപ്നം കാണുന്ന പലതും എനിക്ക് നഷ്ടപ്പെട്ട് എന്നിൽ നിന്നും നഷ്ടപ്പെടുത്തിയ മനുഷ്യര്, ഇവർക്കെല്ലാവർക്കും ഞാൻ എന്റെ മനസ്സുകൊണ്ട് നന്ദി പറയാം. എനിക്ക് ജീവിച്ചേ പറ്റൂ. ഞാനായിട്ട്, പവർ ലേഡി ആയിട്ട്, ഒരു പവർ ബോയ് ആയിട്ട് ചെയ്യുന്ന ജോലിയോട് സത്യസന്ധത കാണിച്ച് ഇഷ്ടപ്പെട്ട സമയങ്ങളെ ഈ ജീവിതത്തിൽ കൊണ്ടുവന്ന് ഓരോ രോമങ്ങളോടും നന്ദി പറയുന്ന, ശരീരത്തിന്റെ ഓരോ ഭാഗത്തിനെയും നന്ദി പറയുന്ന നല്ലൊരു മനുഷ്യനായിട്ട്, എനിക്ക് വേണ്ട എന്തിനേയും ഈസി ആയിട്ട് ഞാൻ ഓവർകം ചെയ്യാൻ പഠിച്ചവനായിട്ട് ഇനി അങ്ങോട്ടേക്ക് സഞ്ചരിക്കും. ആര് തന്നെ എന്നിൽ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിലും അതിനുള്ള കാരണങ്ങള് ഞാനായിട്ട് എന്നിൽ നിന്നും റിമൂവ് ചെയ്യുന്നു. എന്നിലേക്ക് വന്ന അതിസുന്ദരമായ മനുഷ്യരെ ഞാൻ എന്റെ കൂടെ മരണം വരെ ചേർത്ത് പിടിക്കുന്നു. എന്റെ ജീവിതത്തെ ഞാൻ കൂടുതലായി ഭംഗി വരുത്തുന്നു. എന്റെ സ്നേഹത്തെ ഞാൻ കൂടുതലായി ഭംഗി വരുത്തുന്നു. എന്നെ വിശ്വസിക്കുന്നവരെ ഞാൻ കൂടുതലായി ചേർത്ത് പിടിക്കുന്നു. ആരാരുമില്ലാത്ത എനിക്ക് ആരൊക്കെയോ ഉണ്ടെന്നുള്ള തോന്നല് ഭൂമിയിൽ തന്നിരിക്കുന്ന ക്രിയേറ്ററോട് മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു. തോറ്റുകൊടുക്കാൻ സമ്മതമില്ലാത്ത ശരീരം കൊണ്ട്, തോറ്റുകൊടുക്കാൻ സമ്മതമില്ലാത്ത മനസ്സുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് ശക്തിയിൽ തന്നെ കുതിക്കും. എന്നിലുള്ളത് എനിക്കായിട്ട് തന്നെ ഞാൻ എന്നെ വളർത്തും. എന്റെ ചുറ്റിലും വരുന്നവരെ എന്നിലൂടെ ഞാൻ സ്നേഹിക്കാനും സമാധാനിപ്പിക്കാനും അവരുടെ ഒരു വിശ്വാസം നിറഞ്ഞ കൂട്ടായി മാറാനും ഞാൻ ശ്രമിക്കും. ജീവിതം എനിക്ക് വേണ്ടി മാത്രം ഞാൻ ഈ ജീവിതത്തിൽ ഓരോ സെക്കൻഡുകളും ഇനി ഞാൻ എനിക്ക് വേണ്ടി മാറ്റിവെക്കും. വിലപ്പെട്ട ഓരോ സമയത്തെയും ഞാൻ എനിക്ക് വേണ്ടി മാറ്റിവെക്കും. ഇങ്ങനെ വന്നു പോയിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും, ഇനി വരാനിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ തന്നെ നേടിപ്പിടിക്കണം. എന്നിൽ വന്നിട്ടുള്ള എല്ലാ തോൽവികളും, ഒരുപാട് അവഗണനയും, ആരാരും അറിയാതെ ഞാൻ കരഞ്ഞു തീർത്ത എന്റെ കണ്ണുനീര് പോലും, ആരാരും അറിയാതെ ഞാൻ എന്നെ പിഴച്ചിരുന്ന സമയം പോലും ഇനി എന്നിൽ സന്തോഷത്തിൻ്റെത് മാത്രമാണ്. എനിക്ക് വരുന്ന ഓരോ കാര്യങ്ങളും തീർത്തും ഞാൻ സന്തോഷവതിയായി, സന്തോഷവാനായി ഏറ്റെടുക്കും. ഈ ഒരു ജീവിതം എനിക്ക് കൊതി തീരാത്ത രീതിയിൽ ഓരോ സെക്കൻഡുകളെയും ഞാൻ മാറ്റിയെടുക്കും. ഭൂമിയിൽ ഒരു കുഞ്ഞു കുട്ടിയായി വന്ന ഞാൻ ഭൂമിയിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് അതേപോലെ ചിരിച്ച് കളിച്ച്
ഒരു കുഞ്ഞു കുട്ടിയായിട്ട് തന്നെ മടങ്ങും. എന്നിൽ നിന്നും എന്ത് നേടാൻ പറ്റി എന്ന് ചോദിക്കുന്ന മനുഷ്യരോട് ഞാൻ പറയും, എന്നിൽ നിന്നും സ്നേഹത്തോടു കൂടിയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഐ എം എ സ്ട്രോങ്, ഐ എം എ ഹാപ്പി, ഐ എം കൂൾ, ഐ എം എനർജി. പല കാര്യങ്ങൾ കൊണ്ടും ഞാൻ വിളിക്കുന്നു. എന്റെ ശക്തി, എന്റെ സന്തോഷം, എന്റെ കഴിവ്, എന്റെ മറ്റെല്ലാ കാര്യങ്ങളും ഞാൻ എന്നെ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. ജീവിതത്തിൽ തൊറ്റു കൊടുക്കാത്ത ഒരു പെൺകുട്ടിയോ ഒരു ആൺകുട്ടിയോ ആയിട്ട് ഇനി അങ്ങോട്ട് ഓരോ സമയവും ഞാൻ സഞ്ചരിക്കാൻ തയ്യാറാണ്. ജീവിതം മടുത്തു പോവാത്ത, ജീവിതത്തെ കൂടുതൽ സ്വപ്നങ്ങൾ കാണുന്ന, സ്വന്തം ഉള്ളിൽ കിടക്കുന്ന സ്കില്ലിനെ അതിശക്തിയോടുകൂടി പുറത്തെടുത്ത് വളർത്തിക്കൊണ്ടുവരാൻ എന്നെ കൊണ്ട് കഴിയും. ഞാനെന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ മാത്രമാണുള്ളത്. മറ്റാര് ജീവിതത്തിൽ വന്നാലും എനിക്ക് ഞാൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഒരു സെക്കൻഡിൽ മറ്റാര് നഷ്ടപ്പെട്ടാലും എനിക്ക് ഞാൻ തന്നെ ഉണ്ടാവും. ഈ ജീവിതം സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഞാൻ എനിക്ക് വേണ്ടി റിലാക്സ് ആയിട്ടൊന്നും കൂടെ ബ്രീത്ത് എടുക്കുക. നിറഞ്ഞ പുഞ്ചിരിക്കുന്ന വിടർന്ന് തുളുമ്പുന്ന കണ്ണുകളുമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാം. ശരി. ഓക്കെ സർ, ഞാൻ ഇത്രയും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സമയം കൂടുതലായെങ്കിൽ സോറി കേട്ടോ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. പ്രശ്നമില്ല. ഏതായാലും ഷുമിനോട് എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കേണ്ടതെന്ന് അറിയില്ല. കാരണം ജസ്റ്റ് ഒരു സെഷൻ എടുക്കാൻ പറഞ്ഞപ്പോൾ മാം ഒരു സത്യം പറഞ്ഞാൽ ഒരു ലൈഫ് എക്സ്പീരിയൻസസും അതേപോലെ മാമിന്റെ സെഷനും മെഡിറ്റേഷനും എല്ലാം കൂടെ ആക്കിയിട്ട് അടിപൊളിയാക്കിയ നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദി ഇങ്ങനെ ഒരു സെഷൻ മറ്റുള്ളവർക്ക് കൊടുത്തതിന്. അല്ല, ഞാൻ അങ്ങനെ ആലോചിക്കുക, ഫസ്റ്റ് ടൈം സെഷനിൽ വന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ഗൈഡഡ് ടോക്കിലാന്ന് തോന്നുന്നു, അല്ല രണ്ടാമത്തെ യൂണിക് ടോക്കില് ഇതിപ്പോ 28 ആഴ്ച കഴിഞ്ഞു. അതിന് ശേഷം അന്ന് മുതലേ അതായത് ഇവിടെ പറയുന്നത് ഒരു പൂ ചോദിച്ചപ്പോ പൂക്കാലം തന്നത് മുർഷിദാന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും താങ്ക് യു സോ മച്ച്. അന്ന് മുതലേ അന്ന് ഫീഡ്ബാക്ക് പറഞ്ഞ സമയത്തെ മാം ഒരുപാട് ആൾക്കാരെ ഇൻസ്പയർ ചെയ്തിരുന്നു. മാമിന്റെ കുറെ സ്റ്റുഡൻസ് ഒക്കെ നമ്മുടെ സെഷനിലൊക്കെ വന്നിരുന്നു. അപ്പോൾ ഒരുപാട് താങ്ക് യു സോ മച്ച് ഫ്രം ദ ബോട്ടം ഓഫ് അവർ ഹാർട്ട്. ഞങ്ങൾ എല്ലാവരുടെയും ഒരു നന്ദി അറിയിക്കുകയാണ്. ഇനി വേറെ ആർക്കെങ്കിലും നമ്മളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കാൻ കുറച്ച് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അത് കേട്ടാൽ ഞാൻ പൂർണ്ണമായിട്ട് ഹാപ്പി ആയാലേ. എന്താണെങ്കിലും പറയാം. നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു. എനിക്ക് ഇതിന്റെ ഇടയിലൊന്ന് വലിയ താത്ത ഹോസ്പിറ്റലിൽ ആള് പെട്ടെന്ന് എന്തോ ഗ്ലൂക്കോസ് കയറ്റിക്ക് ഫോട്ടോ അയച്ചു തന്നെ. അതാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ ഓഫ് ആക്കി പോയല്ലോ. ആളെന്തോ ക്ഷീണം പിടിച്ചിട്ടായതാ. നാട്ടിൽ വന്നിട്ടുണ്ട്, പുറത്തായിരുന്നു. അപ്പൊ അതെന്താന്ന് അറിയണേ പെട്ടെന്ന് കോൾ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. വീഡിയോ ഓഫ് ആക്കി പോയി, സോറി. അതായിരുന്നു കേട്ടാ. മെഡിറ്റേഷന്റെ സമയത്ത് ഇതുപോലെ ആരോ കോൾ ചെയ്തു. ഞാൻ അതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല, സോറി. എനിവേ സെഷൻ നല്ല രീതിക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. ആഴ്ചകൾ ഞാൻ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. 38-32 റേഷ്യോ തന്നെ എല്ലാവരും കംപ്ലീറ്റ് ഉണ്ടായിരുന്നു സെഷനിൽ. മെഡിറ്റേഷൻ സമയത്താണ് പിന്നെയും കുറച്ച് ആളുകളെ ലെഫ്റ്റ് ആയി കണ്ടിട്ടുണ്ടായിരുന്നത്. ആർക്കെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കേണ്ടേ പറയാട്ടോ. എനിക്ക് തോന്നുന്നു ഷെമിമാമ ഏതൊരു സെഷനിൽ പറഞ്ഞിരുന്നേ, എനിക്ക് ആഷിൽ സാറെ ടീമിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ട് എന്നുള്ളതൊക്കെ. ഞാൻ അതെങ്ങനെ ആലോചിക്കായിരുന്നോ? ആള് പറഞ്ഞത് ഞാൻ അന്ന് മുതൽ സക്സസർ പരിചയപ്പെട്ട അന്ന് മുതൽ എന്റെ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ്സുകളിൽ എഴുതുന്ന ഒരു കാര്യമായിരുന്നു. എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ ക്ലാസ് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ
ഞാൻ പഠിച്ചതൊക്കെ ഓക്കെ ആണോ എന്ന് പ്രൊഫസറോട് ചോദിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ എഴുതി വെക്കാറുണ്ടായിരുന്നു. അഡ്വാൻസ്ഡ് കേട്ടിട്ട് ഭയങ്കര പവർഫുൾ. Yes, തീർച്ചയായിട്ടും. ഞാൻ അതിശയം പറഞ്ഞല്ലോ, എനിക്കൊരു വണ്ടി, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ലൈസൻസ്, കുറെ കാര്യങ്ങൾ ഞാൻ മേടിച്ചതിന് ശേഷം. എന്റെ ലൈഫ് ഞാൻ എല്ലായിടത്തും പറയുന്ന അഡ്വാൻസ് ആറ്റിറ്റ്യൂഡ് എന്നെ നോക്കിയോളൂ, നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, അത്രയല്ലോ. ബാക്കി ഫീഡ്ബാക്ക് ആരൊക്കെ പറയാനുണ്ട്? ചാറ്റ് ബോക്സിൽ നല്ല ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്. ഷെമീമ ശ്രദ്ധിച്ചിരുന്നോണാവോ? നല്ല ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. ഹയ ഫാത്തിമ പറഞ്ഞോളൂ, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഹലോ എവ്രിവൺ, കേൾക്കാനില്ലേ വോയിസ്? റെഡിയാണ് ഹയ, പറഞ്ഞു. ഷെമീമ മാമിനെ ഞാൻ പരിചയപ്പെടുന്നത് യുണീക്നെസ് ഫെസ്റ്റിലാ. മാമിനെ അറിയാലോ, ഞാൻ നേരിട്ട് വന്ന് സംസാരിച്ച ആളാണ്. അന്നേ മാമിന്റെ അടുത്ത് ഒരു സ്പാർക്ക് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, പക്ഷെ മാമിനെ നേരിട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് സംസാരിക്കാൻ തോന്നിയത് അതുകൊണ്ടാ. പിന്നെ ഇന്നത്തെ സെഷന് എന്റെ അനിയത്തി പറയായിരുന്നു, വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് വന്നപ്പോ മാമിന്റെ പോസ്റ്റർ കണ്ടു. എന്നോട് പറഞ്ഞു, ഷെമീമ മാമിന്റെ ക്ലാസ് ഉണ്ട്, ഈ അറിഞ്ഞോ, ഈ കൂടുന്നുണ്ടോ ചോദിച്ചു. ഞാനത് ഓൾറെഡി അറിഞ്ഞിട്ട് മാമിന് മെസ്സേജ് അയച്ചിരുന്നു 2 ദിവസം മുമ്പേ, അത് സ്റ്റാറ്റസ് ഒക്കെ കണ്ടപ്പോ. മാം പറയാതിരിക്കാൻ വയ്യ കേട്ടോ, അടിപൊളി ക്ലാസ്സാ, മാഷാ അല്ലാ. പിന്നെ നമ്മൾ പറയാലോ, പലപ്പോഴും പറയും ചിലര് ഇത്രയും കാലം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമല്ലോ. പക്ഷെ മാം ഇത്രയും കാലം വരാത്തതിന്റെ ഒരു കംബാക്ക് ഉണ്ടല്ലോ, അത് മാം ഈ സെഷൻ കണ്ടാൽ മനസ്സിലാവും. ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ അങ്ങനെയാണ്, നമുക്ക് ചില ടൈമിൽ അത് കിട്ടൂല. പക്ഷെ ഫ്യൂച്ചറിൽ നമുക്ക് ഒരു സമയം എത്തുമ്പോ നമുക്ക് ഡിസേർവിങ് ആണെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ എന്തായാലും കിട്ടും. അതിന്റെ ബെറ്റർ എക്സാമ്പിൾ ആണ് നമുക്ക് ക്ലാസ് എടുത്ത ഷെമീമ മാം. ഇതേപോലെ നമ്മളെ പോലെയൊക്കെ വന്നിരുന്ന ഇപ്പോ ഒരുപാട് പേർക്ക് സെഷൻ എടുത്തു കൊടുക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ടെങ്കിൽ അത് ഡിസേർവിങ് ആണ് ആൾക്ക്. അതുകൊണ്ട് തന്നെയാണ് മാഷാ അല്ലാ, മാഷാ അല്ലാ, അടിപൊളി ക്ലാസ്, പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഞങ്ങളാണെങ്കിൽ നാളെ ഫാമിലി ട്രിപ്പ് പോവാം. അപ്പൊ അതുകൊണ്ട് തന്നെ രാത്രി ഇവിടെ എല്ലാരും ഭയങ്കര അറേഞ്ച്മെന്റും കാര്യങ്ങളായിട്ട് ഭയങ്കര തിരക്കില്ല. ഞാൻ ഇവിടെ ക്ലാസ്സിലാണ്, ഇന്ന ആരും വിളിക്കണ്ട, ഡിസ്റ്റർബ് ചെയ്യണ്ട പറഞ്ഞു വന്നിരുന്നതാ. പ്രത്യേകിച്ച് ഷെമീമ മാം കാണിക്കുന്ന ആ ഗ്രാറ്റിറ്റ്യൂഡ്, ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജാർ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ആദ്യം ഓർമ്മ വന്ന എന്റേതാ. കാരണം ഞാൻ എങ്ങനെ വെച്ചാല് എന്റെ ഫ്രണ്ട്സിന് കിട്ടുന്ന അംഗീകാരങ്ങളായിക്കോട്ടെ ഒക്കെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജാറിൽ എഴുതിയിടും. അതെന്തുകൊണ്ടാ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്നുണ്ട്, എനിക്കൊരു എനർജി ലൈഫിൽ തരുന്നോണ്ടാ. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ, മാമിന്റെ ലൈഫ് ആയിക്കോട്ടെ, ഇവിടെ ഇരിക്കുന്ന ഹഫ്സൽ മാജിദ് സാർ ആയിക്കോട്ടെ, മിസ്റ്റ മാം ആയിക്കോട്ടെ, ഇവർക്കൊക്കെ കോമൺ ആയിട്ട് കാണുന്ന കാര്യം, നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പണ്ട് ആഗ്രഹിക്കുമ്പോൾ കിട്ടൂല. സോ നമ്മൾ അത് ചിലപ്പോൾ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകും. ഇന്നെ കൊണ്ട് പറ്റൂല, ഇത് ഇന്നെ കൊണ്ട് സെറ്റ് ആവുന്ന കാര്യമില്ല, പിന്നെ നോക്കാം എന്നൊക്കെ വിചാരിച്ച് കളയുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾക്കൊരു ടൈം വരും, ആ ടൈമിൽ നിങ്ങൾക്ക് ഡിസേർവിങ് ആയ കാര്യം നിങ്ങൾക്ക് എത്തും. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ക്വിറ്റ് ചെയ്ത് പോകരുത്. ക്വിറ്റ് ചെയ്ത് പോയാൽ പിന്നെ നിങ്ങൾക്ക് ഡിസേർവിങ് ആയ കാര്യം ഇങ്ങോട്ട് എത്തുന്നില്ല. വർക്ക് തന്നെ വേണം. നമ്മൾ എത്ര ക്ലാസ് കേട്ടാലും, ഇപ്പൊ മാം പറഞ്ഞല്ലോ, ഹഫ്സൽ മാജിദ് സാർ ഓരോ ദിവസവും ഇങ്ങനെ ഓരോന്ന് വിടുന്നുണ്ട് ഗ്രൂപ്പില്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാന്. അത് നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുന്ന വേണം, അല്ലാതെ കിട്ടൂല. മിസ്റ്റ മാം ഒക്കെ ഓരോ ദിവസം ഹലോ എന്തൊക്കെയുണ്ട്, എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വോയിസ് വിടുമ്പോ നമ്മളത് നമ്മുടെ മനസ്സിൽ തട്ടി നമ്മളത് ഏറ്റെടുക്കണം. അല്ലാതെ അവരിങ്ങനെ കുറെ വോയിസ് ഇട്ടുകൊണ്ട് നമുക്ക് ലൈഫ് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നൊന്നുമില്ല. ഇപ്പോ ഇപ്പൊ സത്യം പറയട്ടെ, ഇപ്പൊ വെർത്തായി കേറിയതിന് യൂസ്ഫുൾ ആയി. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാ. എന്തൊക്കെ നമ്മള് ഒരു സെഷന് അല്ലെങ്കിൽ ഒരു യുണീക്നെസ് ഫെസ്റ്റ് മാത്രം കൊണ്ട് നമ്മുടെ ലൈഫ് മാറുന്നില്ല. നമ്മൾ അതിനു വേണ്ടി നന്നായിട്ട് എഫേർട്ട് ഇടണം. അതാണ് എനിക്കിപ്പം മനസ്സിലായത്. ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ ഷെമീമ മാമിനോടൊക്കെ ഒരു മെസ്സേജ് ഒക്കെ അയച്ച ആള് പറയുമ്പോ സൈക്കോളജി സ്റ്റുഡന്റ് ആണ്, ഇങ്ങനെ ട്രെയിനർ ആണ്, പക്ഷെ മാഷാ അല്ലാ എന്ത് കാര്യം പറയാനാണെങ്കിലും റിപ്ലൈ തരുട്ടോ ആള്. അതാണ് എൻ്റെ ഒരു സന്തോഷം. അപ്പൊ അഫ്സൽ മാജിദ് സാർ ആയിക്കോട്ടെ, മിസ്റ്റർ മാം ആയിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ടെങ്കിലും ഞങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ തരുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അത് വലിയ കാര്യം തന്നെയാണ്. ടൈമാണ് ഏറ്റവും പ്രീഷ്യസ്. ഇപ്പൊ മാമിന് ഇന്ന് കിട്ടിയ മാം എത്രയോ അംഗീകാരങ്ങൾ മാമിന് കേട്ടിട്ടുണ്ടാവും, ഷെമീമ മാം ആയിക്കോട്ടെ, ഇവിടെ ഇരിക്കുന്നവരൊക്കെ. പക്ഷേ ആ ഒരു ടൈം നമ്മളിപ്പോ ഒന്ന് കൊടുത്ത ആ ടൈമാണ് മാമിന് ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. ഒരാളുടെ വാക്കുകൾ കേൾക്കാൻ പോലും റെഡിയാവാത്ത ടൈമിലാണ്, ഈ സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ, നമ്മൾക്ക് കഴിവുണ്ടോ നമ്മൾ ബിലീവ് ചെയ്യാം. അതിപ്പോ നേരിട്ട് കണ്ട് പ്രൂവ് ചെയ്ത 3 പേരെ ക്യാമറയിലൂടെ കാണുമ്പോ
എല്ലാരോടും പറയാനുള്ളത് കഥ. നിങ്ങൾക്ക് കഴിയും, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട്, എത്തും ഇൻഷാ അള്ളാ. അത്ര തന്നെ. മുന്നോട്ട് പോവുക. ഒരിക്കലും ഡൗട്ട് ചെയ്യരുത് നമ്മള്. അതൊരു വലിയൊരു കാര്യമാണ്. ഞാനും ഒരു ടൈമിൽ നല്ല ഡൗട്ട് ചെയ്തിരുന്ന കുട്ടിയാ. പക്ഷെ ഇപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കാം, എത്രയോ വെക്കേഷൻസ് എനിക്ക് കടന്നുപോയി. അപ്പോഴൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു വെക്കേഷൻ ആണ് എന്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് എനിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കിട്ടിയ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ പോലെ ആയി. ഇപ്പൊ അഫ്സൽ മാജിദ് സാറിന്റെ ഈ ഒരു യൂണിക്നെസിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടില് അങ്ങനെ ഈ ഒരു ഇതിൽ ജോയിൻ ചെയ്തതിന് അതിന് അൽഹംദുലില്ലാ ഞാൻ എപ്പോഴും നന്ദി പറയാറുണ്ട്. ഇപ്പൊ സാറിന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പൊതുവെ ഞാൻ ഇങ്ങനെ വെച്ചാല് ബുക്ക് വായിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത ആളാണ്. വായിക്കണം എന്നുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നത് എന്റെ അടുത്ത് കിട്ടുന്ന ബുക്സ് എനിക്ക് ചേരുന്നത് അല്ലാത്തത് കൊണ്ടായിരിക്കും. പക്ഷെ സാറിന്റെ ക്ലാസ്സിന് ശേഷം ഞാൻ അൽഹംദുലില്ലാ ഏകദേശം ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്ത്, അടുത്ത ബുക്ക് ഇപ്പൊ ജോയിൻ ചെയ്തതിന് ശേഷം കേട്ടോ, ജോയിൻ ചെയ്തതിനു ശേഷം ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് APJ അബ്ദുൽ കലാം സാറിന്റെ വിങ്സ് ഓഫ് ഫയർ ഉണ്ട്, ഇവിടെ എന്നോ ഇരിക്കൽ തുടങ്ങിയതാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാസ് ചെയ്യാ. അപ്പൊ ഞാൻ അതും വായിക്കാൻ എനിക്ക് സാധിച്ചു. ഇപ്പൊ കുറച്ച് വായിച്ചെത്തിയിട്ടുള്ളൂ. ബട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എന്ത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം, അത് അത്രേ ഉള്ളൂ. സോ താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു ഫോർ യുവർ ബ്യൂട്ടിഫുൾ സെഷൻ. താങ്ക് യു. താങ്ക് യു ഹയ. ഷമീമ മാം ഏതോ ഒരു പുസ്തകത്തിന്റെ പേര് പറഞ്ഞില്ലായിരുന്നോ? ഒന്ന് പറയാവോ? ഇത് കേട്ടു. ക്യാൻസർ വാർഡിലെ ചിരി. ഇത് ക്യാൻസർ വാർഡിലെ ചിരി. ക്യാൻസർ മറ്റേ ഡോക്ടർ ബി ഗംഗാധരന്റെ ആണോ? യെസ്. ആ, ആളൊരു ബുക്ക് ഉണ്ടല്ലേ, ജീവിതം എന്ന അത്ഭുതം, അത് കുറച്ച് അതെ അതെ. വായിച്ചിട്ടുണ്ട്. അതില് ശരിക്കും സ്റ്റോറി ആയിട്ട് വരുന്നത് പേഷ്യന്റ് ആയിട്ട് ചെന്നുള്ള ആള് ഒരു ഡോക്ടറെ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് അവസാനത്തേക്ക് വരുന്നത്. ശരിക്കും നമ്മൾ കരയുന്ന ഒരു സ്റ്റോറി തന്നെയാണ്, വായിച്ചിരിക്കേണ്ട സ്റ്റോറിയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിന് കിട്ടാണ്ട്. ഇൻഷാ അള്ളാ വായിക്കാം. നമ്മള് ഷെഫീൻ സാറും പറയുന്നുണ്ടായിരുന്നു നല്ല ബുക്കാന്ന്, ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സാർ ഇത് നമ്മളെ ബാച്ചിത്തെ ഷെഫീൻ സാർ അല്ലേ, നിങ്ങളെ ഫ്രണ്ട്? ആ ഫ്രണ്ട് അല്ല, ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെ സെക്കൻഡ് ബാച്ചിലുണ്ടായിരുന്ന ഷഫീൻ സാർ എയർപോർട്ടിൽ വർക്ക് റമീഷ ചെയ്യും. മാമിന്റെ ഹസ്ബൻഡ്. അതെ അതെ അതെ, ദുബായ് എയർപോർട്ടിൽ. ഇനി ആരും ഫീഡ്ബാക്ക് വന്നിട്ടില്ല? നിങ്ങളൊന്ന് തിങ്ക് ചെയ്യണം കേട്ടോ. ഫീഡ്ബാക്ക് പറഞ്ഞിരുന്ന ആളാണ് മാഷാള്ള സെഷൻ എടുത്തിട്ടില്ല. നാളെ നിങ്ങളാവാം, ആരും ആയിരിക്കാം, നമുക്കറിയില്ല ആർക്കാണ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുള്ളത്. അല്ല, എനിക്ക് തോന്നുന്നത് ഷമിയ മാം ഇങ്ങനെ അഡ്വാൻസ് ആറ്റിറ്റ്യൂഡ്, എനിക്ക് വെറുതെ ഇങ്ങനെ തോന്നിയത് ഷമിയ മാമിനോട് ചോദിച്ചു ആ, നോക്കിയാലോ. ഒരു ദിവസം മോർണിംഗ് സാർ മെസ്സേജ് അയക്കായിരുന്നു പെട്ടെന്ന്, മിസ് നമ്മൾ ഷെമി മാമിന്റെ സെഷൻ എടുക്കാൻ വിളിച്ചാലോ? അങ്ങനെ വെറുതെ ഇങ്ങനെ മനസ്സിൽ തോന്നിയതാണ്. അത് കറക്റ്റാണ്. മാം ചിന്തിച്ചത് തന്നെയാണ് മൈൻഡിൽ വന്നത്. അതിന്റെ കേസും അങ്ങനെ തന്നെ അല്ല, നിങ്ങൾക്ക് വെറുതെ തോന്നിയതല്ലേ? ഞാനേ സാർ എന്നെ കോൺടാക്ട് ചെയ്ത് സാർ ഷെമിമാം എങ്ങനെ ക്ലാസ് എടുക്കും ചോദിച്ചു. ഞാൻ നേരെ ഹസ്ബൻഡ് അടുത്തേക്ക് ഓടി. എന്നെ അക്സസർ വിളിച്ചിട്ട് നീ വോയിസ് ഒന്ന് കേട്ട് നോക്കുന്ന പറഞ്ഞിട്ട് പുള്ളിക്കാരെ കേട്ട് നോക്കി ഞാൻ തന്നെയാണോന്ന് ചോദിച്ചു. നീ കൺഫേം ചെയ്തു. അത് കഴിഞ്ഞ് നേരെ പാരന്റ്സിന്റെ അടുത്തേക്ക്. അപ്പൊ അവർ പിന്നെ അത് നേരെ ഞാൻ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അവൾക്ക് മെസ്സേജ് അയച്ചു, എടാ ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ എടാ നീ കിട്ടില്ല, നിനക്ക് അതിനുള്ള കഴിവുണ്ട്. അവരൊക്കെ പോസിറ്റീവ് ആയിട്ട് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഞാൻ സ്റ്റക്കായ ഒരു പീരീഡ് എനിക്ക് നന്നായിട്ട് അറിയാലോ, അസിസ്റ്റർക്ക് നന്നായിട്ട് അറിയുന്ന കാര്യം. അവിടെ കരഞ്ഞു തീർത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ എല്ലാവരോടും കൂടെ ഞാൻ ഒന്നും കൂടെ റിമൈൻഡേഷൻ ചെയ്യാണ്. നമുക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ മൈൻഡിനുള്ളിൽ പൊടി കെട്ടിക്കിടക്കുന്ന എന്ത് കാര്യങ്ങളിങ്ങനെ പുറത്തേക്ക് റിമൂവ് ചെയ്യുക. വേറെ ഒരു മാർഗ്ഗമില്ല, വളരാൻ വേറെ വഴികൾ ഉണ്ടാവില്ല. തെളിയണം എന്നുണ്ടെങ്കിൽ ബ്രെയിൻ ഇപ്പോഴും ശുദ്ധിയായിട്ടിരിക്കുക, ഇത് ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കുക. താങ്ക് യു മാം, താങ്ക് യു. വേറെ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് ഷെയർ ചെയ്യണ്ടോ? പറഞ്ഞോളൂ കേട്ടോ. അസ്സലാമു അലൈക്കും. ഇസ്ലാം ഷാഹിദ് സാർ പറഞ്ഞോളൂ. എന്തൊക്കെയുണ്ട് സാർ, സുഖല്ലേ? നല്ല അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. സാറേ, ഇങ്ങനൊരു ഇത് സാറിന് എത്ര നന്ദി പറഞ്ഞാലും എന്താ എനിക്ക് പറയാനൊന്നും കിട്ടണില്ല. ഇത് നമ്മളെ ഹലോ. ഫസ്റ്റ് അറ്റൻഡ് ചെയ്ത ഷാഹിദ് സാർ ആണോ? ഷെമി അത് മാമിന്റെ ഹസ്ബൻഡ്. ആര്? അത് ശരി. ഷെമി എനിക്ക് പെട്ടെന്ന് വോയിസ് കേട്ടപ്പോ ട്രാക്ക് ആയിട്ടോ, സോറി. പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. നിങ്ങൾ ജോയിൻ ചെയ്തിരുന്നു അല്ലേ? അതല്ലേ സാറ് ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുക്കണ്ട, അവരുടെ ജീവിതം തന്നെ ഒരു ഇതിൽ വരും കേട്ടാ. സാറ് ഇങ്ങനെ ഒരു ഇത് തുടങ്ങി തന്നെ പല ആൾക്കാർക്കും എനിക്ക് തന്നെ ഒരു പല ഇതും ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയിരിക്കണ്. എങ്ങനെ പറയാ സാറ്, ഇത് ഇപ്പൊ വൈഫിന് ഇപ്പൊ ഇത് കൊടുത്തത് കൊണ്ട് തന്നെ ഇപ്പൊ അവളെ ക്ലാസ്സിൽ നിന്ന് ഞാൻ ബൈക്കുമ്പോ യാത്ര ചെയ്യുമ്പോ ഹെൽമെറ്റിന്റെ ഉള്ളിൽ ഫോൺ വെച്ചുകൊണ്ട് ഹെഡ്സെറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് തല തിരിച്ചൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടൊക്കെ പോയത്. ഇപ്പൊ ഞാൻ യാത്രയിലായിരുന്നു, ഇപ്പൊ ഇങ്ങനെ വന്നിട്ടുള്ളൂ. ഇന്നിങ്ങനെ ഇത് കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ ഇതിലൊക്കെ ആയിക്കൊണ്ട്
വണ്ടി മറ്റേതായിക്കാണ്ട് ബൈക്ക് എടുത്തുകാണ്ട് അപ്പൊ കൈക്ക പിടിച്ച് മറ്റേ വണ്ടി ആകുമ്പോൾ ഓടിക്കുമ്പോ പ്രശ്നമാകും എന്നുള്ളത് കൊണ്ട് ഹെൽമെറ്റിന്റെ ഉള്ളിൽ ഫോൺ വെച്ചുകാണ്ടൊക്കെയാണ് ഞാൻ കേട്ടത് ഇത്. അത് എന്താ സംഭവം അറിയാം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളോ ഷെമിയ മാമിന് എന്ത് ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ടെങ്കിലും അതിലൊക്കെ ഒരു ഭാഗം നിങ്ങളുടെ ആ സപ്പോർട്ടാണ്. നിങ്ങളും ആ ഷെമിയ മാമിന്റെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ കണ്ടിട്ട് നിങ്ങളും മാറാൻ റെഡി ആയ, നമ്മൾ പറയാറില്ലേ നമുക്ക് ഒരിക്കലും ഒരു മനുഷ്യനെ മാറ്റാൻ പറ്റില്ല, പക്ഷെ നമ്മൾ മാറുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യന്മാർ മാറുന്നത്. പിന്നെ ആ ഷെമിയ മാം മാറാൻ റെഡി ആയപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഭാഗത്തും ആ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ഇപ്പൊ മൂന്നാമത്തെ ഫസ്റ്റ് നിങ്ങൾ രണ്ടാളും കൂടെ വന്നതോ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇനിയും ഒരുപാട് ഇതേപോലുള്ള പ്രോഗ്രാംസിൽ പോവാനും സ്വന്തമായിട്ട് ഇതേപോലെ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാനൊക്കെ പറ്റട്ടെ ഇൻഷാ അള്ളാ. അല്ല സാർ, ഞാന് ഫസ്റ്റ് ആദ്യം ഡയറി എഴുതിയിരുന്നു. എനിക്ക് സ്കൂളിൽ ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളായിരുന്നു. പക്ഷെ ആദ്യമേ ഞാന് സ്കൂൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് മലയാളത്തിനോട് ടച്ച് വിടുന്നുള്ളത് കാരണം ഞാനൊരു 8 വർഷം പോലെ ഡയറി എഴുതുമായിരുന്നു. പക്ഷെ ഇപ്പൊ സാറ് ഇതിന്റെ ശേഷം ഇപ്പൊ വൈഫ് അന്ന് അവിടുന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോതൊക്കെ എഴുതി വെക്കണം എന്നൊക്കെ പറഞ്ഞത് കാരണം ഞാൻ ഇപ്പോഴും വായിച്ചിങ്ങനെ തന്നെ തുടങ്ങിയത്. കാരണം എന്റെ കയ്യക്ഷരം തെറ്റും എന്നുള്ളത് കാരണമാണ് ഞാൻ 10 കഴിഞ്ഞതിന് ശേഷം ഞാൻ എഴുത്ത് തുടങ്ങിയത് തന്നെ. അതേപോലെ ഞാൻ വായിക്കാൻ ഇതാകുമ്പോ തന്നെ ഞാൻ ഏറ്റവും കൂടുതലൊക്കെ ബാലരമ അങ്ങനത്തെ ഒക്കെ ചെറിയ കുട്ടികളതായിരുന്നു ഞാൻ വായിക്കല്. ഇപ്പോഴും ആയാലും ഞാൻ അത് വായിക്കല്. എനിക്ക് അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ചെറിയ കുട്ടികളതൊക്കെ കഥാപുസ്തകങ്ങള് കളിക്കൊടുക്ക അങ്ങനത്തെ ഒക്കെ തയ്ക്കാണ്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് വായിക്കും. അത് ചിലപ്പോൾ PDF ഒക്കെ ഗ്രൂപ്പിലൊക്കെ അയക്കാണ്ട് വരും. അതൊക്കെ ഇരുന്ന് കണ്ട് ഞാൻ വായിക്കല് ബാലരമ ഇതൊക്കെ. ചില ടൈമിൽ അത് വലിയ കഥ കിട്ടണമെങ്കിൽ നല്ല മെയിൻറ്റെയിനിങ് അപ്പൊ അത് വായിക്കും. അല്ലെങ്കിലോ ബാലരമ അങ്ങനത്തെ ഒക്കെ ഇതായിക്കാണ്ടുള്ള ഇതാണ്. സാറിന്റെ ക്ലാസ് കേട്ടതിന് ശേഷമാണ് ഇപ്പൊ 8ലേക്ക് പിന്നെ അയച്ചിങ്ങനെ തന്നെ വന്നത്. കാരണം അപ്പോ അന്നന്നൊക്കത്തെ ഓരോ ഇതായിക്കണ്ട് ഫോർഗീനേഴ്സും മറ്റേതൊക്കെ ആയിക്കണ്ട് അങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. ഓരോന്ന് ഒക്കെ ഇപ്പൊ ഇത് എന്റെ ജീവിതത്തിന്റെ ഒക്കെ ഒരു അർത്ഥം വന്ന മാതിരിയാണ് ഇപ്പൊ ഇത് തോന്നുന്നുണ്ട് തന്നെ. മറ്റേ പറഞ്ഞാൽ എന്തിനോ വേണ്ടി ജീവിക്കുക എന്നുള്ളത്, ഇത്ര കാലം എന്തിനോ വേണ്ടി ജീവിക്കുക. കാരണം നമ്മളുടെ ചുറ്റുഭാഗമുള്ളവരെ അവരെ സഹായിച്ചിക്കാണ്ട് ഞാൻ എങ്ങനെ ആയാലും കുഴപ്പമില്ല, അവരൊരു നല്ല നിലയിൽ എത്തണം എന്നുള്ള ഒരു ജീവിതത്തിലായിരുന്നു ഞാൻ ഇത്ര കാലം പോയിരുന്നത്. കാരണം ആരും നമ്മൾ കാരണം ഒരാളും കഷ്ടപ്പെടരുത്, അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക എന്നുള്ള ഒറ്റ കാരണം ഫാമിലിക്കായാലും വേറെ ആരായാലും നമ്മളോട് എത്തനെ അടുത്ത ഇവർക്കൊക്കെ എന്തിനും നമ്മൾ അങ്ങനെ സഹായിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പൊ എനിക്ക് ഇങ്ങനെ തോന്നിയിട്ട് എനിക്കും വേണ്ടിയിട്ട് ഞാൻ ജീവിക്കണം എന്ന് സാറിന്റെ ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നി. താങ്ക് യു സാറേ. അതിന് സാറിനോട് എന്ത് പറഞ്ഞാലും തീരൂല. അല്ലല്ല, അത് ഞാനല്ലല്ലോ പറയുന്നതും ചെയ്യുന്നതൊന്നും, അതൊക്കെ നമ്മൾക്കെല്ലാം. അതല്ല, പക്ഷെ അന്ന് ആ ക്ലാസ്സിന് വരാൻ തന്നെ എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നേ. പക്ഷെ അന്ന് വൈഫിനെ അവിടെ കൊടുത്താക്കണം എന്നല്ലോ എന്നുള്ള ഒരു ലെവലിൽ പിന്നെ അങ്ങനെ വന്നത്. പക്ഷെ ആ ക്ലാസ് കേട്ടതിന് ശേഷം അന്ന് ആ ക്ലാസ് അവിടെ നിന്ന് കഴിയരുത് എന്നായിരുന്നു എനിക്ക് എൻ്റെ ഒറ്റ പ്രാർത്ഥന. അത് അവിടെ അത്ര മണിക്കൂറൊന്നും ഞാൻ ഒരിക്കലും ഒരു പരിപാടിക്കും ഞാൻ ഇരിക്കലില്ല. ഇപ്പൊ ഏത് ഫാമിലിന്റെ എന്താ ഇതായാലും കുറച്ചേരം ഇതായി കഴിഞ്ഞാൽ വല്ല ഞാൻ ഇറങ്ങി പോരലാണ്. കാരണം പക്ഷെ അന്ന് എനിക്ക് ടൈം ഞങ്ങൾ ഇവിടുന്ന് ഒരു 6 മണിക്കപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് 7 മണിക്കാണ് അവിടുന്ന് ഞങ്ങൾ തിരിക്കേണ്ടത് തന്നെ. പക്ഷെ അതുവരെ ആ ടൈം അത്രയും ടൈം അവിടെ ഇരുന്നത് ഞങ്ങൾക്ക് എന്താ പറയാ, ഒരു മടുപ്പ് തോന്നിയിട്ടില്ല. ഉച്ചക്കൊന്ന് ഭക്ഷണം കഴിക്കേണ്ട ആ ടൈം ഭക്ഷണം കഴിച്ചേക്ക് എളുപ്പം തുടങ്ങട്ടെ എന്നുള്ള ഒരു ഇത് എന്തിന് ഇത്ര നേരമൊക്കെ വെയിറ്റ് ചെയ്യണമെന്നുള്ളൊക്കെ, വന്നവർക്കെങ്കിലും ക്ലാസ് എടുത്ത് കൊടുത്തൂടെ എന്നുള്ള ഒരു ചിന്തയായിരുന്നു എനിക്കപ്പോ. കാരണം എന്തിനാ അത്ര കൂടുതൽ വെയിറ്റ് ചെയ്യണേ, നേരെ ഇതായിക്കാണ്ട് ക്ലാസ് തുടങ്ങുമ്പോൾ അപ്പം എന്നാ പിന്നെ എല്ലാവരും അവിടെ വർത്തമാനം പറയാതെ ഇതാവാതെ നേരെ എല്ലാവരും എളുപ്പം തുടങ്ങി കഴിഞ്ഞാൽ എളുപ്പം വരുമല്ലോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു. പക്ഷെ എന്നാലും സാറ് എളുപ്പം തുടങ്ങിക്കണം കേട്ടോ അവിടെ അന്നത്തെ പ്രോഗ്രാമിൽ തന്നെ. പക്ഷെ എല്ലാതും എന്തപ്പോ പറയാൻ എനിക്കൊന്നും പറയാൻ കിട്ടണില്ല. അതുപോലെ ഇപ്പൊ വൈഫ് ഇപ്പൊ ക്ലാസ് എടുത്തതും നല്ലൊരു ഇതായിരുന്നു. താങ്ക് യു സാറേ, താങ്ക് യു. സാറിനോട് ഇനിയും ഓക്കെ. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നല്ല മാറ്റങ്ങളും നിങ്ങളുടെ ലൈഫിലും അതേപോലെ മറ്റുള്ള മനുഷ്യന്മാരുടെ ജീവിതത്തിലും നല്ല മാറ്റങ്ങളും വെളിച്ചവും ആകാൻ എല്ലാവർക്കും പറ്റട്ടെ. എല്ലാ മനുഷ്യന്മാർക്കും അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്താനും അല്ല മനുഷ്യന്മാർക്ക് ഒരു സഹായമായിട്ട്. സാറിന് ഇതേപോലെ എല്ലാവരുടെ ജീവിതത്തിലും ഒരു വെളിച്ചാവാനുള്ള ഇത് ഇനിയും കൂടുതൽ അതിനുള്ള ദീർഘായുസ് സാറിന് കിട്ടട്ടെ എന്നാണ് എനിക്ക് ഒറ്റ പ്രാർത്ഥന. താങ്ക് യു സാർ. ഷെമ അടുത്ത പ്രാവശ്യം ഹസ്ബൻഡും ഷെമ മോളും കൂട്ടി വരുന്നുണ്ട്. ഓൾ ഫാമിലി ആയിട്ട്. അല്ല, മാമൊക്കെ എടുക്കാൻ വരും ഇൻഷാല്ലാ. ഭാവിയില് ഓക്കെ. ഏതായാലും എല്ലാവർക്കും നോട്ട് ചെയ്യാൻ വേണ്ടി പറയാണ് കേട്ടോ. ഷെമാവിന്റെ ഹസ്ബൻഡ് ഇങ്ങനെ സെഷന് പൊതുവെ ഇരിക്കുന്ന ആളല്ല. ആള് ഇരുന്ന് ഇപ്പൊ ആളെ വൈഫിന്റെ ട്രാൻസ്ഫോർമേഷൻ ജേർണി കണ്ട് ഇൻസ്പയർ ആയി അതിന്ന് വന്നതാണ്. അപ്പൊ ഇരിക്കാൻ നമ്മള് പറയല്ലോ എന്റെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ല എന്നല്ല. ഷെമാമ മാറിയപ്പോ ആ ഹസ്ബൻഡ് മാറി തുടങ്ങി, അവർ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമുക്ക് ഒരാളെ ഫോഴ്സ് ചെയ്ത് മാറ്റാൻ പറ്റില്ല എന്നുള്ള കാര്യം
അപ്പൊ ഇവിടെ പ്രൂവ് വിത്ത് എക്സാമ്പിൾ ഷെമ മാം വെറുതെ ഫാക്ട് പറഞ്ഞു പോയതല്ല. ആൾ ഹസ്ബൻഡ് തന്നെ വെറുതെ വന്ന് പറഞ്ഞു ഞങ്ങനെ സെഷൻ ഒന്നും അറ്റൻഡ് ചെയ്യലില്ല, ഇപ്പോഴാണ് ചെയ്തത്. ഷെമ ക്ലാസ് എടുത്ത സമയത്ത് എനിക്ക് കണക്ട് ആയത്. എല്ലാവരും നല്ല ജെന്നി മാഷാല്ലാ ഉഷാറായി ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് പോകട്ടെ. ഇത് കാണുന്ന സമയത്ത് പലർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. അതായത് ഇങ്ങനെ സിറ്റുവേഷൻക്ക് ഒരു എന്താ പറയാ, നമ്മളെ ലൈഫ് ഒരാൾക്ക് പാടാവുന്നത് ഏറ്റവും നല്ല കാര്യമെന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ ഏറ്റവും നല്ല ഉഷാറായി ഇനിയും ഷെമ മാം പാവാവട്ടെ ഇൻഷാല്ലാ. താങ്ക് യു സർ. താങ്ക് യു മാം. ഇനി ആരാണ് ഫീഡ്ബാക്ക് പറയാനുള്ള? സോ ഹായ്, ഞാന് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നത്. ഞാനിങ്ങനെ ഒരു വീഡിയോസ് കേൾക്കുന്നുണ്ടല്ലേ? ഹലോ, കേക്കുണ്ട്. ഓക്കെ. ഞാനിങ്ങനെ ഒരു ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു വീഡിയോസിന് എന്താ പറയാ അറ്റൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന് ഫീഡ്ബാക്ക് വേണം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ തന്നെ പെടപെടായി ഇരിക്കുന്നുണ്ട്. സോ അത് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്. ഞാനിങ്ങനെ റീസെന്റ് ആയിട്ട് ഇങ്ങനെ വീഡിയോസ് യൂട്യൂബിൽ ഇങ്ങനെ മലയാളി യൂണിക്കേഴ്സിന്റെ ഇങ്ങനത്തെ സെഷൻസിന്റെ വീഡിയോസ് ഇങ്ങനെ കാണലില്ലേനു. പക്ഷെ അപ്പോഴൊക്കെ എന്റെ ഒരു മൈൻഡിലുള്ള ആഗ്രഹമാണ് ഇങ്ങനെ ഒരു ലൈവ് സെഷൻ ഇങ്ങനെ അറ്റൻഡ് ചെയ്യണം. എന്താവും, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ ഫീഡ്ബാക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഇങ്ങനെ കയറിയത്. അതിന് ഞാൻ ഫസ്റ്റ് തന്നെ എന്റെ ഒരു ക്രിയേറ്ററിനോടാണ് ഞാൻ നന്ദി പറഞ്ഞത്, അതുപോലെ തന്നെ ഷെയ്മ മാമിനോട്. അപ്പം ഇങ്ങനെ ഒരു സെഷന് കേട്ടപ്പോ എനിക്ക് തോന്നിയെന്ന് വെച്ചാല് ഞാനിങ്ങനെ ഷെയ്മ മാമിന്റെ ഓരോ വേർഡ്സും അല്ലെങ്കിൽ ഓരോ പോയിന്റ്സും എന്റെ ലൈഫായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. ഞാന് ഓരോ ഫേസ് ചെയ്തിട്ടുള്ള ഓരോ പ്രോബ്ലംസും അതായിട്ട് കണക്ട് ചെയ്തിട്ട് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ഇപ്പം സിനിമ പറഞ്ഞാണ് സെൽഫ് ഡൗട്ട് ഇല്ലാണ്ട് നമ്മള് സെൽഫായിട്ട് എന്താ പറയാ വിശ്വസിച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റുമെന്ന് വിശ്വസിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി പറ്റുന്ന ഒരു വിശ്വാസം എനിക്കാണ്. വെച്ചാൽ ഞാൻ അതിന് എക്സ്പീരിയൻസ് ചെയ്ത പേഴ്സണാണ്. വെച്ചാൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് എനിക്കൊരു പ്രോബ്ലം ഉണ്ടായി. അപ്പോൾ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രോങ് മൈൻഡ് കൊണ്ട് ഡിസിഷൻ എടുത്തപ്പോൾ എനിക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ്. അപ്പം അൽഹംദുലില്ലാ ഇപ്പം അതിൽ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഇപ്പോ ഞാനിങ്ങനെ ഒരു ഇതിങ്ങനെ സംസാരിക്കാൻ നോർമലി ഞാനിങ്ങനെ എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും ഇപ്പം ഓർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് എന്താ പറയാ സൊല്യൂഷന് പറഞ്ഞു കൊടുക്കാനൊക്കെ എനിക്ക് നല്ല താല്പര്യം. അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ഒരു സജഷൻ ചോദിച്ചിട്ടാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു മോട്ടിവേഷൻ പോലെ അങ്ങനെ പറയും. ഇപ്പം എന്നോട് ഇങ്ങനെ ഒരു എപ്പോഴും പറയുന്നതാണ് മോട്ടിവേഷൻ മോട്ടിവേറ്റ് ചെയ്യാൻ ആൾക്കാർ അങ്ങനെ ചിന്തിച്ചത്. അപ്പം ഇതേമാതിരി ഞങ്ങളുടെ സ്പെഷ്യൽ ടോക്ക് ഉണ്ടായപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പൊ തന്നെ അവര് പറഞ്ഞത് അവൻ തുടങ്ങി അവന്റെ ആ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അവന്റെ ഒരു ഉപദേശം. അപ്പം ഞാൻ ചിന്തിച്ചത് മേ ബി ചിലവര് നമ്മളെ തളർത്തുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടാവും. ചില ആ തളർത്തുന്ന കാര്യമായിരിക്കാം മേ ബി നമ്മളെ ഒരു ലൈഫിൽ ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു വേ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തോട്ടുണ്ട്. ഇപ്പൊ എസ്പെഷ്യലി ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തതുകൊണ്ട് എനിക്ക് ഒരു പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഫീഡ്ബാക്ക് പറയാൻ വന്നതും. എനിക്ക് തോന്നുന്നത് ആ ഒരു ഇത് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ജേണിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടാണ് ഞാൻ ഈ ഒരു ഫീഡ്ബാക്ക് സെഷൻ ആയിട്ട് കണക്കാക്കുന്നത്. പിന്നെ ഷെയ്മ പറഞ്ഞ മാതിരി രാമനാട്ടുകരയിൽ ഏതോ ഒരു എന്താണ് മിയാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ എന്തോ മാം പറഞ്ഞില്ലായിരുന്നോ? അതെ മിയാസ് ഇന്റർനാഷണൽ. ഓക്കെ. ഞാൻ അത് എവിടെ ചോദിക്കാം, ഞാൻ രാമനാട്ടിലുള്ള ഒരു പേഴ്സൺ ആണ്, എന്റെ സ്ഥലം രാമനാട്ടുകയാണ്. അപ്പം അത് ഞാൻ അവിടെ അതെ നിയാസ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. ഇസ്മായിൽ സാർ എന്ന് പറയുന്നത് ഇസ്മായിൽ അയ്യഞ്ഞാരി എന്ന് പറയുന്ന ആളോട് അവിടെ പഠിപ്പിച്ചിരുന്ന സാർ. ഓക്കെ അല്ലെ, ഞാനിങ്ങനെ മാം ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് മൂപ്പരെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാൻ തോന്നി. അപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന തോന്നുന്നുണ്ട്. സോ അതാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഗിവിംഗ് ദിസ് സെഷൻ. സോ താങ്ക് യു. എന്തായാലും ഇങ്ങനെയൊക്കെ പറയാൻ ഇയാൾക്ക് പറ്റില്ല. ഒരു ഓഫീസർ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, പക്ഷെ മാം റിവ്യൂ പറയുമ്പോൾ വല്ലാത്തൊരു ഹീലിംഗ് ആണ്. എനിക്ക് ശരിക്കും അത് സാർ ഞാക്കാണോ എന്ന് എനിക്ക് ആദ്യമൊക്കെ തോന്നുമായിരുന്നു. പിന്നെ സാർ അത് പറയുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നതല്ലേ സാർ പറയണെന്നൊരു മൈൻഡ് ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്തും. നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഈ നെഗറ്റീവ് പറയാൻ മറ്റുള്ളവർ മാറ്റി നിർത്തി ഇയാളൊരു മോട്ടിവേറ്റർ ആയിട്ട് കാണാനുണ്ടെങ്കിൽ അതിന് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കുക, നന്ദി പറയാൻ പേഴ്സണോട്. കാരണം അവരൊരു മോട്ടിവേറ്റർ എന്ന് കാണുന്നുണ്ടല്ലോ, മോശമായിട്ടൊന്നുമല്ലല്ലോ കാണുന്നത്. അതിലെപ്പോഴും അംഗീകാരമുള്ള ഒരു കുട്ടിയായിട്ട് ഇരിക്കുക. ഓക്കെ, അതിലെപ്പോഴും നന്ദി പറയാം കേട്ടോ. താങ്ക് യു ഡിയർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു രേഷ്ഭായ്, താങ്ക് യു സോ മച്ച്. സർ നമുക്ക് എല്ലാ സാറ്റർഡേസിലും ക്ലാസ് നടക്കാറുണ്ട് കേട്ടോ, യൂണിറ്റ് ടോക്ക് ഫ്രീ ആയിട്ട് തന്നെ.
പറ്റുന്ന സാറ്റർഡേസിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫീഡ്ബാക്ക് പറയാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. നിങ്ങളെ ഓക്കെ. ജേണിയിലേക്ക് നമ്മളും പാർട്ടാവാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ഇൻഷാല്ലാ. പിന്നെ അതിലേക്ക് എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഞാനും ഇതേപോലെ ആദ്യമായിട്ട് സംസാരിച്ചത് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യും, ഗൈഡഡ് കോഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത സമയത്ത് ഫീഡ്ബാക്ക് പറ ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയത്. ഒരു 3 വർഷമായിട്ടേ ഉള്ളൂ. അപ്പൊ അതിൽ നിന്നാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തതും മറ്റുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു ഒക്കെ ആയി മാറിയത്. ആ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞതിൽ നിന്നാണ്. നിങ്ങളതും അതേപോലെ ഒരു തുടക്കമാവട്ടെ ഇത് ഇൻഷാല്ലാ. ഉമേഷ് ഭായ്, ഏതായാലും വേറെ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയേണ്ട പറഞ്ഞോളൂ കേട്ടോ. ഹലോ, ഇതാരാണ്? റിസ്വാനാണ്. ആ അഫ്സൽ സാറ് റിസാൻ ബ്രോ പറഞ്ഞോളി. നല്ല സെക്ഷൻ ആയിരുന്നു. ഒരുപാട് നല്ല എന്താ പറയാ, ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ഇപ്പോൾ കുറെ കാര്യങ്ങൾ, ഇപ്പോൾ ഗ്രാജുവേറ്റ് ജേർണൽ ആണെന്നുണ്ടെങ്കിലും ഓർഗനൈസിന്റെ സംഭവമാണെന്നുണ്ടെങ്കിലൊക്കെ ഒന്നാമത് ഒരു മടിയുള്ള പേഴ്സണും കൂടിയാണ്. പക്ഷെ ആ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി മുന്നോട്ട് എത്രത്തോളം മുന്നോട്ട് കുതിക്കാൻ പറ്റുമോ അത്രത്തോളം മുന്നോട്ട് ഇനിയും കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ല സെക്ഷൻ ആയിരുന്നു ഷെമീമ മാം. ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ അതേപോലെ തന്നെ അന്ന് ഞാൻ എന്താ പറയാ, നമ്മളെ യൂണിക്നെസ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത പോലെ തന്നെ ഞാൻ അവിടെ അന്ന് ഉച്ചയ്ക്ക് ശേഷം ഇതേപോലെ തന്നെ ഒരു സെക്ഷൻ ഞാൻ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ അതില് സത്യം പറഞ്ഞ മെഡിറ്റേഷനും പിന്നെ അതേപോലെ തന്നെ എൻ്റെ ലൈഫ് വെച്ച്, അതായത് എന്താ പറയാ, ഫസ്റ്റ് ഷമീമ മാമിന്റെ ഒപ്പം മാട്ടുമൽ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയത്, അതുവരെ എത്തിപ്പെട്ട ഒരു സംഭവം ഞാൻ എന്ത് ചെയ്ത് അവിടെ നിന്ന് ഞാൻ സംസാരിച്ചു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും ഇതേപോലെ സംസാരിക്കാനും നല്ല രീതിയിൽ കഴിവുണ്ട്, ഇതിൽ എത്തിപ്പെടാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം വന്നിട്ടുണ്ട്. ഇൻഷാ അള്ളാ ഇനിയും അതേപോലെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നല്ല സെക്ഷൻ ആയിരുന്നു. ഇൻഷാ അള്ളാ. താങ്ക് യു റിസാൻ ഭായ്. ആയിക്കോട്ടെ. താങ്ക് യു റിസ്വാൻ, താങ്ക് യു സോ മച്ച്. റിസ്വാന്റെ കാര്യം പറയണെങ്കിൽ സാർ, നല്ല ടാലന്റ്, നല്ല കഴിവുള്ള കുട്ടി കേട്ടോ. നന്നായിട്ട് പഠിക്കുന്ന, നല്ല ഒരു 23 വയസ്സുകാരൻ സ്വന്തമായിട്ട് ഒരു വീടൊക്കെ വെച്ചു, ഒരു കടങ്ങളും ഇല്ലാണ്ട് ജോലി ചെയ്ത് അവന്റെ പഠനത്തിന്റെ കൂടെ തന്നെ അവൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു. അതിൽ കൂടെ വേറെ കുറെ കോഴ്സുകൾ കഴിഞ്ഞ് സ്വന്തമായിട്ടൊരു വീട് വെച്ചിരിക്കുന്ന ഒരാളാണ് എന്റെ കൂടെ പോയിരുന്നത്. അത് എന്തിനാണെന്നറിയോ? അവന്റെ സ്കൂളുകളിലെ ക്ലാസ് എടുക്കുന്നത് പഠിക്കാനാന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ എന്താ പറയാ, എനിക്കൊരു ഫോട്ടോ കിട്ടിയാൽ അത് ആദ്യം അവന്റെ കയ്യിലാണ് കിട്ടുക. കാരണം എന്റെ കൂടെ കൂടിയതിനു ശേഷം എന്റെ സേറുമാർ വരെ പറയും, എനിക്ക് എന്തെങ്കിലും കാര്യം നിന്നോട് പേഴ്സണലി പറയാൻ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അവനെ വിളിച്ചാൽ മതി, കാരണം അവൻ അത്രയും വിശ്വസിക്കാൻ പറ്റിയ കുട്ടിയാണ്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്, വിശ്വസിച്ച് കൂടെ നിർത്താൻ. ഇതുവരെ എനിക്ക് ഒരു ഫീലിംഗ് അവന്റെ ഭാഗം നെഗറ്റീവായിട്ട് വന്നിട്ടില്ല. വിശ്വസിച്ച് ഞാൻ കൂടെ നിർത്തുന്ന ഒരാളുണ്ട്. എന്റെ കൂടെ സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ ഞാൻ പോകുമ്പോൾ ക്യാമറയും പിടിച്ചിട്ട് പോരുന്ന ഒരാളായിരുന്നു അവൻ. ഇപ്പൊ അവൻ ക്ലാസ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര എന്താ പറയാ, എനിക്ക് പഠിച്ചോളം എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും ഹാപ്പിയാണ് ഞാൻ ആ കാര്യത്തിൽ. എന്തായാലും റിസ്വാൻ, താങ്ക് യു. താങ്ക് യു ഷെമീമ മാം. താങ്ക് യു റിസ്വാൻ സർ. നമ്മള് ഫസ്റ്റ് അറ്റൻഡ് ചെയ്ത ആളല്ല റിസ്വാൻ സർ അല്ലേ ഇത്? അതെ. അതെ. താങ്ക് യു സർ. ഇപ്പൊ ടൂൾസും ടാസ്ക് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവാ. ഷെമീമ പറഞ്ഞ പോലെ ഒരു ഫീഡ്ബാക്ക് ഇനി ഇൻഷാല്ലാ ഇവിടെ വന്നിട്ട് ഒരു സെഷൻ എടുക്കാന്ന രീതിയിലേക്ക് നിങ്ങൾ മാറ്റപ്പെടട്ടെ എന്നില്ല നമ്മള് ആശംസിക്കുക. നിങ്ങൾ ഇങ്ങനെ ഭാഗത്ത് ക്ലിയർ ചെയ്ത് പോവാ. ഷെമീമ മനസ്സിൽ ആറ്റിറ്റ്യൂഡ് ഒക്കെ എഴുതി ഇവിടെ എത്തിയ ആളാണ് മാഷാല്ലാ. അതുപോലെ അങ്ങനെ എത്തിയ പറ്റട്ടെ ഇൻഷാല്ലാ. നെക്സ്റ്റ് വൺ ആരാണ്? താങ്ക് യു റിസ്വാൻ ബ്രോ, താങ്ക് യു മാം. മിസ്ന, വേറെ ആരെങ്കിലും ഉണ്ടോ പറയാന്? സാദിയ ഫൈസൽ, നിങ്ങൾക്ക് പറയാനുണ്ടോ? പറഞ്ഞോളൂ മാം. ഞാൻ എന്ന് പറഞ്ഞിരുന്നു താഴെ. പറഞ്ഞോളൂ, ജസ്റ്റ് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. സാദിയ ഫൈസൽ, ഒരു കസിൻ ഉണ്ടായിരുന്നു, അവരാണോ ഡൗട്ട് ഉണ്ട്? പറഞ്ഞോളൂ. എനിക്ക് തോന്നുന്നത് ഇവര് ആരോ സംസാരിച്ചപ്പോ അതില് എന്തോ ഒരു ഫ്രേസ് വന്ന സമയത്ത് അത് ഞാനും അതേപോലെ ആണെന്ന് പറഞ്ഞതാന്ന് തോന്നുന്നു. ഫീഡ്ബാക്ക് പറയാനല്ലെന്ന് എനിക്ക് തോന്നുന്നു. ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ജസീല മാം, ഫസ്ലു സർ, നിയാസ് സർ, സുമയ്യ മാം, ലിത മാം, ആയിഷ, ഹിസ മാം, ഷിഫാന മാം, അർഷിത മാം, ജൂര മാം. ഷിഞ്ചുമ വേറെ ആരുമില്ല തോന്നുന്നുണ്ട്. അറ്റൻഡൻസ് ഒരിക്കലും മോഡായി പോകും.
അതെ അതെ. എന്തായാലും നമുക്ക് 4 ഒറ്റ മിനിറ്റ് ഇത് ക്ലോസ്